Welcome back to Xylem Learning. അപ്പോൾ എല്ലാവരും മക്കളെ വേഗം വന്നേ നമ്മൾ 2 ദിവസങ്ങളായിട്ട് ഇന്നലെയും ഇന്ന് രാവിലെയുമായിട്ട് നമ്മൾ പഠിച്ച കംപ്ലീറ്റ് ഹിസ്റ്ററിയുടെയും അതേപോലെ തന്നെ ജോഗ്രഫിയിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുവരെ വരാത്തവരൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് വേഗം അവരോട് വരാൻ പറഞ്ഞേ. പവർ എത്തിയിട്ടില്ല. ഇപ്പോഴും കുറവ് തന്നെയാണ്. നമ്മുടെ മോർണിംഗ് ഉണ്ടായ അതേ കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇതൊന്നല്ല നമ്മുടെ 10ാം ക്ലാസ് ശാസ്ത്ര ബാച്ചിന്റെ പവർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. 10 CBSEയുടെ പവർ എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രൂവ് ചെയ്യണം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെയും ഹിസ്റ്ററി പ്ലസ് ജിയോഗ്രഫി രണ്ടിന്റെയും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നൊരു 3 മണിക്കൂർ അല്ലെ 3-3.5-4 മണിക്കൂർ കൊണ്ട് അവർക്ക് കിട്ടാൻ പോവാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാ, ഷെയർ ചെയ്യാം. നമ്മൾ കൂടുതൽ വെറുപ്പിക്കാൻ നിൽക്കണ്ട അല്ലേ. ഓക്കെ, അപ്പൊ വേഗം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് വേഗം വന്നേ. നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ലാഗ് അടിച്ച് പോകുന്നില്ല. വേഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ മോർണിംഗ് കണ്ട പോലെ തന്നെ എബിഡി സാറിനെയും എന്നെയും മാറി നിങ്ങൾ കാണും. ആദ്യം 2 ചാപ്റ്റർ ഞാൻ, പിന്നെ എബിഡി സാറ്, പിന്നെ അങ്ങനെ മാറി നമ്മൾ വരും കേട്ടോ. ഓക്കെ, അപ്പം മിസ് ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ചാപ്റ്റർ കഴിഞ്ഞ് 2 ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ആര് വരും? എബിഡി സാറ് വരും കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് വേഗം വരാൻ പറഞ്ഞേടാ. നിങ്ങൾ ഫ്രണ്ട്സിന് മാത്രമല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് ഇട്ടേ എല്ലാവരോടും ഒന്ന് വേഗം വരാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ടാഗ് ചെയ്തിട്ടൊക്കെ ഷെയർ ചെയ്ത് എന്നിട്ട് അനക്കാമിസും എബിഡി സാറൊക്കെ വരാൻ പറഞ്ഞു എന്നൊക്കെ ഒന്ന് പറഞ്ഞോ. അപ്പൊ എല്ലാവരും ഒന്ന് വേഗം വിളിച്ചു വരിക. നമുക്ക് എന്താണ് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പൊ വരുന്നൊക്കെ പറഞ്ഞ് കമന്റ് വരുന്നുണ്ട്. സാറിൻ്റെയൊക്കെയോ ഫ്രണ്ട്സ് ഇപ്പൊ വരും. യെസ്, നമ്മുടെ ഭഗത് സിംഗിന്റെ ഫ്രണ്ട്സ് ഇപ്പം വരുന്നു പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂട്ടിയത് ഭഗത് സിംഗ് വേഗം വന്നേ. യെസ്, ഓക്കെ. പിന്നല്ല അനിരുദ്ധേ, നമ്മൾ ഇന്നും ഇനി അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വരും കേട്ടോ. ഒന്നുകൊണ്ടും പേടിക്കേണ്ട മക്കളെ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പൊ ദാ നമ്മള് പോകാൻ പോവാണ്. നമുക്കറിയാം നമ്മുടെ സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ കൂട്ടരല്ല, നമ്മൾ 4 പേരും കൂടെ ചേർന്ന 4 ആളുകൾ, 4 പീപ്പിൾസ് ചേർന്ന ഒരു ഗ്രൂപ്പാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ സോഷ്യൽ എന്ന് പറയുന്നത്. യെസ്, അത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ. യെസ്, ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി എല്ലാവരും വേഗം വരുന്നുണ്ട്. യെസ്, ഞങ്ങളെ പവർ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ അല്ല, ടീച്ചറെ ഗാന്ധി വന്നു എന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധി ഒക്കെ വന്നിട്ടുണ്ട്. യെസ്, എനിക്ക് വയ്യ. ഗാന്ധിയും അതേപോലെ ഭഗത് സിംഗും എല്ലാവരും ആയിക്കോട്ടെ, അംബേദ്കറും എല്ലാവരും പോരട്ടെ. 1-2 എല്ലാം എല്ലാവരും കൂട്ടിയിട്ട് വാ. അപ്പതാ ഇവിടെ നോക്കിക്കേ, നമ്മുടെ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, ഹിസ്റ്ററി എന്ന് പറയുന്ന 4 ആളുകൾ ചേർന്നതാണ് നമ്മൾ എന്ത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സോഷ്യൽ സയൻസിൽ നമ്മൾ ഇന്നലെയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആരൊക്കെ കുറിച്ചിട്ടായിരുന്നു? ഏതൊക്കെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് അല്ല, ജോഗ്രഫി ഹിസ്റ്ററി ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ജോഗ്രഫി ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മക്കളെ റെഡി ആയി നിന്നേ. നമുക്ക് ഇതാ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. യെസ്, സെറ്റല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ദാ നമ്മൾ തുടങ്ങാൻ പോവാണേ. എക്കണോമിക്സിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ നോക്കും. എക്കണോമിക്സിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുള്ളത് നമ്മൾ നാളെയാണ് കേട്ടോ മക്കളെ നോക്കുക. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് പഠിക്കുക. നമുക്ക് സോഷ്യൽ സയൻസിൽ ബാക്കിയുള്ള പരീക്ഷ പോലെയല്ല, നിങ്ങൾക്ക് സമയമുണ്ട്. ആ സമയം എന്താണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, യെസ്. ഇവിടെ നോക്കിക്കേടാ, നമ്മൾ ജോഗ്രഫിയിൽ നമുക്ക് ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ്, അഗ്രികൾച്ചർ, മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്, ലൈഫ് ലൈൻ ഓഫ് നാഷണൽ എക്കോണമി എന്ന് പറയുന്ന 7 ചാപ്റ്റേഴ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? യെസ്, നമ്മുടെ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സ്ലൈഡ് ഒന്ന് സൈഡ് ആക്കാം, എന്നാലല്ലേ നിങ്ങൾ കാണുള്ളൂ. അപ്പം അതൊന്നും ഇപ്പോൾ മക്കളെ സൈഡാക്കി തരാം. റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ സ്ലൈഡ് ഒന്ന് നിങ്ങൾക്ക് സൈഡ് ആക്കി തന്നാൽ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, മനസ്സിലാകും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊന്നും നമ്മളിപ്പം സെറ്റാക്കി തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ മക്കളെ നോക്കിക്കേ, റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്?
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്ലൈഡ് നമ്മൾ സ്ലൈഡിന്റെ നടുവിലാണുള്ളത്, അപ്പോൾ ഒരു ബ്ലാക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മക്കളെ നമുക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാണില്ല എന്ന് മിസ്സിന് അറിയാം. അതൊന്ന് മിസ് വേഗം ഒന്ന് ശരിയാക്കി തരാം കേട്ടോ. അതൊന്ന് വേഗം മിസ് സെറ്റാക്കി തരാൻ പേടിക്കണ്ട കേട്ടോ. വേഗം ശരിയാക്കി തരാവേ. യെസ്, ഓക്കെ. അപ്പൊ അതാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നോട്ട്സ് രാജലക്ഷ്മി നിങ്ങൾ കമ്മ്യൂണിറ്റി, അതേപോലെ ഇവിടെ കമന്റ്സ് ഒന്ന് ഇതാക്കണേ. നോട്ട്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്ന് നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ദാ ഇവിടെ മക്കളെ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോ ഈസ് കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ള എന്താണെന്നാണ് ചോദിക്കുന്നത്. അലൂവിയൽ സോയിൽ കൺസിസ്റ്റ് ഓഫ് സാൻഡ് ആൻഡ് സിൽറ്റ്. ബ്ലാക്ക് സോയിൽ സോൾട്ട് കണ്ടന്റ് ഈസ് ഹൈ. അരിഡ് സോയിൽ ഡിഫ്യൂഷൻ ഓഫ് അയൺ ഇൻ ക്രിസ്റ്റലൈൻ. ലാറ്ററൈറ്റ് സോയിൽ. അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. കറക്റ്റ് ആൻസർ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പറയാം. എന്താണ്? ഓപ്ഷൻ എ എന്നുള്ളത് മിസ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നോക്കിക്കേ മക്കളെ, ഓപ്ഷൻ എ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഓപ്ഷൻ എ ആണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം അലൂവിയൽ സോയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്ന പറയുന്നത്, നമ്മളെ അലൂവിയം നമുക്ക് കാണാൻ സാധിക്കും. അലൂവിയം കൺസിസ്റ്റ് ഓഫ് സിൽറ്റ്, സാൻഡ്, അതേപോലെ ക്ലേ, ഗ്രേവൽ, ഇതെല്ലാം ചേർന്നിട്ടാണ് എന്താണ് അലൂവിയൽ സോയിൽ ഉള്ളത്. സോ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് ഏതാണ്? നമ്മളെ ഫസ്റ്റ് ഓപ്ഷൻ ആയ അലൂവിയൽ സോയിൽ ആണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയത് കേട്ടോ. കറക്റ്റ്ലി മാച്ച്ഡ് ആയത് എന്താ? ഫസ്റ്റ് വൺ ആണ്, അലൂവിയൽ സോയിൽ ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മക്കളെ നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലേ. യെസ്, അപ്പൊ നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ് മക്കളെ നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പം മക്കൾക്ക് കാണാൻ പറ്റുന്നില്ല, ബ്ലാക്ക് അല്ലട്ടെ. ഓക്കെ, യെസ്, അപ്പൊ ദാ സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കളെ നോക്കിക്കേ. വാട്ട് ഈസ് the issue of sustainability important for development? Explain with examples എന്നാണ് മക്കളെ ചോദിക്കുന്നത്. Why is the issue of sustainability important for development? എന്തുകൊണ്ടാണ് നമ്മളെ സസ്റ്റൈനബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? എന്തുകൊണ്ടാണ് നമ്മളെ സസ്റ്റൈനബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ട്? നമ്മളെ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സസ്റ്റൈനബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്തുകൊണ്ടെന്നാണ് ആ പറയുന്നത്? നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. The fast pace of development has caused serious environment concerns to environment as a land degradation. അതായത് മക്കളെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുമെന്നാ പറയുന്നത്? എന്ത് സംഭവിക്കുമെന്നാണ്? നമുക്ക് ലാൻഡിന്റെ ഡീഗ്രഡേഷൻസിലേക്ക് എത്തുന്നു. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസിന്റെ എക്സ്പ്ലോയിറ്റേഷന് കാരണമാകുന്നു. പിന്നെ എന്തൊക്കെ കാരണങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്? പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? അതൊക്കെ നമുക്ക് അന്ന് അണ്ടർലൈൻ ചെയ്യല്ലേ. നമ്മളെ ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നു, റിസോഴ്സസ് എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുന്നു, ഹാബിറ്റന്റ് നഷ്ടപ്പെടുന്നു, അവരുടെ ലിവിങ് ഓർഗാനിസം എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക. ഓക്കെ, മക്കളെ ഇവിടെ ശ്രദ്ധിക്കണേ. യെസ്, these things are causing a great threat to survival and have to be deal with efficiency. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ എന്താണ് എഫിഷ്യന്റ് ആയിട്ട് ഇതൊക്കെ ലീഡ് ചെയ്യണം എന്നാണ്, നമ്മളത് നല്ല രീതിയിൽ നോക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ മക്കളെ ശ്രദ്ധിച്ചേ, കമന്റ് ബോക്സിലല്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കണേ. കമന്റ് ബോക്സിലല്ല ക്ലാസ്സിലാണ്. There is a rise in different kinds of population like അതായത് ലാൻഡ്, വാട്ടർ, എയർ, നോയിസ്, അതേപോലെ തന്നെ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പൊല്യൂഷൻസ് വരുന്നുണ്ട്. പൊല്യൂഷൻസ് വരുന്ന കാരണം എന്ത് സംഭവിക്കുന്നു? എൻവയോൺമെന്റിന് ഹാം ആകുന്നു. എൻവയോൺമെന്റിന് ഹാം ചെയ്യുന്നു. എൻവയോൺമെന്റിനെ നമ്മൾ ഡേ ബൈ ഡേ എന്ത് ചെയ്യുകയാണ്? നശിപ്പിച്ച് കൊണ്ടേയിരിക്കുകയാണ്. ഡേ ബൈ ഡേ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നശിപ്പിച്ച് കൊണ്ടേ ഇരിക്കുകയാണ്.
ആൻഡ് ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ ഹവർ ടു അഡോപ്റ്റ് എ മോഡൽ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിച്ച് മീൻസ് ദ ഡിമാൻഡ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ഫ്യൂച്ചർ. നമ്മൾ ഒരു സംഭവങ്ങളും ഒരു റിസോഴ്സസും ഉപയോഗിക്കരുത് എന്നല്ല മക്കളെ പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യണം. പക്ഷെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ നമുക്ക് നടത്തണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നടത്തണം. പക്ഷെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് എന്താവരുത്, ഫ്യൂച്ചർ ജനറേഷന്റെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത്. And sustainable development has become a necessity of our if I have continued to exploit the resources at the same rate as we are now, then the future of our upcoming generation will underserve threat. So sustainable development ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബിക്കോസ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ യാതൊരു തരത്തിലും നമ്മളെ സോഴ്സസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലൂടെ അല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്കമിങ് ജനറേഷന് അവർ ഒരുപാട് ലൈഫിൽ സഫർ ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് വരുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയുന്നത്, നമ്മുടെ ഇഷ്യൂസ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡെവലപ്മെന്റ്, അത് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ 2 ക്വസ്റ്റിനെ ഫിനിഷ്ഡ് ആയിട്ടുള്ള, ഹൗ മെനി ക്വസ്റ്റ്യൻ ഫിനിഷ്ഡ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, പൊല്യൂഷൻ ആണ്, പോപ്പുലേഷൻ അല്ല കേട്ടോ. ആരാണ് ചെവിയുടെ കുഴപ്പം വന്നാൽ പൊല്യൂഷൻ ആണ് കേട്ടോ മക്കളെ. ഓക്കെ, യെസ്, മക്കളെ കമൻറ്റ് നമുക്ക് പിന്നെ ചെയ്യടാ, ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. മാം ഈ നോട്ട്സ് കമ്മ്യൂണിറ്റിയിലൊക്കെ നമുക്ക് നോട്ട്സ് ഒക്കെ അയക്കട്ടോ. നിങ്ങൾക്ക് അത് പഠിച്ചാൽ മതി. അതേപോലെ തന്നെ അത് ലെൻസിന് കിട്ടിയിട്ട് ലെൻസ് കമ്മ്യൂണിറ്റിയിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, then explain the classification of resources on the basis of origin. മക്കളെ നമ്മളെ ഒറിജിനെ ബേസ് ചെയ്തിട്ട് റിസോഴ്സസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അവിടെ ചോദിക്കുന്നത്. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒറിജിനെ ബേസ് ചെയ്തിട്ട് റിസോഴ്സസിനെ ബയോട്ടിക് റിസോഴ്സസ് എന്നും അബയോട്ടിക് റിസോഴ്സസ് എന്നുമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തായിട്ട് ഉണ്ടാക്കുന്നുണ്ട്? അതിനെ ഒറിജിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബയോട്ടിക് റിസോഴ്സസ് എന്നും അബയോട്ടിക് റിസോഴ്സസ് എന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ. അത് നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? നമ്മളെ എന്ത് ബേസ് ചെയ്തിട്ടാ? ഒറിജിൻ ബേസ് ചെയ്ത് റിസോഴ്സസിനെ ബയോട്ടിക്കും അബയോട്ടിക്കുമായി നമ്മൾ തിരിച്ചു, അതവിടെ നമ്മൾ കൊടുത്തു. അടുത്തത് നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാ ചോദിക്കുന്നത്? ഓണർഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് അവിടെ ചോദിക്കുന്നത്. ഓണർഷിപ്പ് ബേസ് ചെയ്തിട്ട് എന്താ? റിസോഴ്സസിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു? ഇൻഡിവിജ്വൽ റിസോഴ്സസ്, കമ്മ്യൂണിറ്റി ഓൺ റിസോഴ്സസ്, നാഷണൽ റിസോഴ്സസ്, ഇന്റർനാഷണൽ റിസോഴ്സസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട്. സോ നമ്മളത് എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു കഴിഞ്ഞു ആ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ദ വാരിയസ് പേർപ്പസ് ഓഫ് ലാൻഡ് യൂസ്. പല കാര്യങ്ങൾക്ക് നമ്മൾ ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേർപ്പസ് എന്താണെന്നാണ് ആ ഒരു ചോദ്യത്തിൽ വന്നത്. സോ ലാൻഡ് യൂസിന്റെ പേർപ്പസ് എന്താണ് നമുക്ക് നോക്കാം. ലാൻഡ് റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ ദ ഫോളോവിങ് പർപ്പസസ്. അപ്പം നമ്മൾ ലാൻഡ് യൂസ് ചെയ്യുന്നത് എന്താ? കുറച്ച് പർപ്പസ് ഉണ്ട്. എന്തൊക്കെ പർപ്പസിനാണ്? ഫോറസ്റ്റ് ലാൻഡുകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാൻഡ് നോട്ട് അവൈലബിൾ ഫോർ കൾട്ടിവേഷൻ. അതായത് കൾട്ടിവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൈലബിൾ അല്ലാത്ത ലാൻഡുകളെ കുറിച്ച് പറയുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ ബാരൻ ആയിട്ടുള്ളതും വേസ്റ്റ് ലാൻഡും വരുന്നു. ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചർ യൂസസ്. ബിൽഡിംഗ് ഉണ്ടാക്കാൻ, റോഡുകൾ ഉണ്ടാക്കാൻ, ഫാക്ടറീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡിനെ യൂസ് ചെയ്യുന്നുണ്ട്.
ആൻഡ് അത് അൺകൾട്ടിവേറ്റഡ് ലാൻഡ്സ് ആണ് നമ്മൾ പിന്നെ നോക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പെർമനന്റ്ലി എന്ത് ചെയ്യണത്? പാസ്റ്റർ ലാൻഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഗ്രേസിംഗ് ഒക്കെ നടത്തുന്ന ലാൻഡ് ആയിരിക്കും. അതേപോലെ തന്നെ ലാൻഡ് അണ്ടർ മിസ്ലിയസ് ട്രീ ക്രോപ്സ് ഗ്രോസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ നെറ്റ് സോൺ ഏരിയ. നെറ്റ് സോൺ ഏരിയ അല്ലാതെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ട്രീസും ക്രോപ്സും കാര്യങ്ങളും അവിടെ ഉണ്ടാകുന്നു. ആൻഡ് കൾച്ചറബിളി വേസ്റ്റ് ലാൻഡ് ആയിരിക്കും. ഒരു 5 വർഷത്തോളം, ഒരു 5 അഗ്രികൾച്ചർ ഇയേഴ്സോളം എന്താണ്? യാതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലിയർ ആയില്ലേ? ആൻഡ് ഇവിടെ മക്കളെ നോക്കിക്കേ, നെക്സ്റ്റ് എന്താ നമ്മൾ പറയുന്നത്? ഫാലോ ലാൻഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാലോ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ടീച്ചറെ ഇനി പഠിച്ചാൽ ഫുൾ A1 കിട്ടുട്ടോ. ഇനി പഠിച്ചാൽ ഫുൾ A1 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുട്ടോ. സ്റ്റാറ്റസ് അബേ നോട്ടൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ. കറന്റ് ഫാലോ ലെഫ്റ്റ് വിത്തൗട്ട് കൾട്ടിവേഷൻ ഫോർ 1 or less than 1 agriculture ചെയ്യാം. Other than the current fallow left uncultivated for the past 1 to 5 agriculture year. So 1 മുതൽ 5 വർഷത്തോളം വരെ എന്താണ്? 5 വർഷത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ആ ലാൻഡ് അവിടെ ഇട്ടേക്കാണ്. അടുത്തത് ഗ്രോസ് ക്രോപ്പ് ഏരിയ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡിനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. സോ ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ മൾട്ടിപർപ്പസ് ആണ്. മൾട്ടിപർപ്പസ് ആവശ്യങ്ങൾക്ക് എന്താണ്? നമ്മൾ ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടിപർപ്പസ് ആവശ്യങ്ങൾക്ക് എന്താണ്? ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇച്ചികോ ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ ക്ലിയർ ആയില്ലേ? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. റൈറ്റ് 2 characteristics of non-renewable resources and write 2 broad categories with examples എന്നാണ് മക്കളെ ചോദിക്കുന്നത്. ആൻഡ് 2 ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ? ഒന്ന്, they cannot be recycled and get exhausted with their use. സോ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് വീണ്ടും എന്താണ്? റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഒരു സമയം അത് എക്സോസ്റ്റ് ആയി പോയി, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് they take millions of years in their formation. ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? നമ്മളെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഫോം ചെയ്യുന്നത്. ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മെറ്റൽസ് ഒക്കെ നമുക്ക് റീസൈക്കിൾ റിസോഴ്സസ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ നോൺ റീസൈക്കിൾസ് റിസോഴ്സസ് ആണ് നമ്മുടെ ഫോസിൽ ഫ്യൂവലൊക്കെ. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റില്ല. വൺസ് അത് എക്സോസ്റ്റ് ആയി പോയാൽ, മൊത്തമായി തീർന്നു പോയാൽ പിന്നെ നമുക്ക് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പം നോൺ റിന്യൂവബിൾ റിസോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 2014 വന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ. Explain 4 type of resources based on ownership and given 1 example of each type. ഓണർഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് മക്കളെ ചോദിക്കുന്നത്. ഓണർഷിപ്പ് ബേസ് ചെയ്തിട്ട് നമുക്കറിയാം എന്താണ്? ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒരു സ്ക്രീന് കുറച്ച് വലുതാക്കാം. ഓക്കെ, ഓണർഷിപ്പ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇൻഡിവിജ്വൽ റിസോഴ്സസ് നമുക്കുണ്ട് അല്ലേ? ഇൻഡിവിജ്വൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൈവറ്റിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസോ ഓൺ ചെയ്യുന്ന സ്ഥലമായിരിക്കും. ലൈക്ക് നമ്മളെ പ്ലാന്റേഷൻസ്, പാസ്റ്റർ ലാൻഡ് ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓൺ റിസോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ലൈക്ക് അവർ യൂസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വില്ലേജ് പോണ്ട്, പബ്ലിക് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, അർബൻ ഏരിയാസ്, അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നാഷണൽ റിസോഴ്സസിലേക്ക് വരുന്ന സമയത്ത് എന്താ? അത് പൊളിറ്റിക്കൽ ബൗണ്ടറിയുടെ അകത്ത് വരുന്ന സംഭവങ്ങളായിരിക്കും. നമ്മൾ ടെറിട്ടോറിയൽ അണ്ടറിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. ലൈക്ക് നമ്മുടെ മിനറൽസ്, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, വാട്ടർ റിസോഴ്സസ്, ലാൻഡ് ഒക്കെ അതിൻ്റെ അകത്ത്
വരുന്നതാണ്. ഇനി ഇന്റർനാഷണൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇടപെടണമെങ്കിൽ മറ്റുള്ളൊരു കൺട്രിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇടപെടാൻ സാധിക്കുള്ളൂ. ലൈക്ക് നമ്മുടെ ഓഷ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്, മറ്റുള്ളൊരു കൺട്രിയുടെ അപ്രൂവലോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളൊരു കൺട്രീനെ എന്താണ് അപ്രൂവൽ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് മക്കളെ പറയുന്നത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ മക്കളെ? ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ച് കഴിയുന്ന സമയത്ത് ഒന്ന് പറയണേ. ഓക്കെ ലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മക്കളെ ശ്രദ്ധിക്കണേ, ഓരോ കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണേ. റിസോഴ്സ് പ്ലാനിങ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. എന്താ ഇവിടെ പറയുന്നത്? റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് ആർഗ്യുമെന്റ് കൊടുത്തിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യാനാണ് മക്കളോട് ചോദിക്കുന്നത്. റിസോഴ്സ് ഐഡന്റിഫിക്കേഷൻ ഓഫ് resource across the regions of the country, developing a planning structure which make use of appropriate technology. നമ്മൾ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ബിക്കോസ് നമ്മളൊരു പ്ലാനിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ആളുകളെയും, ഒരു കൺട്രിയിലെ എല്ലാ ആളുകളെയും കണ്ടുകൊണ്ട് വേണം എന്താ നമ്മളവിടെ പ്ലാനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എന്താണ് അപ്രോപ്രിയേറ്റ് ടെക്നോളജിയും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ സ്കിൽസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് റിസോഴ്സ് ഡെവലപ്മെന്റ് പ്ലാൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പം ഒരാളുടെ നിർബന്ധത്തിലുള്ള ഒരാൾ ഇവർ നല്ലതാണ് അല്ലെങ്കിൽ അവർ നല്ലതാണ്, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ തോന്നുന്ന രീതിയിലൊന്നും ചെയ്തു വെക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് അത് കൃത്യമായി പഠിച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്നുള്ളത് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്താ ഒരു റിസോഴ്സ് പ്ലാനിങ്ങിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ എന്താ മാച്ചിങ് ദ റിസോഴ്സ് ഡെവലപ്മെന്റ് പ്ലാൻസ് വിത്ത് ഓവറോൾ നാഷണൽ ഡെവലപ്മെന്റ് പ്ലാൻസ്. സോ നമ്മൾ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മൊത്തമായിട്ടുള്ള നാഷണൽ റിസോഴ്സ് പ്ലാനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുകൂടെ നോക്കണം. അല്ലാതെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലല്ല, മൊത്തമായിട്ട് ഒന്ന് എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റിസോഴ്സ് പ്ലാനിംഗ് എന്നുള്ള സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും കുറച്ചുകൂടെ സ്പീഡാക്കോ മിസ് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്ടല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Why is it essential to have resource planning? Explain given 3 reasons. റിസോഴ്സ് പ്ലാനിങ് വളരെ എസെൻഷ്യൽ ആണ്. അതിന്റെ കാരണങ്ങൾ പറയാനാണ് 3 റീസൺസ് അതിനുണ്ട്. എന്തൊക്കെയാണ്? അമ്പാടിയെ അയക്കും കേട്ടോ, അമ്പാടിയെ ടെൻഷൻ അടിക്കേണ്ട അയക്കും. അപ്പൊ റിസോഴ്സ് പ്ലാനിങ്ങിന് 3 എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ജുഡീഷ്യസ് യൂസ് ഓഫ് റിസോഴ്സസ്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, റെഡ്യൂസ് വേസ്റ്റേജ്. സോ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസോഴ്സ് പ്ലാനിങ് വളരെ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ടതാണ്. എന്താ ഇവിടെ പറയുന്നത്? റിസോഴ്സ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് വേണ്ടതാണ് എന്ന് പറയുന്നത്. മക്കളെ, കമന്റ് ബോക്സിൽ ആളുകൾ പഠിക്കുന്നില്ലല്ലോ ഞാൻ പോട്ടെ എന്ന് പറയുന്നതിൽ പ്രസക്തി ഇല്ല. കമന്റ് ബോക്സിൽ അങ്ങനെ ഒരുപാട് പേര് പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ആ ഒരു ലൂസ് ടോക്കിനുള്ളിൽ പെട്ടുപോയാൽ നമ്മളും അവിടെ കഥ പറഞ്ഞിരിക്കും. എക്സാമിന് നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ എന്ന് ആലോചിക്കുക. നിങ്ങളും ക്ലോക്കിൽ ടിക് 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 എന്നുള്ള ആ ഒരു സൗണ്ടും കുറച്ച് പേപ്പേഴ്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പെന്നും പെൻസിലും അങ്ങനെ കുറച്ച് ആളുകളുമായിട്ട് നിങ്ങളുടെ ഒരു ലോകത്ത് മാത്രമായിരിക്കും നിങ്ങൾ എക്സാമിന് ഉണ്ടാവുക. അന്ന് ഈ കമന്റ് ബോക്സും ഫ്രണ്ട്സും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉണ്ടാവില്ല. കഷ്ടപ്പെട്ട് പഠിച്ചാലേ നല്ല മാർക്ക് നിങ്ങൾക്ക് A1 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ നമ്മൾ കരഞ്ഞിട്ട് അയ്യോ ഈ സമയം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. A river valley in India is being developed into hydroelectric power plant. State the 3 steps of resource planning to achieve this. A river valley in India is being developed into a hydroelectrical power plant. State the
3 steps of resource planning to achieve this. എന്തൊക്കെ കാര്യങ്ങളാ? റിസോഴ്സ് ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസോഴ്സ് അക്രോസ് ദ റീജിയൻസ് ഓഫ് ദ കൺട്രി. അടുത്തത് ഡെവലപ്പിംഗ് എ പ്ലാനിംഗ് സ്ട്രക്ചർ വിച്ച് മേക്ക് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. നമ്മളൊരു പ്ലാനിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവിടെ കൃത്യമായ അപ്രോപ്രിയേറ്റ് ആയ ടെക്നോളജിയാണ് യൂസ് ചെയ്ത് നോക്കണം. സ്കിൽസ് നമുക്ക് വേണം, ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് നമുക്ക് വേണം, എന്നിട്ട് വേണം നമ്മൾ ഡെവലപ്മെന്റ് പ്ലാൻസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മാച്ചിങ് ദ റിസോഴ്സ് ഡെവലപ്മെന്റ് പ്ലാൻസ് വിത്ത് ഓവറോൾ നാഷണൽ ഡെവലപ്മെന്റ് പ്ലാൻ. അതായത് നമ്മളെ റിസോഴ്സ് പ്ലാന് മറ്റുള്ള നാഷണൽ മൊത്തമായുള്ള റിസോഴ്സ് പ്ലാനുമായിട്ട് മാച്ച് ആണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് നോക്കണം, അവിടെ നോക്കണം. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഓക്കെ, ഈ ഒരു സംഭവം ഇല്ല കേട്ടോ മക്കളെ, ആ ഒരു ഇത് വന്നു പോയതാണ്. ഒരു മിനിറ്റടാ. യെസ്, ഡിസ്കസ് ഫാക്ടേഴ്സ് ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ. മക്കളെ, ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? നമുക്കറിയാം ലാൻഡ് ഡീഗ്രേഡ് ചെയ്തു പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഓവർ ഇറിഗേഷൻ ആണ്. ഒരു ലാൻഡിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിത്തോ കാര്യങ്ങളോ നമ്മൾ കുഴിച്ചിടുന്നുണ്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലാൻഡിൽ തന്നെ മൾട്ടി പർപ്പസ് ആയിട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, വിത്തുകളും കാര്യങ്ങളും നമ്മൾ അവിടെ കൊണ്ടിടുന്നു, അവിടുന്ന് ഉണ്ടാക്കാൻ പറയുന്നു, അവിടുന്ന് ഇതാക്കുന്നു. നജീമിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മിസ് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലെയിൻ തന്നെ ചെയ്യണം. അതിന് മിസ് ഒരു മാർഗം മിസ് പറഞ്ഞു തരാം. ആദ്യം ഇതൊന്ന് കഴിയട്ടെ, ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പറയണം. സോ ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് വരും. നമ്മൾ ഒരു ലാൻഡിൽ തന്നെ മൾട്ടി പർപ്പസ് നമ്മൾ വീണ്ടും വീണ്ടും ലാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അത് എന്തിന് കാരണമാകുന്നു, ലാൻഡ് ഡീഗ്രഡേഷനിൽ എത്തുന്നു. അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്, മൈനിങ്. നമ്മൾ മൈനിങ് നടത്തുന്ന സമയത്ത്, മൈനിങ് നമ്മൾ കൂടുതൽ ഖനനം കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ലാൻഡിന്റെ ഡീഗ്രഡേഷനിലേക്ക് പോകുന്നു. ആൻഡ് ഓവർ ഗ്രേസിങ് എന്ത് ചെയ്യുന്നത്, നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തിലേക്ക് വരുന്നു, ലാൻഡ് ഡീഗ്രഡേഷന്റെ കാരണങ്ങളാവുന്നു. ആൻഡ് ഇൻഡസ്ട്രി, നമുക്ക് ഓൾറെഡി അറിയാം അവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാൻഡിൽ ഡംപ് ചെയ്യുന്നു, സോയിൽ പൊല്യൂട്ടഡ് ആവുന്നു, അതിലൂടെ നമുക്ക് സോയിലിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നു. സോ ഇതും എന്താണ്, ലാൻഡ് ഡീഗ്രഡേഷനിലേക്ക് നയിക്കുന്നു. സോ ഇത് മക്കളെ എന്താ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ. ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ കുറെ പേര് ചോദിക്കുന്ന കമന്റ്സ് മിസ് കണ്ടു, സെക്ഷൻ ആയിട്ട് എഴുതണ്ടേ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. സെക്ഷൻ ആയിട്ട് തന്നെ നിങ്ങൾ ആൻസർ കൊടുക്കുക. നിങ്ങൾക്ക് ഓരോ സെക്ഷൻ, എ സെക്ഷൻ, ബി സെക്ഷൻ, സി എന്ന് പറഞ്ഞിട്ടാണ് പരീക്ഷയ്ക്കുള്ളത്. അത് അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ എഴുതണം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് മിസ് നാളെയല്ല മറ്റന്നാൾ നിങ്ങൾക്കൊരു വീഡിയോ ഔട്ട് ആവും. അതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ ആൻസർ ചെയ്യും. ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ ആൻസർ ചെയ്യും. ഓരോ സെക്ഷൻ എ ബി സി ഡി ആണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, ആൻസർ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആൻസേഴ്സ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കണം മക്കളെ. അപ്പോൾ അത് കൃത്യമായിട്ട് അത് പഠിക്കുക. അതേപോലെ തന്നെ സോഷ്യൽ എക്സാം ഈസി ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം 5-ാം തീയതി വീഡിയോയും കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഔട്ടാവും. കൃത്യമായിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോഷ്യലിലെ 19 ചാപ്റ്റേഴ്സ് ഈസി പീസി ആയിട്ട് നമുക്ക് എന്താ നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? മാപ്പ് ക്വസ്റ്റ്യൻ റുംന ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. മാപ്പ് ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്തിട്ട് ഇന്നത്തെ ലൈവ് നമുക്ക് കഴിയില്ല. അത് ഓൾറെഡി മിസ് ലൈവ് എടുത്തതാണ്, അതൊന്ന് പോയി കാണണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് അലൂവിയൽ സോയിൽ ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ള അലൂവിയൽ സോയിലിന്റെ 3 ഫീച്ചേഴ്സ് ആണ് ചോദിക്കുന്നത്. 3 എണ്ണം ചോദിച്ചാൽ ഒരു 2 എണ്ണം ഒന്ന് എക്സ്ട്രാ അവിടെ കൊടുക്കുക. മേ ബി ഏതെങ്കിലും തെറ്റായി പോയാൽ മറ്റേതിന് മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് 3 എണ്ണം എഴുതി വെക്കാൻ പാടില്ല. യെസ്, ഇവിടെ നോക്കിയേ, ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ത്രൂ
ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ബൈ റിവേഴ്സ്. സോ ഇതെന്താണ്, എങ്ങനെയാ ഫോം ചെയ്യുന്നത്? നമ്മളെ റിവേഴ്സിലെ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് അലൂവിയൽ സോയിൽ ഫോം ചെയ്യുന്നത്. ആൻഡ് ലാർജസ്റ്റ് സോയിൽ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സോയിൽ ഗ്രൂപ്പാണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ അലൂവിയൽ സോയിൽ. അത്രത്തോളം ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻ ഏരിയാസ് കവേർഡ് ബൈ ദ അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിൽ ഏത് ഏരിയ ആണോ ഉള്ളത് അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയ ആയിരിക്കും ഏത് എന്ന് പറയുന്നത് നമ്മുടെ അലൂവിയൽ സോയിലുള്ള പ്ലേസസ്. ആൻഡ് മോസ്റ്റ്ലി നമുക്കിത് കാണാൻ സാധിക്കുക ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻസിലും അതേപോലെ തന്നെ കോസ്റ്റൽ പ്ലെയിൻസിലുമാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക. ആൻഡ് നെക്സ്റ്റ് എന്താ പറയുന്നത്, ക്രോപ്സ് ഗ്രൗണ്ടിനെ കുറിച്ചിട്ടാണ്. ഈ അലൂവിയൽ സോയിൽ വളരുന്ന ക്രോപ്സ് എന്തൊക്കെയാ? പാഡി, വീറ്റ്, ഷുഗർ കെയിൻ, കോട്ടൺ, ജൂട്ട്, പൊട്ടറ്റോ, വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് എവിടെ വളരും? അലൂവിയൽ സോയിൽസിൽ വളരുന്ന എന്താണ്? അലൂവിയൽ സോയിൽസിൽ വളരുന്ന ക്രോപ്സുകളാണ്. അപ്പൊ അലൂവിയൽ സോയിലിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ ആണോ? ബി എൽ എ മിസ് അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പൊ ബി എൽ പഠിച്ചോട്ടോ. നമ്മൾ ബാക്കിയുള്ളവരൊന്നും നമ്മൾ നോക്കണ്ട. യെസ്, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പോകാം. സ്പാമിങ്ങും കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സ്പാം ചെയ്യാനുള്ള നിങ്ങളുടെ കമന്റ് ബോക്സ് അല്ല, കാരണം പിള്ളേർ ഡൗട്ട് ചോദിച്ചാൽ എനിക്കത് പറഞ്ഞെടുക്കാനുള്ള കമന്റ് ബോക്സ് ആണ്. അതുകൊണ്ട് അത് ആലോചിക്കുക കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിസ്ക്രൈബ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ബ്ലാക്ക് സോയിൽ ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ബ്ലാക്ക് സോയിലിന്റെ 3 ഫീച്ചേഴ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഒരു സോയിൽ റെഗഫ് സോയിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, റെഗസ് സോയിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മെയിൻലി നമുക്കിത് കാണാൻ സാധിക്കുന്നത് പെനിൻസുലാർ ഇന്ത്യയുടെ സെൻട്രൽ പാർട്ടിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഫോൺ ബൈ വെതറിംഗ് ഓഫ് ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് റോക്സിന്റെ വെതറിംഗ് കാരണമാണ് ഈ ഒരു ബ്ലാക്ക് സോയിൽ ഫോം ചെയ്യുന്നത്. പ്രധാന ക്രോപ്സ്, ഇവിടെയുള്ള പ്രധാന ക്രോപ്സ് എന്ന് പറയുന്നത് കോട്ടൺ, വീറ്റ്, ജോവ്, സൺഫ്ലവർ, ടൊബാക്കോ ആണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട എന്ത് എന്ന് പറയുന്നത് സോയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ? യെസ്. ആരാണ് അലക്സ്? ജോഗ്രഫി ഹിസ്റ്ററി മാത്രമാണ്, കാരണം ജോഗ്രഫി ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ക്വസ്റ്റ്യൻ എടുക്കുന്നത് ജോഗ്രഫി ഹിസ്റ്ററിയാണ്. നാളെ എക്കണോമിക്സ് പഠിക്കും രാവിലെ, അതിന്റെ ക്വസ്റ്റ്യൻസ് രാത്രി പഠിക്കും. മറ്റന്നാള് പൊളിറ്റിക്സ് രാവിലെ പഠിക്കും, അന്ന് രാത്രി പൊളിറ്റിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് പഠിക്കും. അങ്ങനെയാണ് എക്സാമിന് തരുന്നത്. എല്ലാം കൂടി നമ്മൾ കലക്കി കുടിച്ചൊരു ജ്യൂസ് ആയിട്ട് കുടിക്കും. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എക്സാമിൻ ദ മേജർ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. നമ്മൾ പറഞ്ഞു പല സ്ഥലങ്ങളിലും കൃത്യമായിട്ടല്ല എന്ത് നടക്കുന്നത്, റിസോഴ്സസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഓരോ സ്ഥലങ്ങളിൽ എന്താണ്, ഓരോ രീതിയിലാണ് എന്ത് നടക്കുന്നത്, റിസോഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഓരോ സ്ഥലങ്ങളിൽ എന്താണ്, ഓരോ രീതിയിലാണ് റിസോഴ്സസിന്റെ എന്ത് നടക്കുന്നത്, ഡിസ്ക്രിമിനേഷൻസ് നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ടല്ല എന്ത് കിട്ടുന്നത്, നമ്മളെ റിസോഴ്സസ് കിട്ടുന്നത്. അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ മക്കളെ, എന്താ പറയുന്നത് എന്നുള്ളത് നോക്കിക്കേ, ശ്രദ്ധിച്ച് കേൾക്കണേ. നോക്കിക്കേ, ഇൻക്രീസ് ഇൻ ദ റൊട്ടേറ്റ് ഓഫ് ഡിപ്ലഷൻ ഓഫ് റിസോഴ്സസ്. എന്താ ഇവിടെ പറയുന്നത്? ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡിപ്ലഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഓരോ സ്ഥലങ്ങളിൽ എന്താണ്, നമ്മളെ റിസോഴ്സസിൽ ഡിപ്ലഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിസോഴ്സസിൽ ഡിപ്ലഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ, റിസോഴ്സസിൽ ഡിപ്ലഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഇവിടെ നോക്കിക്കേ, അടുത്തത് എന്താ, അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ദ ഫ്യൂ ഹാൻഡ്സ്. റിസോഴ്സസ് കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമാണ് മക്കളെ കിട്ടുന്നത്. റിസോഴ്സസ് എന്താണ്, കുറച്ച് ആളുകളുടെ കൈകളിൽ മാത്രമാണുള്ളത്. എല്ലാവരുടെ കൈകളിലേക്ക് എന്ത് പോകുന്നില്ല, റിസോഴ്സസ് പോകുന്നില്ല. വളരെ കുറവ് ആളുകളുടെ കൈകളിൽ മാത്രമാണ് എന്തെത്തുന്നത്, റിസോഴ്സസ് എത്തുന്നത്. അടുത്തത് എന്താ പറയുന്നത്, ഡിവൈഡ്സ് ദ സൊസൈറ്റി ഇൻടു സെഗ്മെന്റ്സ്. നമ്മുടെ സൊസൈറ്റിനെ പല സെഗ്മെന്റുകളായി തിരിച്ചു വെച്ചിട്ടുണ്ട്. റിച്ച് എന്ന്, പോർ എന്ന്, അങ്ങനെ ഓരോ സെഗ്മെന്റുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സൊസൈറ്റിയെ ക്ലാസിഫൈ
ചെയ്യുന്നു. അടുത്തത് എന്താ? എക്കോളജിക്കൽ ഡാമേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാകുന്നു. ലൈക്ക് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു, ഓസോൺ ലെയർ ഡിപ്ലേഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ലാൻഡ് ഡീഗ്രഡേഷൻ. ഇതൊക്കെ എന്തുണ്ടാവുന്നു? നമ്മളെ റിസോഴ്സസ് ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്നു. ഓക്കെ, അത് ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? യെസ് ഹൈസൽ. അതിന് നമ്മളെ റിസോഴ്സസ് എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ കൺസർവേഷൻ നിർബന്ധമായി നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. കോൺസിക്വൻസസ് ഓഫ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഡു നോട്ട് റെസ്പെക്ട് നാഷണൽ ഓർ സ്റ്റേറ്റ് ബൗണ്ടറീസ്. സപ്പോർട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് എക്സാമ്പിൾസ് എന്നാണ് ചോദിക്കുന്നത്. കോൺസിക്വൻസ് ഓഫ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഡു നോട്ട് റെസ്പെക്ട് നാഷണൽ ഓർ സ്റ്റേറ്റ് ബൗണ്ടറി. സോ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന്റെ പരിണിത ഫലങ്ങൾ അതല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എവിടെയാണ് ഉണ്ടാകുന്നത്? നമ്മളെ ഒരു നാഷണലോ സ്റ്റേറ്റിലോ ആ ഒരു ബൗണ്ടറിയിൽ മാത്രം നിലനിൽക്കുന്നതല്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. മക്കളെ നമുക്കറിയാം എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്, എൻവയോൺമെന്റ് ഡീഗ്രേഡ് ചെയ്തു പോവാണ് ഒരു സ്റ്റേറ്റിന്റെ ബൗണ്ടറിയോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു കൺട്രീന്റെ ബൗണ്ടറിയിലോ നിൽക്കുന്നതല്ല. നമ്മുടെ നാഷൻ മൊത്തമായി കൺട്രി മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നത്? എഫക്റ്റ് ചെയ്യുന്നതാണ്. എന്താ? എല്ലാ വേൾഡ് മൊത്തമായിട്ട് ഈക്വലി എഫക്റ്റ് ചെയ്യുന്നതാണ് എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. ലാൻഡ് ഡീഗ്രഡേഷൻ എഫക്ട് ദ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. ലാൻഡ് ഡീഗ്രഡേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയെ എഫക്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ഫുഡ് എന്ത് ചെയ്യും? അതിൻ്റെ ഫുഡ് ഡ്രോപ്സ് ആവുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഇന്റർനാഷണൽ ട്രേഡ് എന്ത് ചെയ്യുന്നു? തകരുന്നു. ക്രോപ്സ് എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസസിൽ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. സോ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്യൂസും കാര്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. സോ എഫക്റ്റിംഗ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരും ഇത് ഫേസ് ചെയ്യുന്നു. അഡീഷണലി നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രീൻ ഹൗസസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസ് ടെമ്പറേച്ചർ ദാറ്റ് ക്ലോസസ് ദ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു. കാരണം അഡീഷണലി നടക്കുന്ന നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അത് കൂടുന്നത് കാരണം അത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻക്രീസ് ചെയ്യുന്നു. അതിനെ തുടർന്ന് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഗ്ലോബൽ വാർമിംഗ്, ടെമ്പറേച്ചർ കൂടുന്നു, ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നു. അതുകൂടാതെ നമ്മുടെ റിവേഴ്സ്, എല്ലാ ഓഷ്യൻസ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? പൊല്യൂട്ടഡ് ആകുന്നു. ഇൻഡസ്ട്രീസ്, അങ്ങനെ ഇൻഡസ്ട്രീസ് കാരണം ചുറ്റുപാടുമുള്ള എൻറ്റയർ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നു? പൊല്യൂട്ടഡ് ആകുന്നു. സോ പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിനെയോ ഒരു കൺട്രിയുടെയോ ബൗണ്ടറിയിൽ വരുന്നതല്ല. നമ്മുടെ വേൾഡ് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഓർ ദ കോൺസിക്വൻസസ് എന്ത് ചെയ്യണം? ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് ആണ്. അപ്പം എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക മക്കൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കുറച്ച് സമയം, എക്സാമിന് മുന്നുള്ള സമയമാണ്. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക, ശ്രദ്ധിച്ച് മക്കൾ കേൾക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ, എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത്. ഓക്കെ, സാരല്ല, എൻ്റെ 2 ദിവസം പോയി ഞാനൊന്നും പഠിച്ചില്ല എന്ന് പറയുന്നുണ്ട്. സാരല്ല, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എന്താ പഠിക്കുക, ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ നമ്മൾ അതിനായിട്ട് നമ്മൾ എഫേർട്ട് ചെയ്ത് നിന്നാൽ നമുക്ക് മക്കളെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേറെ പ്രാരാബ്ദം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഇവിടെ നിൽക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ. അറിയില്ല റുസൈനെ, നമുക്ക് അറിയില്ല, നമുക്ക് പോകുന്നിടത്തോളം പോകാം. ഓക്കെ, ലൈവ് തുടങ്ങി 42 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ലൈവിൻ്റെ സമയത്തിൻ്റെ എന്താ ചോദിക്കുന്നത്? യെസ്. അപ്പം അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? മിസ് ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണെങ്കിൽ നമുക്ക് എന്ത് വരിക? നമ്മുടെ
കേസ് സ്റ്റഡിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി ആൻഡ് കൺസർവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ കേസ് സ്റ്റഡിയിലെ മാർക്ക് 4 മാർക്ക് 8 മാർക്കോളം നമുക്ക് കേസ് സ്റ്റഡിയിലൊക്കെ ഉണ്ടാവും. അത് ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, കേസ് സ്റ്റഡി എന്താണോ കൊടുത്തത് കൃത്യമായിട്ട് വായിച്ചു വെക്കുക. നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം ആ കേസ് സ്റ്റഡി തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ കേസ് സ്റ്റഡി എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല, ഓരോ ഉത്തരങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. ഇവിടെ ചോദിച്ചത് കേസ് സ്റ്റഡിയിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗ ആർ ഫോറസ്റ്റ് റിലേറ്റഡ് വിത്ത് കമ്മ്യൂണിറ്റി? ഫോറസ്റ്റ് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഫോറസ്റ്റ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫോറസ്റ്റ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹാബിറ്റന്റ് ഓഫ് ഹുഡ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് കമ്മ്യൂണിറ്റി. ഒരുപാട് നമ്പർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ അവരുടെ ലൈഫ് തന്നെയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. they have a very high utility of forest. അവർ എല്ലാ കാര്യങ്ങൾക്കും എന്താണ്, ഫോറസ്റ്റിനെ ആശ്രയിക്കുന്ന ആളുകളാണ്. സോ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റിൻ്റെ കൺസർവേഷൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആളുകളാണ്. ആരൊക്കെ? ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ടും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അവർ എടുക്കുന്നുണ്ട്. അടുത്തത് എക്സ്പ്ലെയിൻ ദ എയിം ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ എയിം എന്താണ് എന്നാണ് ചോദിക്കുന്നത് മക്കളെ. എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ എയിം എന്ന് പറയുന്നത്? ദ എയിം വാസ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഇന്ത്യ 1972 ഈസ് ടു എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻഡേഞ്ചർഡ് ആൻഡ് വൾനറബിൾ സ്പീഷീസ് ഓഫ് ആനിമൽ ഇൻ ഇന്ത്യ. 1972 നമുക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ആ ഒരു ആക്ട് കൊണ്ടുവന്നത്. ആ ആക്ടിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളതും വൾനറബിൾ ആയിട്ടുള്ള സ്പീഷീസിന്, ആനിമൽസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മക്കളെ ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. ആൻഡ് ദർ ആർ സ്പെഷ്യൽ പ്രൊവിഷൻ ടു എൻഷുർ പ്രൊട്ടക്ഷൻ ഫോർ ദം. ഓരോ ജീവജാലങ്ങളെയും എൻഡേഞ്ചേർഡ് ആവുന്ന അവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള എൻറ്റയർ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പറഞ്ഞ് വെക്കുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞ് വെക്കുന്നുണ്ട്. യെസ്, ഇവിടെ ശ്രദ്ധിച്ചേ. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. How are communities working for the conservation of wildlife? Explain with example. എങ്ങനെയാണടാ നമ്മളെ വൈൽഡ് ലൈഫിന്റെ കൺസർവേഷന് വേണ്ടി കമ്മ്യൂണിറ്റി എഫേർട്ട് എടുക്കുന്നത്? എക്സാമ്പിൾസ് അടക്കം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് പറയുന്നത് എന്താണ്, അവരെ ലാൻഡ്, അവരെ നാടാണ്, അവരെ ജനിച്ചു വളർന്ന മണ്ണാണ് എന്ത് എന്ന് പറയുന്നത്, ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു എൻക്രോച്ച്മെന്റ് തടയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മൈനിങ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നടത്തുന്നുണ്ട്. ദേ ഹാവ് ഓൾസോ മെയ്ഡ് സം ഏരിയാസ് പ്രൊട്ടക്റ്റിംഗ് areas where hunting and poaching are completely prohibited. ഒരുപാട് സ്ഥലങ്ങളിൽ ഹണ്ടിങ്ങും പോച്ചിങ്ങും എന്താ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. At the same time, the interference of outside force like the government is also restricted. ഗവൺമെന്റിന് എന്താണ്, അവരുടെ ഇൻ്റർഫിയറൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. വൺ സച്ച് എക്സാമ്പിൾ ഈസ് ബൈറാവു ദഖാവ് സോഞ്ചു. നമ്മുടെ സോഞ്ചൂരിയിലെ സ്ഥലത്താണ് പറയുന്നത് നമുക്കിടെ ബൈറോദവ് ദഖാവ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. യെസ്, ആദർശ് പറഞ്ഞതുപോലെ ചിപ്കോ മൂവ്മെൻ്റ് ഒക്കെ എന്താണ്, തങ്ങളുടെ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ നടത്തിയിട്ടുള്ള, കമ്മ്യൂണിറ്റീസ് നടത്തിയിട്ടുണ്ടായിരുന്ന മൂവ്മെൻറ്റ്സ് ആണ് അല്ലേ നമുക്ക് അവിടെയൊക്കെ പറയാൻ സാധിക്കുന്നത് അല്ലേടാ. ഓക്കെ, യെസ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇൻ വിച്ച് ഇയർ, എന്താ ഇവിടെ ചോദിക്കുന്നത്, ഇൻ വിച്ച് ഇയർ വർഷം ചോദിക്കുന്നു. കൃത്യമായിട്ട് നമുക്കത് പറയാൻ സാധിക്കണം. ഇൻ വിച്ച് ഇയർ was the Indian Wildlife Protection Act implemented in India? ഏത് വർഷമാണടാ? ഡിസ്ക്രൈബ് ചെയ്യാനാണ് ആ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. 1960s 1980s 70s അല്ലേ ദ കൺസർവേഷനിസ്റ്റ് ഡിമാൻഡഡ് സം റൂൾസ് ടു പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് 1960s 80s 70s കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കൺസർവേഷൻ നമ്മുടെ കൺസർവേഷനിസ്റ്റ് ഡിമാൻഡായിട്ട് വരുന്നു. ആൻഡ് ഈ ഒരു ഡിമാൻഡ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരികയാണ് ചെയ്യുന്നത്. 1972 ആക്ട് വരുന്നു. ആൻഡ് പിന്നെ പറയുന്നത് എന്താണ്,
അണ്ടർ ദിസ് ആക്ട് ഓൾ ദ എന്താണ് എല്ലാ സ്പീഷീസിനും നമ്മളെ ഇന്ത്യയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എസ്പെഷ്യലി എൻഡേഞ്ചർഡ് ആവുന്ന സ്പീഷീസ്, അതേപോലെ തന്നെ വൾണറബിലിറ്റി ഫേസ് ചെയ്യുന്ന സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ബാൻ ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ തുടർന്ന് ചെയ്യുന്നു. ദെൻ നമ്മൾ ചില ഏരിയകൾ നമ്മൾ കൃത്യമായിട്ട് ലീഗൽ പ്രൊട്ടക്ഷനും എല്ലാ ഏരിയകളും ഇൻ ദ സെൻസ് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യെസ് സോഷ്യലിൽ കിട്ടും ബ്ലാ ബ്ലാ എന്നുള്ളൊരു ഐഡിയ തന്നെ ഇപ്പം മുതൽ പഠിച്ച ഞാൻ 80+ മാർക്ക് കിട്ടുമെന്ന് ചോദിക്കുന്നത് യെസ് 80+ മാർക്കൊക്കെ കിട്ടും. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ പ്രൊട്ടക്ഷൻ ചെയ്യണമെന്ന് പറയുന്നു. അതിനെ തുടർന്ന് ഒരുപാട് നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഒരുപാട് പ്രൊജക്ട്സ് ലൈക്ക് നമ്മുടെ പ്രൊജക്ട് ടൈഗർ, അതേപോലെ തന്നെ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അത് സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്തും സ്റ്റേറ്റ് ഗവൺമെന്റ് ഭാഗത്തു നിന്നും മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ആരുടെ ഭാഗത്തുനിന്ന്, സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ മക്കളെ? യെസ്, അടുത്തതിലേക്ക് നമുക്ക് പോകാം. Forest and wildlife are vital to the quality of life and environment. Justify the statement by giving 3 reasons ആണ് ചോദിക്കുന്നത്. മക്കളെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? വൈറ്റൽ ടു ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് എൻവയോൺമെന്റ്. അത് നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യാനാണ് നമുക്ക് അവിടെ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ലോസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. In addition to the loss of flora and fauna in the forest, the community that depend on various forest produce suffer a lot. മക്കളെ ഓരോ കമ്മ്യൂണിറ്റീസ് ജീവിക്കുന്നത് ഫ്ലോറേനെയും ഫോണേനെയും ഫോറസ്റ്റിലെ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. വൺസ് അത് നശിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ്, അവരെ ലൈഫും അവർ ഒരുപാട് സഫർ ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് നമുക്ക് ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഇമ്പാക്ട് ഓൺ വിമൻ എന്ന് പറയുന്നത് ഇൻ ഓൾമോസ്റ്റ് ഓൾ റൂറൽ സൊസൈറ്റി വിമൻ ബിയർ ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് ഫയർ വുഡ്. അതായത് നമ്മൾ എല്ലാ സ്ത്രീകളും നമ്മൾ എക്സ്പെഷ്യലി ഫോറസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫയർവുഡ് കളക്ട് ചെയ്യാൻ പോകുന്നു, ദെൻ ഫോഡ് കളക്ട് ചെയ്യാൻ പോകുന്നു. വാട്ടർ ഡിപ്ലേഷൻ ഓഫ് ദിസ് റിസോഴ്സസ് മേക്ക് ദം വർക്ക് മച്ച് ഹാർഡർ and the task become more time taking. This often lead to various health problems in them. So ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് പ്രോബ്ലംസ് സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന കാര്യങ്ങളാണ് മക്കളെ അവിടെ പറയുന്നത്. ദെൻ പോവർട്ടി എന്ന് പറയുന്നത് എന്താണ്, when the poor tribal population fail to get the supply of basic item. അവർക്ക് അവരുടെ ബേസിക് ഐറ്റംസ് കിട്ടുന്നില്ല, നമ്മുടെ ഫുഡ് അതേപോലെ തന്നെ വസ്ത്രം, അതൊന്നും അവരുടെ ബേസിക് ഐറ്റംസ് അത് കിട്ടാത്ത സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, they have to buy those by spending money which is not short supply. This greater economic pressure is created on them. അവർക്ക് കൃത്യമായുള്ള പൈസയും കാര്യങ്ങളൊന്നുമില്ല, ജോലിയൊന്നുമില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യേണ്ടത്, മിതമായ തിരക്കിൽ ഭയങ്കര തുച്ഛമായ നിരക്കിൽ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. അത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരെ ഈ ബേസിക് ആയിട്ടുള്ള നീഡ്സും കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പ്രഷറും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്, ഇവിടെയുള്ള ആളുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലിയർ ആയില്ലേ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. Large scale development projects have also contributed significantly to the loss of forest. Justify the statement with relevant examples. മക്കളെ since 1951 over 5,000 square kilometer forest was cleared for river valley project. 1951 ഏകദേശം നമുക്കൊരു 5,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോറസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊരു ക്ലിയർ ചെയ്യുന്നത്, റിവർ വാലി പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ചെയ്യുന്നത്. Clearing of forest is still continuing with projects like Narmada Sagar project in Madhya Pradesh, which would irrigate 14,000 hectares of forest. മക്കളെ ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂ. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ നർമ്മദ സാഗർ പ്രൊജക്ട് മധ്യപ്രദേശിലെ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു 40,000 ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്.
ആൻഡ് മൈനിങ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ബിഹൈൻഡ് ഡീഫോറസ്ട്രേഷൻ. ഡീഫോറസ്ട്രേഷന് പിന്നിലുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ മൈനിങ് ആണ് മക്കളെ, റീസൺ എന്ന് പറയുന്നത്. ഇത് 3 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് മക്കളെ. മാർക്സ് നമ്മൾ 3 മാർക്സിൻ്റെയും 6 മാർക്കിൻ്റെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. 2 മാർക്സിൻ്റെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സെയിം സംഭവം തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിൽ എഴുതാൻ സാധിക്കണം പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്ക് എന്ത് രീതിയിൽ എഴുതാൻ സാധിക്കണം, നമുക്ക് ചെറിയ 2 മാർക്കിന് എഴുതാൻ സാധിക്കണം, 6 മാർക്കിന് ചോദിച്ചാലും 8 മാർക്കിന് ചോദിച്ചാലും നമ്മൾ എഴുതാൻ സാധിക്കണം. സോ മാർക്ക് ഒരു സെയിം സംഭവം തന്നെ മൾട്ടിപ്പിൾ മാർക്കിന് എഴുതാനുള്ള ഒരു നോളജ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. PL ഞാനൊരു ഇത് പറഞ്ഞതാട്ടോ, 3, 6, 8 അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതാ റുസൈനെ മിസ് നിങ്ങൾക്ക് 5th ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിടാം, മീൻസ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്, 6-ന് വരുമോ, 8-ന് വരുമോ, 10-ന് വരുമോ, 12-ന് വരുമോ ഒക്കെ മിസ് അത് അതിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, മെഗാ മാരത്തോൺ ഉണ്ടാവും. ഷീബ ജയകുമാർ, മെഗാ മാരത്തോൺ എക്സാമിന്റെ തലേന്ന് നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്, അടുത്ത നോക്കിക്കേ. എക്സ്പ്ലെയിൻ എനി 3 ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിപ്ലഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫ്ലോറ ഫോണ നശിക്കാൻ, അതിന് ഡിപ്ലഷന് കാരണമായിട്ട് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ് ആണ് മക്കളെ ചോദിക്കുന്നത്. ഏതൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ സാധിക്കും? അഗ്രികൾച്ചറിന്റെ എക്സ്പാൻഷൻ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അഗ്രികൾച്ചർ എക്സ്പാൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സോ ഫോറസ്റ്റ് റിസോഴ്സസിന്റെ ഡിപ്ലേഷനിലേക്ക് എന്ത് കാരണമാകുന്നത്, ഇതൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. Between 1951 and 1980, according to the Forest Survey of India, over 26,200 square kilometer forest area was converted into agricultural land all over the India. മക്കളെ 1951-1980 കണക്ക് പ്രകാരം, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ കണക്ക് പ്രകാരം 26,200 സ്ക്വയർ കിലോമീറ്റേഴ്സോളം ഫോറസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ അഗ്രികൾച്ചർ ലാൻഡിന് വേണ്ടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആൻഡ് മൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എന്താ മക്കളെ അവിടെ പറയുന്നത്, മൈനിങ് എന്ന് പറയുന്നത് ഡീഫോറസ്ട്രേഷന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. എക്സാമ്പിൾ നമ്മൾ എക്സ്പെഷ്യലി ഇവിടെ പറയുന്നത് ഡോൾമേറ്റ് മൈനിങ് ആണ്. ഡോൾമേറ്റ് മൈനിങ് എന്ന് പറയുന്ന സമയത്ത് അത് സീരിയസ്ലി ത്രെറ്റഡ് ആണ്. ലൈക്ക് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ബുക്സ ടൈഗർ റിസർവ്സിലൊക്കെ വളരെ സീരിയസ്ലി ത്രെറ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഡോളമൈറ്റ് മൈൻ ചെയ്തെടുക്കുന്നത്. ആൻഡ് ദിസ് ഓൺഗോയിങ് മൈനിങ് എന്തിന് കാരണമാകുന്നുണ്ട്, നാച്ചുറൽ ഹാബിറ്റൻസിന് കാരണമാകുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ എലിഫന്റ് ഒക്കെ എന്താണ്, അതിൻ്റെ മൈഗ്രേഷൻ റൂട്ട് ബ്ലോക്ക് ചെയ്തതിന് എന്ത് റീസൺ ആകുന്നുണ്ട്, മൈനിങ് കാരണമാകുന്നുണ്ട്. എന്ത് കാരണമാകുന്നുണ്ട്, മൈനിങ് കാരണമാകുന്നുണ്ട്. ഓക്കെ മക്കളെ, ഇവിടെ തന്നെയല്ല എല്ലാവരും, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ലല്ലോ. യെസ് PL അത് തന്നെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Enumerate the features of joint forest management program. മക്കളെ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം ആണ് അവിടെ ചോദിച്ചത്. എന്താ നമ്മളോട് ചോദിച്ചത്, ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം JMF നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്താണുള്ളത്. യെസ് ആദർശ് ഉണ്ട് കേട്ടോ. Formation of local or village institution that undertake activities on degraded forest land managed by forest department. മക്കളെ formation of local or village institution നമ്മുടെ എന്തിൻ്റെതാ പറയുന്നത്, നമ്മളെ വില്ലേജ് അല്ലെങ്കിൽ നമ്മളെ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫോർമേഷൻ ദാറ്റ് അണ്ടർടേക്ക് ആക്ടിവിറ്റി ഓൺ ഡീഗ്രേഡഡ് ഫോറസ്റ്റ് ലാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡീഗ്രേഡ് ചെയ്തുള്ള ഫോറസ്റ്റ് ലാൻഡിനെ നമ്മൾ മാനേജ് ചെയ്തിട്ട് നല്ലൊരു രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലോക്കൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ് ഇൻ ദ മാനേജ്മെന്റ്, ലോക്കൽ കമ്മ്യൂണിറ്റീസ് എല്ലാവരും എന്ത് ചെയ്തു, ഈ മാനേജ്മെന്റിന്റെ ഭാഗമായി അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത ഫോറസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, റീസ്റ്റോർ ചെയ്തു. ഡീഗ്രേഡ് ചെയ്ത ഫോറസ്റ്റ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്തു, റീസ്റ്റോറേഷനിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് intermediately benefits like non-timber forest produce and the share in the timber harvest given the members of the community in return. ഇതാണ് നമ്മുടെ
എന്താണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം JFM നമ്മൾ പറയുന്നത്. JFM ഒക്കെ നിങ്ങൾക്ക് വളരെ ചെറിയ മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരികയുള്ളൂ കേട്ടോ. പക്ഷെ എന്താണ് അതിലൂടെ നമുക്ക് കിട്ടുന്ന മാർക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. A1 ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം ഒരു 2, 3, 1 മാർക്കായി മാറും. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണമെന്നാണ് വളരെ പ്രധാനപ്പെട്ടായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. Analyze the involvement of different traditional community to conserve their own natural habitat in India. Analyze the involvement of different traditional community to conserve their own natural habitat in India. മക്കളെ ഇവിടെ ശ്രദ്ധിക്കണേ, ഈ ഡ്രീം ക്യാച്ചർ PL അങ്ങനെ വളരെ കുറച്ച് പേരെ മക്കളെ ഇവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പൊ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, സംസാരിക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് ആവട്ടോ. Okay. In Sariska Tiger Reserve, Rajasthan, villages have fought against mining by citing Wildlife Protection Act. They themselves protect their habitat. മക്കളെ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, അവരെ മൈനിങ് ചെയ്യുന്നതിൽ നിന്ന് അവരെന്ത് ചെയ്യാണ്, അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ വില്ലേജസ് ഇൻ ആൽവാർ ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാൻ, ആൽവാർ ഡിസ്ട്രിക്ട് രാജസ്ഥാൻ ആൽവാർ ഡിസ്ട്രിക്റ്റിലെ വില്ലേജസ് എന്ത് ചെയ്യാണ്, ഡിക്ലെയർ 1200 hectares of forest as Bhairavu the cow sanctuary and do not allow hunting. സോ ആ സാങ്ച്വറിയിലുള്ള ആ സ്ഥലങ്ങളിൽ എന്താണ്, ഒരിക്കലും ഹണ്ടിങ് പാടില്ല എന്ന് അവർ ഡിക്ലെയർ ചെയ്യാണ്. അവിടുത്തെ ലാൻഡിലെ ആളുകൾ തന്നെ അവരെ ലാൻഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇറങ്ങിത്തിരിക്കാം. ദ ഫേമസ് ചിപ്കോ മൂവ്മെന്റ് നമുക്കറിയാം. ഹിമാലയാസ് ഇസ് ദ റിസൾട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ പ്രൊട്ടക്ടിങ് ദർ ഹാബിറ്ററ്റ്. അവരെ നാട്, അവരെ വീട്, അവരെ ഊര് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ എന്ത് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചിപ്കോ മൂവ്മെന്റ് ഒക്കെ വളരെ ഫേമസ് ആയി. സ്ത്രീകളൊക്കെ എന്താണ് ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് സ്ത്രീകളൊക്കെ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇത്രത്തോളം വന്ന് മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യണം, മരം കട്ട് ചെയ്യരുതെന്ന് പറയുകയും അങ്ങനെ അടുത്ത 15 വർഷത്തേക്ക് കോർട്ട് ഉത്തരവിറക്കാണ്, മരങ്ങളൊന്നും അവിടെ വെട്ടരുത് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അവരുടെ ട്രഡീഷണൽ കമ്മ്യൂണിറ്റി തന്നെ അവരെ ലാൻഡ് എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, explain steps taken by the government to protect forest and wildlife resources. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ വന്നിട്ടുള്ളത്, ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, Central and state government established natural parks and wildlife sanctuaries. സെൻട്രലും അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ്സും എന്ത് ചെയ്തു, നാച്ചുറൽ ആൻഡ് വൈൽഡ് ലൈഫ് പാർക്സ് സാങ്ച്വറീസ് അവർ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ പ്രൊജക്ട് ടൈഗർ പോലുള്ള, പ്രൊജക്ട് എലിഫന്റ് പോലുള്ള, പ്രൊജക്ട് സ്നോസസ് പോലുള്ള പ്രോഗ്രാംസ് അവർ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്തു. 1972 ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അവർ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. വാരിയസ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആക്ടിൽ തന്നെ അവർ പറഞ്ഞു വെക്കുന്നു. സ്റ്റെപ്സ് ഹാവ് been taken to protect the remaining population of certain endangered species. അതായത് ഇനി എൻഡേഞ്ചർഡ് ആവുന്ന ഒരുപാട് സ്പീഷീസ് ഉണ്ട്. സോ അവരെ ഹണ്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ അവർക്ക് എന്താ, അവരെ ഹണ്ട് ചെയ്യുന്നത് നമ്മൾ ബാൻ ചെയ്തു. ഒരു സ്പെഷ്യൽ ലീഗൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ആനിമൽസിനും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്ന എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് എടുത്തു വെച്ച സ്റ്റെപ്പുകളാണ് നമുക്ക് എന്താ ഇവിടെ പറയാനുള്ളത്. ഓക്കെ അല്ലേ? യെസ്, ആയിഷ കറക്റ്റ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Why do we need to conserve our forest and wildlife? എന്തിനാണ് നമ്മുടെ ഫോറസ്റ്റും വൈൽഡ് ലൈഫും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്, കൺസേർവ് ചെയ്യുന്നത്? കൺസർവേഷൻ പ്രിസർവ് ദ എക്കോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് അവർ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. ഈ നമ്മൾ ഇവയൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്, എന്തുണ്ടാവുകയുള്ളൂ, നമുക്ക് നമ്മൾ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റം, വാട്ടർ ആയാലും എയർ ആയാലും സോയിലായൊക്കെ നമ്മൾ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇവയൊക്കെ നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്താൽ, കൺസേർവ് ചെയ്താൽ, സപ്പോർട്ട് ചെയ്താൽ നമ്മളെയും തിരിച്ച് അവരെന്തെയും സപ്പോർട്ട് ചെയ്യും അല്ലേ. ആൻഡ് ഇറ്റ് ഓൾസോ പ്രിസർവ് ദ
genetic diversity of plants and animals for better growth of species and breeding. So അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റി അല്ലേ, നമ്മുടെ പ്ലാന്റ്സിന് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്, ആനിമൽസിനുണ്ട്. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സ്പീഷീസിൻ്റെയും ബ്രീഡിങ്ങിൻ്റെയും ഗ്രോത്തിന് അത് കാരണമാകുന്നു. നമ്മൾ കൺസേർവ് ചെയ്ത ഇതൊക്കെ നമുക്ക് അവിടെ നടക്കും. ആൻഡ് ഇഫ് പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് ഗിവൻ ദെൻ മെനി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ക്യാൻ മൂവ് ഇൻ ടു ദ കാറ്റഗറീസ് ഓഫ് വൾനറബിൾ ആൻഡ് എൻഡേഞ്ചർഡ് സ്പീഷീസ്. നമ്മൾ ഈ പ്ലാന്റ്സിനും ആനിമൽസിനും പ്രോപ്പറായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും? ഇവരെല്ലാവരും എന്തിലേക്ക് മാറും? വൾനറബിൾ സ്പീഷീസ് ആയി മാറുകയും വൾനറബിൾ കാറ്റഗറിയിലേക്ക് പോവുകയും എൻഡേജ് ആവുകയും അവസാനം എല്ലാം എന്ത് ചെയ്യുക? ഭൂമിയിൽ നിന്ന് നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യരുത്? നമ്മൾ ഉണ്ടാക്കാൻ പാടുണ്ടോ? ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യരുത്? ഉണ്ടാക്കാൻ പാടില്ല. ആ സിറ്റുവേഷൻ എന്ത് ചെയ്യരുത്? നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ ശ്രദ്ധിക്കണേ. How are forests classified under different categories? ഫോറസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? പല കാറ്റഗറിയിലായിട്ട് ഫോറസ്റ്റിനെ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്തു? പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഫോറസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഫോറസ്റ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. യെസ്, ഫോറസ്റ്റ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. പല രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ ഫോറസ്റ്റ് ലാൻഡ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് റിസർവ്ഡ് ഫോറസ്റ്റ്. അതായത് ഒരു എന്താണ്, നമ്മൾ ടോട്ടൽ ഫോറസ്റ്റിലെ ഹാഫിനെക്കാട്ടും കൂടുതൽ വരുന്ന സമയത്ത്, മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ ഫോറസ്റ്റ് ലാൻഡ് വരുന്ന സമയത്ത് അതിന് നമ്മൾ റിസർവ്ഡ് ഫോറസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിക്ലെയർ ചെയ്യുന്നു. ആൻഡ് ദ കൺസേർവ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് ആർ റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് വാല്യുബിൾ. ഇതിന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നായിട്ടാണ് റിസർവ്ഡ് ഫോറസ്റ്റ് നമ്മൾ കരുതുന്നത്. ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിലേക്ക് വരുമ്പം എന്തൊക്കെയാണ്? ആസ് ഡിക്ലെയർ ബൈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുക? ഇവയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആരാണ്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവയൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എന്താണ്? 1/3 ഓഫ് ദ ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ ഈസ് ഡിക്ലെയർ ആസ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. സോ ടോട്ടൽ ഫോറസ്റ്റ് ഏരിയയിലെ 1/3 നമ്മൾ എന്താണ്? പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തതാണ്. ആൻഡ് ദേ ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം എനി ഫർദർ ഡിപ്ലഷൻ. ക്ലിയർ ആയില്ലേ? ഇനി അൺക്ലാസ്ഡ് ഫോറസ്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ദേ ആർ ഫോറസ്റ്റ് ആൻഡ് വേസ്റ്റ് ലാൻഡ് ബിലോങ്ങിങ് ബോത്ത് ടു ദ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റി. അൺക്ലാസ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ദേ ആർ ഫോറസ്റ്റ് ആൻഡ് വേസ്റ്റ് ലാൻഡ്. ഇത് ഫോറസ്റ്റ് ആണ്, വേസ്റ്റ് ലാൻഡ് ആണ്. ഇതെന്താണ്? ഒന്നെങ്കിലും പ്രൈവറ്റോ അല്ലെങ്കിൽ ഗവൺമെന്റോ ഏതെങ്കിലും കമ്മ്യൂണിറ്റീസോ നോക്കുന്ന ലാൻഡ് ആയിരിക്കും ഈ ഒരു അൺക്ലാസ്ഡ് ഫോറസ്റ്റിൽ വരിക. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ നമ്മുടെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റും സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുണ്ടായിരുന്ന നമ്മളെ ഏതാണ്? നമ്മളെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടും ഏകദേശം ഒരേ പേര് പോലെ ഉണ്ടല്ലേ കേൾക്കുമ്പോൾ. അപ്പം 2 ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഹിസ്റ്ററിയിൽ ഒരു ചാപ്റ്റർ പഠിക്കും, അതിനുശേഷം ജോഗ്രഫി, പിന്നെ ഹിസ്റ്ററി, അങ്ങനെ മാറി മാറി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആയില്ലേ? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആയില്ലേ? ജോഗ്രഫി ഫുള്ള് മാർക്ക് ഉറപ്പായില്ലേ എന്താ ഇവിടെ സാറ് പറയുന്നുണ്ട്. അപ്പൊ സാറ് ഹിസ്റ്ററി ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളെ കമന്റ്സ് ഒക്കെ വരുന്നതിന് മുന്നേ സാറ് ഹിസ്റ്ററി എടുക്കാൻ വരുന്നുണ്ട്. ഓക്കെ സാറ് തുടങ്ങിക്കോളി. അപ്പൊ തൽക്കാലം ഞാൻ പോവാണ്, സാറിന്റെ കഴിഞ്ഞിട്ട് ഞാൻ വരും കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ, നല്ല കാര്യം. ആയിക്കോട്ടെ. അപ്പൊ മിസ് 2 ചാപ്റ്റർ മിസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാനൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിന് ശേഷം വിളിക്കാം. യെസ്, ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് തൊട്ടൊക്കെ റെസ്റ്റ് ഒക്കെ കൊടുത്ത് സെറ്റ് ആവട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ചാപ്റ്ററാണ് ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. ഇന്ന് എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യും, ആരും ടെൻഷൻ ഒന്നും ആവണ്ട. ഇന്ന് ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കാം, അതിന് വീണ്ടും ജിയോഗ്രഫിയിലേക്ക് തന്നെ നമുക്ക് പോവാം. അപ്പോൾ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ രാവിലെ ഇന്നലെ കൃത്യമായിട്ട് നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്താണ്. ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ വന്നതുകൊണ്ട് അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ മിസ് ഒക്കെ പറഞ്ഞിട്ട് ഫയർ ഒക്കെ ഇടുന്നുണ്ട്. മിസ് സെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫയറും കാര്യങ്ങളൊക്കെ പോരട്ടെ. എല്ലാവർക്കും ഓക്കെ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഫയറും കൂടി ഇടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്, ഓക്കെ.
ഓക്കെ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രജാപതി കമന്റ് ബോക്സ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കമന്റ് ബോക്സ് എന്താ പറയുക, ഒബ്വിയസ്ലി നമ്മുടെ ചാപ്റ്റർ റിലേറ്റഡ് അല്ലാത്ത കമന്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടെ ചാപ്റ്റർ റിലേറ്റഡ് കമന്റേറ്റേഴ്സ് ആരൊക്കെയാണോ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ് ഇടുന്നത്, അതായത് നമ്മുടെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കമന്റ് ഇടുന്ന മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചാപ്റ്റർ റിലേറ്റഡ് അല്ലാത്ത കമന്റ്സ് ഇടുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, നിങ്ങളവിടെ അരിച്ച് കളയുക, ഇതേ വഴിയുള്ളൂ അല്ലേ. ഓക്കെ, കാരണം നമുക്കിനി ഡേയ്സ് വളരെ കുറവാണ്. അപ്പോൾ തന്നെ അറബിക് എക്സാമിനേഷനും അറബിക് മാരത്തോണും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മക്കളെ. അതുണ്ടാവും മക്കളെ, നിങ്ങളെ ഇൻഫോം ചെയ്യൂ കേട്ടോ, കൃത്യമായിട്ടും ഇൻഫോം ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ സൗണ്ടിലെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഹിസ്റ്ററിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നമ്മുടെ പവർ ഇതൊന്നും അല്ല, ബട്ട് സ്റ്റിൽ പവർ നമുക്ക് എന്ത് ചെയ്തിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് പവർ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എനിവേ, എത്ര മക്കളാണോ കാണുന്നത് അത്രയും മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് തന്നെയാണ് സാറിന് പറയാനുള്ളത്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ടൈമാണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ഉപയോഗപ്പെടുത്തുക, മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അയ്യോ സാർ എന്നോട് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. എന്താ ഡൗട്ട്? നമുക്ക് പോയപ്പോൾ പറയാം. ബിക്കോസ് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ബോക്സിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ആൻസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡിസ്കഷൻ എന്ത് ചെയ്യും, സ്ലോ ആയി പോകും. അപ്പോൾ നമുക്ക് വളരെ ഇപ്പോൾ തന്നെ മക്കൾ കുറേ ദിവസങ്ങളായിട്ട് രാത്രിയും ഒക്കെ ഇരുന്ന് പഠിക്കുകയാണ് അല്ലേ. അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വിക്കായിട്ട് കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കൾക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, സോഷ്യൽ തന്നെ ഇൻ കേസ് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ കുറേ ടൈം പോയേക്കാം അല്ലേ. യെസ്, ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ലാസ്റ്റ് ഡേ ഒക്കെ പോകുന്ന സമയത്ത് കുറച്ചധികം ടൈമൊക്കെ പോകേണ്ടി വന്നേക്കാം. അപ്പോൾ മാക്സിമം നമുക്ക് ഇപ്പോൾ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഉറങ്ങാനുള്ള സമയമൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാക്സിമം നമ്മൾ കമൻറ്റ് ബോക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും തുടങ്ങാം കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം, എക്സ്പ്ലെയിൻ റൊമാൻറ്റിസിസം ആസ് എ കൾച്ചറൽ മൂവ്മെൻറ്റ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഒരു കൾച്ചറൽ മൂവ്മെൻറ്റ് എന്ന രീതിയിലുള്ള റൊമാൻറ്റിസിസത്തെ എന്ത് ചെയ്യുക, റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കൾച്ചറൽ മൂവ്മെൻറ്റ് എന്ന രീതിയിൽ റൊമാൻറ്റിസിസം നമ്മൾ ഓൾറെഡി എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ. യെസ്, ഇറ്റ്സ് എന്താ പറയുക, ഈ ഒരു മൂവ്മെൻറ്റ് നാഷണലിസം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റൊമാൻറ്റിസിസം എന്ന് പറയുന്ന മൂവ്മെൻറ്റിൽ ഒരിക്കലും എന്തില്ല, ആർമഡ് റെബല്യനോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നാഷണലിസം സ്പ്രെഡ് ചെയ്യാൻ എന്താ പറയുക ഒരു റെബല്യനോ അല്ലെങ്കിൽ റിവോൾട്ടോ ഒന്നുമല്ല. ഇവിടെ പോയട്രിലൂടെയും നൊമാഡ്സിലൂടെയും ഫോക്ക് ടൈൽസിലൂടെയും ഫോക്ക് സോങ്സിലൂടെയൊക്കെ ആളുകളിലേക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഉണ്ടാവുന്നത്. യെസ്, ആളുകളിലേക്ക് നാഷണലിസം സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ട്രൈ ആണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആസ് എ കൾച്ചറൽ മൂവ്മെന്റ് എന്ന രീതിയിൽ റൊമാൻറ്റിസിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് പോയിന്റ്സ് അതിലുണ്ടാവും. അപ്പോൾ കുറേയധികം പോയിന്റ്സ്, നമ്മൾ എല്ലാ പോയിന്റ്സും ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മാർക്ക് അനുസരിച്ചാണ് പോയിന്റ്സ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ചോദ്യം 2 മാർക്കിനാണ് വന്നതെങ്കിൽ, ഈ ഒരു ചോദ്യം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നിങ്ങൾ 2 പോയിന്റ് ആണ് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ ഞാൻ ചില മക്കളുടെ കമൻസ് കണ്ടു, ഞങ്ങൾ ഈ 2 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി അല്ലെങ്കിൽ 3 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? അത് ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മക്കളെ. ഓക്കെ, മോസ്റ്റ്ലി പറയാനുള്ളത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ പോയിന്റ്സ് കണ്ടന്റ് കൃത്യമായിട്ടും അപ്ലൈ ചെയ്യുക. അവിടെ തന്നെ നിങ്ങളുടെ മാർക്ക് അവിടെ നിങ്ങൾ എന്ത് ചെയ്തു, എൻഷുർ ചെയ്തു. പിന്നീട് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അത് മാർക്ക് ബേസ് ചെയ്തിട്ട്, വെയിറ്റേജ് ബേസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ 2 പോയിന്റ്സ് മാത്രം ആൻസർ ചെയ്താൽ മതി എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്ട്രാ നോളജ് ഉണ്ട്, ബട്ട് അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ആ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 2 പോയിന്റ്സ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങളുടെ മാർക്ക് ഇവിടെ ഉറപ്പായി. അവിടെ നിങ്ങൾ എക്സ്ട്രാ എനിക്ക് കുറച്ചധികം നോളജ് ഉണ്ട്, നമ്മുടെ നോളജ് എന്താണ് മെഷർ ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ നോളജ് പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ല എക്സാം പേപ്പർ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ, ആ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ, അതിനനുസരിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഇവാലുവേഷനിലൂടെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോളജ് അല്ല അവിടെ അപ്ലൈ ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ആ ക്വസ്റ്റ്യനിലെ ആൻസറാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വെയിറ്റേജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു 2 മാർക്കിന് ചോദ്യം വന്നു, 2 മാർക്കിന് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ സമരത്തെക്കുറിച്ച് 2 മാർക്കിനാണ് ഒരു ചോദ്യം വരുന്നെങ്കിൽ അവിടെ നിങ്ങൾ കത്തി എഴുതേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്, ഗാന്ധിജി സത്യാഗ്രഹ പോലുള്ള മെത്തേഡായിരുന്നു മുമ്പോട്ട് വെച്ചിരുന്നത്, അതുപോലെ ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസ് ഏതൊക്കെയാണെന്ന് എഴുതാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എഴുതേണ്ടത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ മക്കൾ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ, ഇത് ഇങ്ങനെ എഴുതണോ അങ്ങനെ എഴുതണോ, അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക്
ക്വസ്റ്റ്യൻ എത്ര വെയിറ്റേജിലാണോ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ആൻസർ നോക്കാം. എക്സ്പ്ലെയിൻ റൊമാൻറ്റിസിസം ആസ് എ കൾച്ചറൽ മൂവ്മെന്റ് ഇൻ യൂറോപ്പ്. ഒരു കൾച്ചറൽ മൂവ്മെന്റ് എന്ന രീതിയിൽ എന്താണ് റൊമാൻറ്റിസിസത്തെ നമുക്ക് നോക്കി കാണാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും റൊമാൻറ്റിസ്റ്റിക് ആർട്ടിസ്റ്റിക്സ് ആൻഡ് പോയറ്റ്സ് ജനറലി ക്രിറ്റിസൈസ്ഡ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് റീസൺ ആൻഡ് സയൻസ് ആൻഡ് ഫോക്കസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇമോഷൻസ്, ഇൻറ്റ്യൂഷൻ ആൻഡ് മിസ്റ്റിക്കൽ ഫീലിംഗ്സ്. ഈ റൊമാൻറ്റിസ്റ്റ് ആർട്ടിസ്റ്റുകളൊക്കെ എന്താണ് സയൻസിനെയും റീസണിങ്ങിനൊക്കെ ഒപ്പോസ് ചെയ്തിരുന്നു. ഒബ്വിയസ്ലി അവർ ഈ പറയുന്ന കാര്യകാരണ ബന്ധങ്ങളിലല്ല, ഇമോഷൻസിലും അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഈ പറഞ്ഞത് ഇൻറ്റ്യൂഷൻസിലും അതുപോലെ തന്നെ മിസ്റ്റിക്കൽ ഫീലിങ്സിലൊക്കെ ആയിരുന്നു ആര് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. യെസ്, ഈ റൊമാൻറ്റിസ്റ്റിക് ആർട്ടിസ്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നീടോ യെസ് ദെയർ എഫേർട്സ് വാസ് ക്രിയേറ്റഡ് ടു സെൻസ് ഓഫ് എ ഷെയർഡ് കളക്റ്റീവ് ഹെറിറ്റേജ്, ഈ കോമൺ കൾച്ചറൽ പാസ്റ്റ് ആസ് ദ ബേസ് ഓഫ് എ ഇമിനാഷൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു കോമൺ, നമ്മളെല്ലാവരും ഒരു കോമൺ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഒരു കോമൺ പാസ്റ്റ് ആണ് നമുക്കുള്ളത്, ഒരു കോമൺ ട്രഡീഷൻ ആണ് നമുക്കുള്ളത്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അത് നമുക്ക് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ആ ഒരു സെൻസ് ഓഫ് വൺനെസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും, നാഷണലിസം. അതായത് നമ്മൾ പറയുന്ന പോലെ തന്നെ യെസ് നമ്മളെല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നൊരു ഇമോഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, എന്ന രീതിയിൽ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിടയിൽ എന്തുണ്ടാവും. യെസ് സാർ വീഡിയോ ലാഗാണെന്ന് പറയുന്നുണ്ട്, എന്ത് പറ്റി, ഞാൻ ലാഗാണെന്നാണ് ഉദ്ദേശിച്ചത്. സാറ് സ്ലോ മോഷൻ വന്നിട്ട് ബിഗ് ബിയിലെ മമ്മൂട്ടി നടക്കുന്ന പോലെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ലാഗാണോ, അങ്ങനെയാണ് ഉദ്ദേശം മക്കളെ. അല്ലെങ്കിൽ നമുക്ക് നോക്കട്ടെ അതിന് ടെക്നിക്കൽ പ്രോബ്ലം ആണോ അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം ആണോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും യെസ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റീസണിങ്ങിനെയും അതുപോലെ തന്നെ സയന്റിഫിക് ടെമ്പറിനെയും ഒക്കെ എന്ത് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്, ഈ റൊമാൻറ്റിസ്റ്റിക് ആർട്ടിസ്റ്റുകൾ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. And other romantics such as German philosophers John and Gottfried Herder claimed that the German culture was to be discovered among the common people. Thus was it was folk songs, folk poetry and folk dances that the true spirit of the nation was popularized. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഫോക്ക് ടേൽസിലൂടെയും അല്ലെങ്കിൽ ഫോക്ക് സോങ്സിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഫീലിംഗ് ഓഫ് നാഷണലിസം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൾച്ചറൽ മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം, ഈ റൊമാൻറ്റിസിസത്തെ കൺസിഡർ ചെയ്യാം. ഇറ്റ്സ് എ കൾച്ചറൽ മൂവ്മെൻറ്റ് ബിക്കോസ് ഇതിലൂടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ആളുകളുടെ ഈ പറയുന്ന പോലെ തന്നെ ആളുകളുടെ ദൈനംദിന ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആളുകൾക്കിടയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സെൻസ് ഓഫ് വൺനെസ് ക്രിയേറ്റ് ചെയ്യാൻ എന്തിനു പറ്റിയിട്ടുണ്ട്. യെസ് അന്നത്തെ ആർട്ടിനാണെങ്കിലും ഫോക്ക് ടെയിൽസിനാണെങ്കിലും അല്ലെങ്കിൽ ഫോക്ക് ഡാൻസിലൊക്കെ ആണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. ഓക്കെ യെസ് യെസ് യെസ്. അപ്പോൾ ഇതിലെല്ലാ പോയിന്റ്സും ഒന്നും മക്കൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് റെലവൻറ്റ് പോയിന്റ്സ്, റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മളോട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനി 2 points ടു ബി എക്സ്പ്ലൈൻഡ്. ഏതെങ്കിലും 2 points നിങ്ങൾ എഴുതിയാൽ മതി. ഏതെങ്കിലും 2 points ആണ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാ പോയിന്റ്സും ഒന്നും നിങ്ങൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇത് മാർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ ഒരു 2 marksന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലാണ് ഇത് കേട്ടോ. യെസ് ഈ മോട്ടോ വാൾട്ട്, ഓ നല്ല പേര്, യെസ് ഹായ് യെസ് ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് മാർക്ക് ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം മക്കൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ഇസ് എ ക്ലിയർ? ഓക്കെ ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ കുറച്ച് സാറ് പൊതുവേ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആണ്, ബട്ട് നമുക്ക് ഇന്ന് അത്രയും സ്ലോ പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും സാറിനറിയാം. അതുപോലെ അനോക മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, 2 chapters കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാം. ഓക്കെ സ്റ്റിൽ ഡേറ്റ്സ് പഠിക്കൽ ഇമ്പോർട്ടൻസ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റിൽ ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് ഡേറ്റ്സ് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ഈവൻ 1 word മാർക്കിനൊക്കെ ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതർവൈസ് നിങ്ങൾക്ക് ഡേറ്റ്സ് കൃത്യമായിട്ടും അറിയുന്നില്ല, ഓർമ്മയിലില്ല, അപ്പോൾ സെഞ്ചുറി അറിയുകയാണെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ ഇപ്പോൾ ഒരു ഡേറ്റ് കൃത്യമായിട്ടും അറിയുന്നില്ലെങ്കിൽ സെഞ്ചുറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു സെഞ്ചുറിയിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ സൊല്യൂഷൻ, നിങ്ങളുടെ ആൻസർ കീസ് അല്ലെങ്കിൽ ആൻസർ സൊല്യൂഷനിൽ എന്തായിരിക്കും, ഒരു കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്തായിരിക്കും, ഡേറ്റ് ആയിരിക്കും. നിങ്ങളുടെ മാർക്കിൻ്റെ ഒരു പോയിന്റ് എന്തായിരിക്കും, ഡേറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻസിഡൻറ്റ്, അതിൻ്റെ ഇവൻറ്റ്, ഡേറ്റ്, അതുപോലെ തന്നെ ലീഡേഴ്സ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ടെങ്കിൽ അത്, ഇതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ ആൻസർ കീയിലെ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡേറ്റ് അല്ല, നിങ്ങൾ അതിന് പകരം മറ്റ് 3 പോയിന്റ്സുകൾ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡേറ്റ് റോങ് ആയിട്ട് ചെയ്താതിരിക്കാം. നിങ്ങൾക്കൊരു ഡേറ്റ് അറിയുന്നില്ല, അപ്പോൾ നിങ്ങൾ 1789 ആണോ 99 ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്താതിരിക്കാം. ഓക്കെ റോങ് ആയിട്ട് ഡേറ്റ് ചെയ്താതിരിക്കാം. ഓക്കെ യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ കുറച്ച് ക്യൂക്ക് ആക്കേണ്ടതുണ്ട്. എക്സ്പ്ലെയിൻ ഫ്രെഡറിക് സോറീസ് ഡ്രീം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക് ഇൻ ഫ്രാൻസ് ഡ്യൂറിങ് 1848. ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. യെസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഫ്രെഡറിക് സൊറൂയുടെ ഈ പറയുന്ന പെയിൻറ്റിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇൻ 1848 ഫ്രെഡറിക് സൊറൂയി, എ ഫ്രഞ്ച് ആർട്ടിസ്റ്റ്, പ്രിപ്പയർഡ് എ സീരീസ് ഓഫ് 4 prints വിഷ്വലൈസിംഗ് ദ ഡ്രീംസ് ഓഫ് വേൾഡ് മെയ്ഡ് അപ്പ് എ ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്. സോഷ്യൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ സോഷ്യൽ റിപ്പബ്ലിക്കിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഫ്രെഡറിക് സൊറൂയുടെ ആ ഒരു പെയിൻറ്റിങ് നമുക്ക് കാണാൻ പറ്റുന്നത്. 4 ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. യെസ് സൈഡ് ഈസ് ലാഗ്, യുവർ സൈഡ് ഈസ് ലാഗ്, സാറാണ് ലാഗ് അല്ലേ. ഓക്കെ
ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. നമ്മൾ നാളെയും കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ സാറാണ് ലാഗ് എന്നാണ് പറയുന്നത്, ടെക്നിക്കൽ സൈഡല്ല, സാറിൻ്റെ സൈഡാണ് ലാഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നോക്കട്ടെ മക്കളെ, ഞാൻ മാക്സിമം ഓക്കെ ഒന്ന് റെഡി ആവട്ടെ. യെസ്, യെസ് യെസ്. സർവീസ് ഓൾ ചാപ്റ്റർ ഡ്യൂ ഫിനിഷ്. ഇന്ന് നമ്മളെല്ലാ ചാപ്റ്ററും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഹിസ്റ്ററിയുടെ. ഇനി നമ്മൾ ഇന്നത്തെ എല്ലാ ചാപ്റ്ററിനും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ ഓക്കെ. And in the first prints of series shows the peoples of Europe and America, men, women and all ages of social classes marching a long train and offering homage to Statue of Liberty as a pass by it. അപ്പോൾ ഈ നമുക്ക് ഫസ്റ്റ് പ്രിന്റിലാണ് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? യെസ്, എല്ലാ നാഷൻസിൻ്റെയും യൂറോപ്പിലും അമേരിക്കൻ നാഷൻസിൻ്റെ ആളുകൾ ഡിഫറെൻറ്റ് ഏജിൽപ്പെട്ട ആളുകളൊക്കെ ഒരു എന്താ പറയുക ഹോമേജ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ഹോമേജ് സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ഒരു മാർച്ച് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. കൂടാതെ ഇവിടെ നമുക്ക് ഇക്വാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്കവിടെ കാണാൻ പറ്റും. ഇക്വാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് എന്താ പറയുക എല്ലാ ആളുകളും അവിടെ ഫ്രെറ്റേണിറ്റി പോലെയുള്ള അല്ലെങ്കിൽ സാഹോദര്യം പോലെയുള്ള എല്ലാ രാജ്യക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു മാർച്ചിൻ്റെ ഭാഗമാവുന്നത്. അപ്പോൾ ഫ്രെറ്റേണിറ്റി നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. He personified liberty as a female figure with the torch of enlightenment in one hand and the declaration of rights of man in another. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാൻഡിൽ എന്തുണ്ട്? എസ്, ടോർച്ച് ഓഫ് എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു ടോർച്ച് അല്ലെങ്കിൽ വെളിച്ചത്തിലേക്കുള്ള ഒരു ടോർച്ച് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കയ്യിൽ എന്തുണ്ട്? ചാർട്ടർ അല്ലേ, എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിലുള്ള ചാർട്ടർ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് വാസ് എ സിംബൽ ഓഫ് അബ്സൊല്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷാറ്റേഡ് ആയിട്ടുള്ള എന്തുണ്ട്? റിമൈൻഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആബ്സൊല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മീൻസ് മൊണാർക്കിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ തന്നെയാണ് ഫ്രെഡറിക് സോറോയുടെ ഈ ഒരു പിക്ചർ. ദാറ്റ് മീൻസ് എന്താ പറയുക ഒരു ഡെമോക്രാറ്റിക് സോഷ്യൽ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്താനാണ് ആര് ശ്രമിക്കുന്നത്? ഫ്രെഡറിക് സൊറോയും. മേ ബി അത് ഉട്ടോപ്പിയൻ കൺസെപ്റ്റ് ആയിരിക്കാം, അതൊരിക്കലും സാധിക്കാത്ത വിഷൻ ആയിരിക്കും. നമ്മളിവിടെ പറയുന്നുണ്ട് ഇൻ സൊറോസ് ഉട്ടോപ്പിയൻ വിഷൻ ദ പീപ്പിൾ വേൾഡ് ആർ കാറ്റഗറൈസ്ഡ് ആസ് ഡിസ്ട്രിക്ട്സ് നേഷൻ. ദ ഗ്രൂപ്പ്സ് ഓഫ് കാറ്റഗറൈസ്ഡ് ആർ ഐഡന്റിഫൈഡ് ത്രൂ ദെയർ ഫ്ലാഗ്സ് ആൻഡ് നാഷണൽ കോസ്റ്റ്യൂം. എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ രാജ്യത്തെ ആളുകളും നിൽക്കുന്നുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കോസ്റ്റ്യൂംസിലൂടെ ആണെങ്കിലും അവരുടെ നാഷണൽ ഫ്ലാഗ്സ് ഒക്കെ കൂടെ അവർ ഏത് നാഷനാണ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാർച്ചിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓ മൊട്ടോഗ വാച്ച്. ഓ യെസ്, താങ്ക് യു. ഇത്രയെല്ലാം മക്കളുണ്ടായിട്ട് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഒരാളെങ്കിലും പറഞ്ഞല്ലോ അല്ലേ? യെസ്. Okay, then he believed that from the heavens above Christ, saints and angels gaze upon the scenes. അപ്പോൾ അതിന് മുകളിൽ നിന്നുകൊണ്ട് എന്താ പറയുക എസ് ക്രൈസ്റ്റ് ആണെങ്കിലും ഏഞ്ചൽസ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എസ് ഈ പറയുന്ന മാർച്ചിലുള്ള ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്പർ ഓഫ് പോയിന്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഇനി 2 points ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബിക്കോസ് ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. 2 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ കെട്ടിച്ചമച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അവിടെ 2 points ആണ് മക്കൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, 2 point ആണ് 2 മാർക്ക് ചോദ്യമായതുകൊണ്ട് തന്നെ 2 point ആണ് മക്കൾ എന്ത് ചെയ്യേണ്ടത് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ സെഞ്ചുറി ഒന്ന് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 1848 എന്ന് പറയുന്ന ഇയർ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ 19th century എന്ന് അവിടെ കൊടുക്കാം. ഓക്കെ, 1848 എന്ന ഇയർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ 19th century എന്ന് കൊടുക്കാം. ഓക്കെ, 18 മുതൽ മുകളിലോട്ടുള്ളതിനൊക്കെ 19ാമത്തെ നൂറ്റാണ്ട് അല്ലെങ്കിൽ 19th century നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, as this is 21st century. ഈ സെഞ്ചുറി ആണോ ചോദിച്ചത്? അല്ലല്ലോ. യെസ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക 2000 മുതൽ 2100 വരെ അല്ലേ? യെസ്, 21st centuryയിലേക്കാണ്. 21st centuryയിലൂടെയാണ് നമ്മൾ പോകുന്നത്. യെസ്, മക്കൾക്കറിയാം 2001 മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 21st centuryയുടെ ഭാഗമാണ്. യെസ്, ഒബ്വിയസ്ലി. ഓക്കെ, അറബിക് ക്ലാസ് കൺഫേം ആണ്. അറബിക് മാരത്തോൺ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ബോധ്യം. എന്തായാലും എന്താ പറയുക നിങ്ങൾക്ക് എന്തായാലും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോസോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫോർമേഷൻ എന്തായാലും യൂട്യൂബിൽ തന്നെ വരും മക്കളെ. ഓക്കെ, 5 മാർക്ക് എത്ര പോയിന്റ് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മക്കളെ. ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 5 മാർക്കിന് ഇപ്പോൾ 10 പോയിന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 പോയിന്റ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യനും 5 മാർക്കിന് വരാം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്പർ ഓഫ് പോയിന്റ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു തിയറി നിങ്ങൾ വായിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു എന്ത് ചെയ്യുന്നു ഒരു ടോപ്പിക് നിങ്ങൾ വായിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ നമ്പർ ഓഫ് പോയിന്റ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. അവിടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ പോയിന്റ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ 5 പോയിന്റ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ.
അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ട്രീറ്റി ഓഫ് 1832 ദാറ്റ് റിക്കഗ്നൈസ്ഡ് ഗ്രീസ് ആസ് എ ഇൻഡിപെൻഡന്റ് നാഷൻ. ഗ്രീസ് ഒരു ഇൻഡിപെൻഡന്റ് നാഷൻ ആണ് എന്ന് റിക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രീറ്റിയുടെ പേരെന്താണ്, ഏത് ട്രീറ്റിയാണ് എന്നാണ് നമ്മളവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ട്രീറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് എ ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഏത് ട്രീറ്റിയാണ് മക്കളെ? ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ദാറ്റ് റിക്കഗ്നൈസ്ഡ് ഗ്രീസ് ആസ് എ ഇൻഡിപെൻഡന്റ് നാഷൻ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, യെസ് ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് എഴുതിയാൽ മതി. ഗ്രീക്ക് ഒരു എന്താ പറയുക ഇൻഡിപെൻഡന്റ് നാഷനായിട്ട് റിക്കഗ്നൈസ് ചെയ്ത ഏതാണ്? ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ഇൻ വിച്ച് 1832 ആണ്. അതൊക്കെ എന്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് വാസ് കൺസെപ്റ്റ് ഓഫ് നാഷണൽ സ്റ്റേറ്റ്? നാഷണൽ സ്റ്റേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്താണ് എന്നാണ് നമുക്ക് ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് the concept of national state was one in which people and rulers of land came together to develop a sense of common identity and shared a history. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നാഷണൽ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് റൂളേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഡ്വല്ലേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ റിസൈഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്കൊക്കെ ഒരു കോമൺ എന്തുണ്ടാവും, കോമൺ പാസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കോമൺ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും. കോമൺ ലാംഗ്വേജ് സ്പീക്കേഴ്സ് ആവും, മേ ബി കോമൺ എന്താ പറയുക റിലീജിയസിൽപ്പെട്ട ആളുകളായിരിക്കാം. ഒരു എന്താ പറയുക ഒരു സെയിം ബൗണ്ടറി ഫോളോ എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറി സെയിം ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു കോമൺ കൾച്ചർ ഫോളോ ചെയ്യുന്ന കോമൺ ഐഡൻറ്റിറ്റി ഉള്ള ഷെയർഡ് ഹിസ്റ്ററി ഉള്ള ആളുകൾ എന്താ പറയുക കൂട്ടത്തെയാണ് നമ്മൾ നാഷണൽ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷണൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യ ഒരു നാഷണൽ സ്റ്റേറ്റ് ആണ് നമ്മൾ പറയുമ്പോൾ, ഒരു ദേശരാഷ്ട്രമാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഒരു കോമൺ എന്തുണ്ട്, പാസ്റ്റ് ഉണ്ട്, കോമൺ ഹിസ്റ്ററി ഉണ്ട്, ഷെയർഡ് ആയിട്ടുള്ള എന്തുണ്ട്, കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്ന ഒരു പാസ്റ്റും ഹിസ്റ്ററിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഐഡൻറ്റിറ്റി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോഷ്യൽ പഠിക്കാതെ മാർക്ക് വാങ്ങാൻ പറ്റും. യെസ്, ആരാ ചോദിച്ചത് നമ്മളെ? ഐ ലവ് വെള്ളം എന്താണ് ക്ലിയർ ആയില്ല പേരൊന്നും കൂടി നമുക്ക് കമൻറ്റ് എന്നാൽ. യെസ്, സോഷ്യൽ പഠിക്കാതെ മാർക്ക് വാങ്ങാൻ പറ്റുമോ നമ്മുടെ ആരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേര് കിട്ടുന്നില്ല. എനിവേ എന്തായാലും എനിക്ക് പറയാനുള്ള ഉത്തരം എന്ന് പറയുന്നത് സോഷ്യൽ പഠിക്കാതെ എന്താണ് പറയുക മാർക്ക് വാങ്ങാൻ പറ്റും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്താണ് പൈസ ഒന്നും വേണ്ട ആവശ്യമില്ല. എന്ത് നമുക്ക് എപ്പോഴും വാങ്ങി തിന്നാൻ പറ്റും. അങ്ങനത്തെ ഒരു ലോകം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നതാണ് അല്ലേ? എനിക്ക് ഓരോ ഹോട്ടലിൽ കയറുമ്പോൾ അവിടുന്ന് എല്ലാവരും ഫുഡൊക്കെ എന്ത് ചെയ്യും ഫ്രീ ആയിട്ട് തരുന്നു. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു AC വേണമെന്ന് തോന്നുമ്പോൾ അത് ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പോകാം. അത് നമ്മുടെ ഫെഡറിക് സൊറൂയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിൻ വിഷനാണ്. പക്ഷെ അത് നടക്കൂല മക്കളെ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം, ഞാനും പഠിക്കുന്ന സമയത്തൊക്കെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാതെ മാർക്ക് വാങ്ങാൻ പറ്റുമോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല. നമുക്ക് നോക്കാം ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ഇൻ ഫ്യൂച്ചർ നമുക്ക് അതിനുള്ള സിസ്റ്റം വന്നേക്കാം. ഇപ്പം നിലവിൽ നമുക്ക് എന്തില്ല, സോഷ്യൽ പഠിക്കാതെ മാർക്ക് വാങ്ങാനുള്ള സിസ്റ്റം ഇല്ല. നമുക്ക് നമ്മളെല്ലാവരുടെയും ആഗ്രഹം അതായിരിക്കാം മേ ബി അല്ലേ? യെസ്, ഇഷാനൊക്കെ പഠിക്കാതെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇഷാനൊരു ട്രിക്ക് പറഞ്ഞുതരും, നമുക്ക് എല്ലാവർക്കും അത് ഫോളോ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇഷാന ആ ട്രിക്ക് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ലീഡേഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കണ്ടു. പക്ഷെ ചില ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ലീഡേഴ്സ് എന്താ പറയുക സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് നിരക്കാത്ത അല്ലെങ്കിൽ ആ ലീഡേഴ്സിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റിയെ മോശമാക്കുന്ന രീതിയിലുള്ള ചില കമൻസും ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് പുറത്തിട്ടിരുന്നു. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പേരുകൾ വെക്കുന്നൊന്നും പ്രശ്നമില്ല. പക്ഷെ അവരുടെ എന്താ പറയുക അവരുടെ ഐഡൻറ്റിറ്റിയെ മോശപ്പെടുന്ന രീതിയിലുള്ള കമൻസ് വരാതിരിക്കട്ടാ. ഓക്കെ, യെസ്, ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ലീഡേഴ്സ് ആണല്ലേ. അപ്പോൾ അവരുടെ പേര് വെച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒരു പബ്ലിക് യൂസ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മോശമാണ്. അത് മക്കളാരും അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അങ്ങനത്തെ ഒരു കമൻസ് ഇവിടെ വരാണെങ്കിൽ ഫയറിട്ട് കത്തിച്ചോളിട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് നാഷണൽ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു. ഇനി വാട്ട് ഡിഡ് ലിബറലിസം സ്റ്റാൻഡ് ഫോർ? ഇക്കണോമിക് സ്ഫിയർ. ലിബറലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പല പ്രാവശ്യമായിട്ടും പഠിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ സ്ഫിയർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്കണോമിക് സ്ഫിയറിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ഈ പറയുന്ന ലിബറലിസം എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ദി ഇക്കണോമിക് സ്ഫിയർ ലിബറലിസം സ്റ്റുഡ് ഫോർ ഫ്രീഡം ഓഫ് മാർക്കറ്റ്സ് ആൻഡ് അബോളിഷൻ ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇക്കണോമിക് സ്ഫിയറിലെ ലിബറലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീഡം ഓഫ് മാർക്കറ്റ് ആൻഡ് അബോളിഷൻ ഓഫ് റെസ്ട്രിക്ഷൻ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ. ഗുഡ്സിനും ക്യാപിറ്റലിനും എന്തുണ്ടാകാൻ പാടില്ല, മൂവ്മെന്റിന് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് മാർക്കറ്റ് ആണ്, ഗവൺമെന്റിന്റെ കൺട്രോൾ ഇല്ലാത്ത ഒരു മാർക്കറ്റാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ടേം ലിബറലിസം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ ഇക്കണോമിക് സ്ഫിയർ ആണ്. ഒന്നുകൂടി ഞാൻ പറയാം. ഓക്കെ,
Okay, next question. What was the main aim of the revolutionaries of Europe during the years of following 1815? 1815 യൂറോപ്പിലെ ഈ പറയുന്ന റെവല്യൂഷണറീസിന്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ monarchical form of government എന്താ പറയുക to oppose monarchical form of government and fight for liberty and freedom. അപ്പോൾ 1815 ശേഷം ഉണ്ടായിട്ടുള്ള മക്കളെ സ്ലൈഡൊക്കെ വിസിബിൾ ആണല്ലോ അല്ലേ? സ്ലൈഡൊക്കെ ഫുൾ കാണുന്നുണ്ടല്ലോ മക്കളെ? യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് 1815 ഉണ്ടായില്ല. ആഫ്റ്റർ 1815 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ വരും. വൺ വേർഡിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓക്കെ, വൺ വേർഡിന്റെ കുറേ അധികം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് 1815 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 1815 ഈ പറയുന്ന എന്താ പറയുക 1815 ഇവിടെ അപ്പോൾ 1815 ഉണ്ടായിട്ടുള്ള 1815 ശേഷം ഈ ലിബറൽസ് മുമ്പോട്ട് വെച്ച ഐഡിയാസ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ലിബർട്ടി ആൻഡ് ഫ്രീഡം, അതുപോലെ തന്നെ എന്താ പറയുക മൊണാർക്കിക്കൽ ഗവൺമെന്റിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് ഇരുന്നോട്ടെ. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കാത്ത മാർക്ക് കിട്ടി എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. who remarked when France sneezes the rest of Europe catch cold? എന്താ പറയുക ഫ്രഞ്ച് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് മറ്റാരുമല്ല, ആരാണ് മക്കളെ? when France the rest of Europe catch cold എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നമുക്ക് കാണാൻ പറ്റും ഡ്യൂക്ക് മെറ്റേണിക്കിന്റെ വാക്കുകളാണ് അല്ലെ? ഡ്യൂക്ക് മെറ്റേണിക്കിന്റെ വാക്കുകളാണ്. when France sneezes the rest of Europe catch cold എന്ന് പറഞ്ഞിട്ടുള്ളത് മെറ്റേണിക്കാണ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, 100% ഉറപ്പാണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി. അത് മേ ബി എന്ത് വരാം? എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി വരാം, അങ്ങനെ എന്താ പറയുക സ്ട്രേഞ്ച് കേസ് ഓഫ് ബ്രിട്ടൻ വരാം, അങ്ങനെ എന്തും വരാം. അപ്പോൾ ഇവിടെ നമ്മളത് മോസ്റ്റ്ലി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി എന്ന് പറയുന്നത്. ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ്റെ പ്രോസസ്സാണ് നിങ്ങൾ അവിടെ ആൻസർ ചെയ്യേണ്ടത്. ഇറ്റാലിയൻ യൂണിഫിക്കേഷനൊക്കെ വളരെ സിമ്പിളായി തന്നെ മക്കൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റലി എങ്ങനെയൊക്കെയാണ് യൂണിഫൈ ചെയ്യപ്പെട്ടത് എന്നുള്ളത് മക്കൾ എല്ലാവരും ഒന്ന് ഓർത്തെടുക്കുക. ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ആ ഒരു ചാപ്റ്ററിൽ മക്കൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിരുന്നതാണ്. പല മക്കളും ഡൗട്ട് ചോദിച്ച്, നമ്മൾ ആപ്പിലൊക്കെ പഠിക്കുന്ന പല മക്കളും ഡൗട്ട്സ് ചോദിച്ച് നമ്മൾ ക്ലിയർ ചെയ്തിരുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഇറ്റലി ജർമ്മനി യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ്, അല്ലെങ്കിൽ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ? ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ Giuseppe Mazzini started initiative for the unification of Italy. He formed a secret society called Young Italy എന്ന് പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി ആര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ Giuseppe Mazzini സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെയോ യങ് ഇറ്റലി മാത്രമാണോ? യങ് ഇറ്റലിയും പിന്നെയോ യങ് യൂറോപ്പും ആര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? Giuseppe Mazzini സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടി യങ് ഇറ്റലി ആര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീക്രട്ട് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സീക്രട്ട് സൊസൈറ്റി ആണത് യങ് ഇറ്റലി എന്ന് പറയുന്നത്. റവല്യൂഷണറി സ്വഭാവമുള്ള സൊസൈറ്റി ആയിരുന്നു യങ് ഇറ്റലി. ആരാണ് ഫോം ചെയ്തത്? Giuseppe Mazzini ആണ്. അവിടെ നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട് മക്കളെ. ഓക്കെ, യങ് ഇറ്റലി ആരാണ് ഫോം ചെയ്തിട്ടുള്ളത്? Giuseppe Mazzini ആണ്. ആ നമ്പർ ഓഫ് പോയിന്റ്സ് മക്കൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അകത്ത് തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അകത്ത് തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഒരു ആൻസറും മേ ബി വന്നേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അകത്ത് തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ദാൻ King Victor Emmanuel II tried to unify Italian states through war. Father Victor Emmanuel II was supported and helped the chief Gave and a large number of armed volunteers under the leadership of Giuseppe Garibaldi. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നീട് കേവറും അതുപോലെ ഇമാനുവൽ സെക്കൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? യൂണിഫൈഡ് ഇറ്റലിയുടെ എന്താ പറയുക കിങ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ക്രൗൺ ആയിട്ടൊക്കെ പ്രൊക്ലൈം ചെയ്യുന്നത്. അതുപോലെ തന്നെ കേവർ മിനിസ്റ്റർ ആയിട്ടുള്ള കേവറും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ Giuseppe Garibaldi ഒക്കെ ചേർന്നിട്ടാണ് ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ എന്താ പറയുക, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റ്സ് മിനിമം നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റും ഇല്ല. നമ്പർ ഓഫ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അവിടെ കൊടുത്തിരിക്കണം. യങ് യൂറോപ്പ് ഇൻ ബേൺ, യങ് ഇറ്റലി ഇൻ മെർസലിസ് ഒക്കെ മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി അതേ ചോദ്യം തന്നെ നമ്മൾ മറ്റൊന്നിലേക്ക് പോവാണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ ചോദിക്കുമ്പോൾ ഫ്രാങ്ക്ഫർട്ട് ഗവൺമെന്റിലേക്കും അല്ലെങ്കിൽ പാർലമെന്റിലേക്കൊക്കെ നമുക്ക് പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ജർമ്മനിയുടെ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്?
കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മക്കളെ. പക്ഷെ നമ്മൾ ഒരു ഡേ കൂടി ഉണ്ട് അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനൽ ഡേ 6th നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അവിടെ നമ്മൾ ഹിസ്റ്ററിയുടെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ എന്താ പറയുക 11 o'clock അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമ്മുടെ ബൗണ്ടറിക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം എന്ത് ചെയ്യാം നമുക്ക്. ഓക്കെ, യെസ്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ഫയർ ഒക്കെ തരാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. യെസ് ഓക്കെ. Then unification of Germany നമ്മൾ വരുമ്പോൾ the efforts of installing a constitutional monarchy in Germany with the help of political associations were failed by the year 1848. The failure of Frankfurt Parliament clearly indicated that Germany can be unified only with the combined effort of monarchy and army. ആർമിയുടെയും മൊണാർക്കിയുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ബിക്കോസ് 1848 ഉണ്ടായിട്ടുള്ള ആ ഒരു ഫെയിലിയർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്ത് ഡിസൈഡ് ചെയ്യാണ്, the movement unification of Germany was leaded by പ്രഷ്യയുടെ ലീഡർഷിപ്പിൽ, അതായത് ഓട്ടോ വൺ ബിസ്മാർക്ക്, ദ ചീഫ് മിനിസ്റ്റർ ഓഫ് പ്രഷ്യ ആയിട്ടുള്ള ഓട്ടോ വൺ ബിസ്മാർക്കിന്റെ ലീഡർഷിപ്പിലാണ് ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ പ്രോസസ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ആർക്കിടെക്ട് ഓഫ് ദിസ് പ്രോസസ് എന്ന് പറയുന്നതും ഓട്ടോ വൺ ബിസ്മാർക്കിന് തന്നെയാണ്. ഓട്ടോ വൺ ബിസ്മാർക്ക് എന്ന് പറയുന്നത് പ്രഷ്യയുടെ മിനിസ്റ്ററാണ്, ചീഫ് മിനിസ്റ്റർ ഓഫ് പ്രഷ്യ ആണ്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു യൂണിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്, ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, പിന്നീട് അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കാണോ, അല്ല, ബ്യൂറോക്രസി ആണെങ്കിലും മിലിറ്ററി ആണെങ്കിലും ഒക്കെ കൃത്യമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 3 wars fought with Austria, Denmark and France over 7 years, which finally ended the Prussian victory, and then after process of unification of Germany was completed. അപ്പോൾ ഈ പറയുന്ന ഓൾമോസ്റ്റ് 3 wars, ഓൾമോസ്റ്റ് 7 years എടുത്ത് 3 വാർസോളം എന്ത് ചെയ്തിരുന്നു, ഈ ഒരു സമയത്ത് നടന്നിരുന്നതായിട്ട് അറിയപ്പെടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനമാണ് എന്ത് ചെയ്യുന്നത്, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി എന്ത് ചെയ്യുന്നത്, പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷനെ പോലെ തന്നെ പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി എന്ന് പറയുന്നത്. ഓക്കെ, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി എന്ന് പറയുന്നതും ഇറ്റാലിയൻ യൂണിഫിക്കേഷനെ പോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്യുക. ഓക്കെ, next question. Nationalism no longer retained its idealistic liberal democratic sentiments by the last quarter of the 19th century in Europe. Analyze the statement with examples. നമുക്കിവിടെ കാണാൻ പറ്റും ഈ നാഷണലിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് എടുത്ത ടോപ്പിക് ആയിരുന്നു. നാഷണലിസത്തെ കുറിച്ച് പറയുമ്പോൾ അത് നോ ലോങ്ങർ അല്ലെങ്കിൽ എന്ത് ചെയ്തിരുന്നില്ല, അവർ പെട്ടെന്ന് തന്നെ ബാൽക്കൻ ക്രൈസിസ് ഒക്കെ നമ്മൾ എടുത്തു പോയതാണ് അല്ലേ. ഈ ക്വസ്റ്റ്യൻ മക്കൾക്ക് ഫെമിലിയർ ആയിരിക്കും, ഇന്നലെ ഞാൻ പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. മാപ്പ് ബേസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ല, നമ്മുടെ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു മാപ്പ് ബേസ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് ട്രൂ that says nationalism no longer retained the idealistic liberal democratic sentiments by the quarter of the 19th century in Europe. It was due to the following reasons. Nationalism started becoming narrower in belief in inadequate ends. Now the concept of nationalism was changing the meaning of as more area of influence. The nationalists were manipulated by the chief European authorities by the problems of Balkan. Okay, ഇവിടെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നാഷണലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിനെന്തുണ്ടായിരുന്നില്ല നമ്മൾ ഈ പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അവിടേക്ക് എന്ത് വരുന്നുണ്ട്, ഇമ്പീരിയലിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ബാൽക്കൻ തന്നെയാണ് നമ്മൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ബാൽക്കൻ റീജിയൻ കോൺഗോ ചെയ്യാൻ വേണ്ടി യൂറോപ്യൻ പവേഴ്സ് തമ്മിലുണ്ടായിട്ടുള്ള കോമ്പറ്റീഷനാണ്. ആ ഒരു കോമ്പറ്റീഷൻ്റെ റിസൾട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റിയത്, ദ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നാഷണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂറോപ്യൻ, ഇപ്പോൾ പറയുകയാണെങ്കിൽ ചീഫ് ഓഫ് യൂറോപ്യൻ കൺട്രീസ് ഒന്നും വലിയ രീതിയിൽ എന്ത് ചെയ്തിരുന്നില്ല, പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. ബിക്കോസ് യൂറോപ്യൻ കൺട്രീസിൽ തന്നെ യൂറോപ്യൻസിൻ്റെ ആ ഒരു ഡോമിനൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു മൊണാർക്കിയുടെയൊക്കെ ആ ഒരു ഡോമിനൻസ് ഒക്കെ ഇല്ലാതായി പോകാൻ എന്ത് കാരണമാവും, ഇത് കൺസെപ്റ്റ് ഓഫ് നാഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കാരണമാവും. അതുകൊണ്ട് തന്നെ ആ ഒരു കൊളോണിയലിസം എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇമ്പീരിയലിസം എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ഇമ്പീരിയലിസത്തിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ക്ലാസ് എപ്പോഴാണ് കഴിയുക? ക്ലാസ് നമ്മളെന്തായാലും ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇറ്റാലിയൻ യൂണിഫിക്കേഷനും ജർമ്മനിയുടെ യൂണിഫിക്കേഷനുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ലീഡേഴ്സാണ്.
ഡിഫറെൻറ്റ് ലീഡേഴ്സാണ്, അതുപോലെ തന്നെ എന്താ പറയുക ഡിഫറെൻറ്റ് ഇയേഴ്സ് ആണ്, അത്രയേ ഉള്ളൂ. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് പ്രദേശങ്ങളാണ്. അവിടുത്തേതായിട്ടുള്ള യൂണിഫിക്കേഷനാണ്. അതായത് ഈ ജർമ്മനി എന്ത് ചെയ്യുന്നു, യൂണിഫൈ ചെയ്യുന്നു. ജർമ്മനി ഒരൊറ്റ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു, ഇറ്റലി ഒരൊറ്റ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. 2 സ്ലൈഡ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ. ഇറ്റാലിയൻ യൂണിഫിക്കേഷനും ജർമ്മനിയുടെ യൂണിഫിക്കേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻ വരില്ല. ബിക്കോസ് ഇത് രണ്ടും സിമിലിയർ ആണെന്ന് മീൻസ് ഒരേ ലീഡേഴ്സ് അല്ല, പക്ഷെ ഒരു യൂണിഫിക്കേഷൻ ആണ്, ഒരു രാജ്യത്തിലെ യൂണിഫിക്കേഷൻ ആണ്, ഏകീകരണമാണ് അവിടെ നടക്കുന്നത്. ബട്ട് നമ്മൾ ഇംഗ്ലണ്ടിന്റെ കേസ് സ്ട്രേഞ്ചർ എന്ന് പറയാനുള്ള കാരണം അവിടെ ഒരു ഗ്രൂപ്പ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇംഗ്ലണ്ടിന്റെ കേസ് നമ്മൾ സ്ട്രേഞ്ച് ആണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Explain any 3 beliefs of the conservatives that emerged after 1815. 1815 ശേഷം എമേർജ് ചെയ്തിട്ടുള്ള കൺസർവേറ്റീവ്സിന്റെ 3 തിങ്സ് എന്തൊക്കെയാണ്, 3 തോട്ട്സ്, 3 ബിലീഫ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ലൈക്ക് മൊണാർക്കി, ദ ചർച്ച്, പ്രോപ്പർട്ടി ആൻഡ് ഫാമിലി ഷുഡ് ബി പ്രിസർവ്ഡ്. ഈ പറയുന്ന പോലെ തന്നെ ആബ്സല്യൂട്ടിസ്റ്റ് എന്താ പറയുക, അല്ലെങ്കിൽ ആബ്സല്യൂട്ടിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആ മൊണാർക്കിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം, അതിനെ പ്രിസർവ് ചെയ്യണം, അതിനെ സംരക്ഷിക്കണം എന്ന ഒരു ആർഗ്യുമെന്റ് ആരുടെ ഭാഗത്തുണ്ടാവുന്നത് ഈ കൺസർവേറ്റീവ്സിന്റെ നീഡാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, then they believed that modernization of traditional institutions to strengthen them rather than returning to the society pre-revolutionary days. അവർ എന്ത് റിയലൈസ് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഈ പറയുന്ന മൊണാർക്കീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രീ റവല്യൂഷണറി പീരീഡ് ഉണ്ടായ പോലെ ഇതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണം, മോഡേണൈസ് ചെയ്യണം സൊസൈറ്റി എന്നും കൂടി ആര് ചിന്തിക്കുന്നുണ്ട്, ഈ പറയുന്ന 1815 ശേഷം കൺസർവേറ്റീവ്സ് ബിലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then also they believed that abolition of feudalism and serfdom and replacing with the modern army and efficient bureaucracy and dynamic economy could strengthen autocratic monarchies of Europe. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റവും അതുപോലെ തന്നെ ഒബ്വിയസ്ലി കൃത്യമായിട്ടുള്ള സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററിയും ഒക്കെ എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എന്തായിരിക്കും യൂറോപ്പിൽ ഈ പറയുന്ന അരിസ്റ്റോക്രാറ്റിക് സിസ്റ്റത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നാരും ബിലീവ് ചെയ്യുന്നുണ്ട്, ഈ കൺസർവേറ്റീവ്സ് ബിലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്മോൾ ചേഞ്ചസ് ഇൻ സൊസൈറ്റി അവർ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചേഞ്ചസിനെ ആരും ഒപ്പോസ് ചെയ്യുന്നുണ്ട്, കൺസർവേറ്റീവ്സ് ഒബ്വിയസ്ലി ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കംപ്ലീറ്റ് ചേഞ്ച് വരാണെങ്കിൽ എന്തുണ്ടാവില്ല, ഈ മൊണാർക്കീസിനൊന്നും എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല, ഈ മൊണാർക്സിന് അല്ലെങ്കിൽ കിങ്സിനൊന്നും എന്തുണ്ടാവില്ല, നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ആരും ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ഒബ്വിയസ്ലി കൺസർവേറ്റീവ്സ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ മൊണാർക്സിനൊക്കെ എക്സിസ്റ്റൻസ് വേണമെങ്കിൽ എന്ത് വേണം, അവിടെ എന്ത് വേണം, ചെറിയ ചേഞ്ചസ് വേണം, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, മൊണാർക്കിസൊന്നും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നും ആര് റിയലൈസ് ചെയ്യുന്നുണ്ട്, ഈ കൺസർവേറ്റീവ്സ് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ക്ലിയർ? യെസ്. ഓക്കെ, ഇവിടെ മക്കളെ എന്താ പറയുക, ബോറടിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊരു കാര്യമേ മക്കളോട് ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് പല എക്സാമിനേഷനും കഴിഞ്ഞു, പല ടോപ്പിക്കിൻ്റെയും ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞു. സൈലത്തിൻ്റെ കൂടെ നിന്നതുകൊണ്ട്, സൈലത്തിൻ്റെ മാരത്തോണുകളും ക്ലാസ്സസും കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യൂ എന്ന് 100% നമുക്ക് ഉറപ്പാണ്, അല്ലേ? യെസ്. അല്ല എന്താ പറയുക, ഇതിൽ എത്ര മക്കൾക്കാണ് അതിൽ ബുദ്ധിമുട്ടുണ്ടായത്, അല്ലെങ്കിൽ എത്ര മക്കൾക്കാണ് സൈലത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് സയൻസ് എക്സാമിനേഷൻ ഈസിയായി എന്ന് പറയുന്ന മക്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ, ഞാൻ നോക്കട്ടെ എത്ര മക്കളുണ്ട് നോക്കട്ടെ. കേസ് ബേസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. കേസ് ബേസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ എന്നേ ഞാൻ പറയുള്ളൂ. യെസ്, യൂസ്ഫുൾ ആയിരുന്നു, ക്ലിയർ ആയിരുന്നു, അല്ലേ? യെസ്, ഒബ്വിയസ്ലി. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് പറയുന്നുണ്ട് യൂസ്ഫുൾ ആയിരുന്നു, ക്ലിയർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേട്ടാൽ മതി. ഇനി ആരെങ്കിലൊക്കെ വന്ന് അതും ഇതും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡിസപ്പോയിൻറ്റഡ് ആവുന്നില്ല, നമ്മളാരും ടെൻഷൻ ആവുന്നില്ല. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, അത് തന്നെയാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈവൻ ഞാൻ കുറച്ച് ഡൗൺ ആവുമ്പോഴും ഈ പറയുന്ന നേരത്തെ കണ്ട അതേ കൗണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്, നമ്മളുടെ ട്രസ്റ്റ് തന്നെയാണ്. അതൊരിക്കലും ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് തരാതിരിക്കില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യുക, വിശ്വസിച്ച് കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. അത് നമ്മൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. എല്ലാ മക്കളും കൃത്യമായിട്ടും അത് പഠിച്ചിട്ടുള്ളതാണ്, അതുപോലെ തന്നെ പഠിച്ചു പോയി എഴുതിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, കിടന്നുറങ്ങി എണീറ്റ് വന്ന് ക്ലാസ് നോക്കി അട്ടം നോക്കി നിൽക്കുന്ന അവസ്ഥ കണ്ട് തിരിച്ചുപോയി എക്സാം എഴുതി പാസ്സാവുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കൃത്യമായി പഠിക്കാൻ നിങ്ങൾ മെൻ്റലിയും ഫിസിക്കലിയും പ്രിപ്പയർഡ് ആവണം, റെഡി ആവണം, വില്ലിങ് ആവണം. അല്ലാതെ നമുക്കൊരു കുട്ടിക്ക് ഫുഡ് ഫീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഫുഡ് വാരിത്തരാ എന്ന് പറയുമ്പോൾ, യെസ് ഞാൻ വായ തുറക്കൂല, സാർ എന്തേ എൻ്റെ വയറ് നിറക്കൂ എന്ന് പറയുന്നൊരവസ്ഥയിൽ വന്ന് നിന്നുകൊണ്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള മറുപടിയില്ല.
നിങ്ങൾ കൃത്യമായിട്ടും ഞങ്ങൾ വായ തുറന്നു തരാം, സാറ് ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഭക്ഷണം കോരി തന്നാൽ മതി അല്ലെങ്കിൽ വാരി തന്നാൽ മതി എന്ന് പറയുന്നൊരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സാറ് വയറ് നിറക്കണം, ഞാൻ വാപത്തി പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർക്കുള്ള മറുപടി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. യെസ്, നിങ്ങൾക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് മാത്രമേ അവർക്കുള്ള മറുപടി ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എവിടെയും എത്തരുത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും എത്തൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ ആണെങ്കിൽ, സെറ്റ് ആണെങ്കിൽ, ഒരു ഫയർ കിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. യെസ്, ഒബ്വിയസ്ലി ചാറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക, മേ ബി 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒന്ന് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, യെസ് ഒന്ന് ചാറ്റൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ആ ഒരു കമൻറ്റ് ബോക്സ് പോയി ഒന്ന് അലമ്പാക്കി വരാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർ മാക്സിമം എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ മേ ബി പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പഠിക്കാൻ താല്പര്യമുള്ള മക്കളാണ് മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പോയി എടങ്ങേറാക്കാതിരിക്കുക, അവരുടെ എന്താ പറയുക ആ ഒരു കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ചെയ്യാതിരിക്കുക എന്ന് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. ഓക്കെ, ജർമ്മൻ യൂണിഫിക്കേഷൻ സാർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യാം. ജർമ്മൻ യൂണിഫിക്കേഷൻ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇത്ര കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് 1848 തന്നെ ജർമ്മനി എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷ്യയുടെ കിങ്ങിനോട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എന്താ പറയുക, ജർമ്മനിയുടെ ക്രൗൺ ആവണം എന്നൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് പ്രഷ്യൻ കിങ് വില്യം എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ദെൻ മൊണാക്സിൻ്റെ കൂടെ വന്നുകൊണ്ട് ജർമ്മനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈനലി ജർമ്മനി എന്ത് ചെയ്യാണ്, യൂണിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഫൈനൽ പ്രോസസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് ഡേയ്സും നമ്പർ ഓഫ് ഇയേഴ്സും എന്ത് ചെയ്തിരുന്നു, എടുത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഓട്ടോ വാൻ ബിസ്മാർക്ക് എന്ന് പറയുന്ന പ്രഷ്യൻ കിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ യൂണിഫിക്കേഷൻ ലീഡർഷിപ്പ് കൊടുക്കുന്നത്. 1848 യൂണിഫിക്കേഷൻ ഒരു ട്രൈ ഉണ്ടാവുന്നു, ബട്ട് എന്ത് ചെയ്തില്ല, യെസ് യൂണിഫിക്കേഷനിൽ ഒരു ട്രൈ ഉണ്ടാവുന്നു, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തില്ല, അത് അല്ലെങ്കിൽ അത് പോസിബിൾ ആവുന്നില്ല. ബട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആഫ്റ്റർ എ ലോങ് ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, ജർമ്മനി യൂണിഫൈ ചെയ്യപ്പെടുന്നു. എന്തായാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടും സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, how had female figures became an allegory of the nation during 19th century in Europe? Analyze. നമുക്ക് നോക്കാം എങ്ങനെയാണ് അലഗറി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാത്തിനും ഫീമെയിൽ ഫിഗേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, artists in the 18th and 19th century portrayed nations as female figures. The female form that was chosen to personify the nation did not stand for any particular women in real life. Rather, it sought to give the abstract idea of the nation in concrete form. That is, a female figure became an allegory of the nation. നമ്മളിവിടെ പറയുന്നത് ഫീമെയിൽ ഫിഗർ, ദാറ്റ് മീൻസ് നമ്മുടെ ഭാരതമാതാ പോലുള്ള കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മളെ മരിയാന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജർമ്മനി പോലുള്ള കൺസെപ്റ്റാണ് പറയുന്നത്. അതൊരു പെർട്ടിക്കുലർ വിമൺ അല്ല, പക്ഷെ നമ്മൾ രാഷ്ട്രത്തെ എന്ത് ചെയ്യാണ്, സ്ത്രീകളുമായിട്ട് എന്ത് ചെയ്യാണ്, ഒന്ന് താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അമ്മയാണ് എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, ഇതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ ലാൻഡിനെ നമ്മൾ എന്ത് ചെയ്യും, സ്നേഹിക്കാൻ തുടങ്ങും, നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അത്തരത്തിലേക്കൊരു കൺവേർഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ വിമനെ അല്ല എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു സ്റ്റാച്യു എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വിമന്റെ സ്റ്റാച്യു അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇൻ ഫ്രാൻസ് ഷി വാസ് നെയ്മഡ് മരിയന. ഇൻ ഫ്രാൻസിലാണെങ്കിൽ മരിയൻ എന്നും, അതുപോലെ തന്നെ എന്താ പറയുക, ജർമ്മനിലാണെങ്കിൽ ജർമ്മനിയ എന്നുമാണ് നമുക്കവിടെ പേര് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫീമെയിൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ല, അല്ലെങ്കിൽ ഒരു പേഴ്സണെ അല്ല അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കാണിക്കുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മദേഴ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്തോട് നമുക്ക് എന്തുണ്ടാവണം, ഒരു താല്പര്യം ഉണ്ടാവണം, നമ്മുടെ രാജ്യത്തോട് നമുക്ക് എന്തുണ്ടാവണം, ഒരു സ്നേഹം ഉണ്ടാവണം, ഒരു ആദരവ് ഉണ്ടാവണം എന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ മീൻ ചെയ്യുന്നുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? Okay, next question. Describe any 3 steps taken by the French revolutionaries to create a sense of collective identity among the French people. Simple ആണ്, ഫ്രഞ്ച് പീപ്പിൾസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രഞ്ച് റവല്യൂഷണറീസ് ടൂക്ക് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് ആൻസർ ഈ പറയുന്ന പാരഗ്രാഫിലൊക്കെ ഒന്നും വരേണ്ട ആവശ്യമില്ല. മക്കൾക്ക് സിമ്പിൾ ആയിട്ടും ആൻസർ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. ആസ് ദ ഫാദർലാൻഡ്, ലാ പാട്രി, അതുപോലെ തന്നെ ദ സിറ്റിസൺ, സിറ്റോയിൻ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലാഗ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഫ്രഞ്ച് പീപ്പിൾസിനിടയിൽ ഒരു വൺനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കുറേ അധികം എന്തെടുത്തിട്ടുണ്ട്, ഈ പറയുന്നത് പോലെ തന്നെ കുറേ അധികം സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന ഫാദർലാൻഡ്,
ലാപാട്രി, അതുപോലെ തന്നെ സിറ്റിസൺ, സിറ്റോയിൻ, അതുപോലെ തന്നെ എന്താ പറയുക ട്രൈ കളർ ഫ്ലാഗ്, ലിബർട്ടിയും ഇക്വാലിറ്റിയും ഫ്രെഡറിറ്റിയും റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താ പറയുക 3 കളേഴ്സ് റെപ്രസെൻറ്റിങ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3 പോയിന്റ്സ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് റെവല്യൂഷണറി സെൻസ് ഓഫ് വൺനെസ് അല്ലെങ്കിൽ സെൻസ് ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് നാഷണലിസം ഫ്രാൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡിഫറെൻറ്റ് ഡയലക്ട്സ് ഉണ്ടായിരുന്നു, അതിനൊക്കെ അപ്പുറം ഒരു സിംഗിൾ ലാംഗ്വേജിലേക്ക് വരുന്നു. എന്താ പറയുക സിംഗിൾ ലാംഗ്വേജിലേക്ക് വരുന്നു, സിംഗിൾ കൺസെപ്റ്റിലേക്ക് വരുന്നു, അല്ലെങ്കിൽ സിംഗിൾ കൾച്ചറിലേക്ക് എന്ത് ചെയ്യുന്നു, ആളുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നു. അതായത് എല്ലാ സിറ്റിസൺസും എല്ലാവരെയും സിറ്റിസൺസ് എന്ന് എന്ത് ചെയ്യുന്നു അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ തന്നെ എന്താ പറയുക ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ഫാദർലാൻഡ് അല്ലെങ്കിൽ ലപാട്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പോയിന്റ് വൈസ് മതി മക്കളെ, പോയിന്റ് വൈസ് മതി. പോയിന്റ് വൈസ് മതി. ഞാൻ ഒരു പാരഗ്രാഫ് കൊടുത്തേ ഉള്ളൂ, പോയിന്റ് വൈസ് മതി. ആ നമ്പർ ഓഫ് 3 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവിടെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആണ്, സെയിം അല്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം. Who was Mariana and Germania? What was the importance of way in the way with which they were portrayed? എന്താണ് ആരാണ് മരിയാന അതുപോലെ തന്നെ ജർമ്മനി? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്നാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെറിയ ഡിഫറൻസ് ഉണ്ട് അല്ലേ? നമുക്ക് പറയാം. Mariana in France, the nations christened in as Marianne, a popular Christian name which underlined the idea of people, the nation. Statue of Mariana with the red cap, statue of Mariana with the red cap and tricolor cockades, tricolor and the cockades were erected the public squares to remind the public of the national symbol of unity. Mariana images were marked on coins and stamps as well. അപ്പോൾ ഇവിടെ പറയുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന മരിയാൻ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അലഗോറി കൊണ്ട് മീൻ ചെയ്യുന്നത്. ജർമ്മനിയും സെയിം തന്നെയാണ്. ജർമ്മനിയ as becomes the allegory German nations in visual representation. She is known as wearing a crown oak leaf as the German oak stand of heroism. അപ്പോൾ ഈ പറയുന്ന അവരുടെ സിമ്പിൾസ്, അതായത് അവരുടെ എന്താ പറയുക ക്യാപ്പ് എന്താണ്, അവരുടെ ഡ്രസ്സ് എന്താണ്, ഇതൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ പറയുന്ന മരിയാൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഈ പറയുന്ന ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ജനങ്ങൾക്കിടയിൽ അത് കൂടുതൽ ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു, സ്റ്റാമ്പ്സിലും കറൻസിയിലും ഒക്കെ എന്ത് ചെയ്തിരുന്നു, അത് എന്ത് ചെയ്തിരുന്നു മിൻറ്റ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ മുദ്രണം ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള സിമ്പിൾസ് ഇപ്പോൾ നമ്മുടെ ഏത് പണം എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അധിക നോട്ടുകളിലും നമുക്ക് ആരെ കാണാൻ പറ്റും, നമ്മുടെ ഗാന്ധിജിയെ കാണാൻ പറ്റും അല്ലേ മക്കളെ? നമ്മുടെ ഗാന്ധിജിയെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരുവിധം കറൻസിയിലൊക്കെ നമുക്ക് ആരുടെ പിക്ചർ നമുക്ക് കാണാൻ പറ്റും, ഗാന്ധിജിയുടെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് നമ്മുടെ എന്താ പറയുക നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്ന ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. അത് എത്ര വർഷം കഴിഞ്ഞാലും ഗാന്ധിജി തന്നെയാണ് അല്ലേ? ഗാന്ധിജി നേടിത്തന്ന സ്വാതന്ത്ര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഗാന്ധിജി ഒറ്റയ്ക്കാണെന്ന് ഞാൻ പറയുന്നില്ല. സാർ ക്യാൻ ബി റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പോയിന്റ് വൈസ്. പോയിന്റ് വൈസ് മക്കൾക്ക് എന്ത് ചെയ്യാം, ആൻസർ അപ്ലൈ ചെയ്യാം, പോയിന്റ് വൈസ് അപ്ലൈ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം എന്താ പറയുക പാരഗ്രാഫ് വൈസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരു പോയിന്റ് ചെയ്തുമ്പോൾ ആ പോയിന്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, പോയിന്റ് വൈസിൽ അപ്ലൈ ചെയ്യാം, അതിനൊരു പ്രശ്നവുമില്ല. പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ടും അഡ്രസ്സ് ചെയ്യണം. പക്ഷെ ആ ഒരു പോയിന്റിൽ എന്തൊക്കെയാണോ ഉള്ളത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റേണ്ടി വരും. ശ്രീ ഹർഷൻ യെസ് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ അലഗറി അല്ല അലർജി എന്നൊക്കെ പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് 3 issues were visualized by Frederick Soros? Frederick Soros വിഷ്വലൈസ് ചെയ്തുള്ള പ്രധാനപ്പെട്ട 3 issues എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, the first point of the series shown of the people of Europe and America, the age of a social class marching a long train, they offering homage to the Statue of Liberty by using എന്താ പറയുക യെസ് ഇവിടെ 3 എന്താ പറയുക നമ്മളോട് പറയുന്നത് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത് എന്നാണ് ഇതിന് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാർച്ചാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ? യെസ്, ഫസ്റ്റ് നമ്മൾ കാരണം ഓരോ രാജ്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു മാർച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ഹിസ് സെക്കൻഡ് വിഷൻ ഓഫ് യൂത്തോപ്പിയൻ വിഷൻ ദ പീപ്പിൾ ഓഫ് ദ എന്താ പറയുക യെസ് people of the world are grouped on distinct nation identified through their flags and national costume. On the earth in the foreground image the shattered remains of the symbols. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ ഒരു വിഷ്വൽസിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാം ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ചെറിയൊരു എന്താ പറയുക ഒരു 1 minute
ഇഷ്യൂസ് അല്ല അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ ഒരു പെയിൻറ്റിങ്ങിലൂടെ നമുക്ക് കാണുന്നത്. ആ കാര്യങ്ങളാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഇഷ്യൂസ് അല്ല, അവിടെ നമ്മൾ ഈ പെയിൻറ്റിങ്ങിൽ എന്തൊക്കെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നാണ് അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് തിങ്സ് ആക്കി മാറ്റുകയാണത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഇക്കണോമിക് ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ യൂറോപ്യൻ പീപ്പിൾ ഡ്യൂറിങ് 1830s യൂറോപ്യൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഹാർഡ്ഷിപ്പ്, എക്കണോമിക് ഹാർഡ്ഷിപ്പ്, അതിനുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻ 1830s ഇയേഴ്സ് ഓഫ് ഗ്രേറ്റ് ഇക്കണോമിക് ഹാർഡ്ഷിപ്പ് ഇൻ യൂറോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രേറ്റ് ഇക്കണോമിക് ഹാർഡ്ഷിപ്പ് ഉണ്ടായ ഒരു വർഷമാണ് നമ്മൾ ഈ പറഞ്ഞത് 1830s എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 19th century there was an immense increase in the population. ഒബ്വിയസ്ലി ഈ പറയുന്ന ഇക്കണോമിക് ഹാർഡ്ഷിപ്പിന് പിന്നിലുള്ള ഒരു റീസൺ എന്ന് പറയുന്നതാണ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്താണ്, അല്ലെ, ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള വർധനവാണ് ഇക്കണോമിക് ഹാർഡ്ഷിപ്പിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ യെസ് ഹൈഡ്രോട്ടോ അറബിക് ക്ലാസ്സിന് നമ്മൾ ക്ലിയർ ചെയ്യും മക്കളെ. എനിവേ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് എന്തായാലും യൂട്യൂബ് ത്രൂ തന്നെ ഇത് ഇൻഫോം ചെയ്യും കേട്ടോ. ഓക്കെ, during the first half of the 19th century there was an immense increase in the population of all over the Europe due to the which supply of workers increased and the demand was very less. Problem unemployment was faced by Europeans. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒബ്വിയസ്ലി നമ്പർ ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ പറയുന്ന പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അൺഎംപ്ലോയ്മെന്റ് പോലുള്ള സിറ്റുവേഷനും എവിടെ വന്നു, യൂറോപ്പിൽ വന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു, യെസ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അതായത് അൺഎംപ്ലോയ്മെന്റ് പോലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എസെൻഷ്യൽ കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആരും മാറി, യൂറോപ്യൻസ് മാറി. അവിടെ പോവർട്ടി പോലുള്ള സിറ്റുവേഷൻ വന്നു, വലിയ രീതിയിലുള്ള ഇക്കണോമിക് ഹാർഡ്ഷിപ്പ് പോലെയുള്ള സിറ്റുവേഷൻ വന്നു. പോരാത്തതിന് മറ്റ് രാജ്യങ്ങളിൽ നിന്നും പ്രോഡക്ട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തതും. സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് ഓഫ് ടൗൺസ് വാസ് ഫേസ് എ സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ഇമ്പോർട്ട്സ് ചീപ്പ് മെഷീൻസ് മെയ്ഡ് പ്രോഡക്ട്സ്. അപ്പോൾ മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സ് ഒക്കെ വന്നതോടുകൂടി ഈ പറയുന്ന എന്താ പറയുക മാനുഫാക്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവർക്കും എന്ത് ചെയ്യാൻ തുടങ്ങി, അവരോട് കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. അവരും വലിയ രീതിയിലുള്ള ഇക്കണോമിക് ക്രൈസിസ് എന്ത് ചെയ്യേണ്ടി വന്നു, ഫേസ് ചെയ്യേണ്ടി വന്നു. യെസ്, ഈ പ്രിന്റ് കൾച്ചറിൻ്റെ ഇന്ന് എടുക്കട്ടെ മക്കളെ. ഓക്കെ, ദെൻ in those regions of European where aristocracy still enjoyed powers, peasants struggled under the burden of feudal dues and obligations. അപ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അരിസ്റ്റോക്രസി എന്ന് പറയുന്ന ഒരു മൈനോറിറ്റി, റിച്ചസ്റ്റ് ആയിട്ടുള്ള മൈനോറിറ്റി എന്ത് ചെയ്തു, ഈ ഒരു സമയത്തും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോയി. അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന പെസൻസ് അല്ലെങ്കിൽ പെസൻട്രി അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയുന്ന പീപ്പിൾസ് എന്ത് സഫർ ചെയ്തു, എന്താ പറയുക മാനുവൽ ഡ്യൂസും അല്ലെങ്കിൽ ഫ്യൂഡൽ ഡ്യൂസും ടാക്സസും ഒക്കെ പേ ചെയ്യേണ്ട സിറ്റുവേഷൻ ആർക്കുണ്ടായി, ഈ പറയുന്ന പെസൻട്രിക്ക് ഉണ്ടായി, കർഷകർക്ക് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു ഫയർ ഗ്രേഡ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ മക്കളെ. എന്താ ഇപ്പോൾ ഒരു ഉസാറില്ലല്ലോ. യെസ്, നമ്മുടെ ഒരു പവർ കാണുന്നില്ല, കമൻറ്റ് ബോക്സിലും കാണുന്നില്ല, ലൈവിൻ്റെ കൗണ്ടിലും കാണുന്നില്ല. യെസ്, അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് ലെവലാത്തരം കാണിക്കണം എന്നല്ല പറഞ്ഞത്. ഇനിയിപ്പോൾ സാറ് പറഞ്ഞില്ല നമുക്ക് കുറച്ച് ഗോയിത്തരം കാണിക്കാം എന്ന് പറയാനല്ല പറഞ്ഞത്. എന്നാൽ നമ്മുടെ ആ ഒരു പവർ ഇല്ല മക്കളെ. യെസ്, നമ്മുടെ 10th CBSE അസ്ത്ര ബാച്ചിൻ്റെ പവർ നിങ്ങൾ കാണിക്കണം. ബിക്കോസ് നിങ്ങൾ പോവാണ്, നിങ്ങൾ മറ്റൊരു ബാച്ചിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെന്താണ് പറയുക, നമ്മളൊക്കെ ഇനി എന്താണ്, യെസ് നിങ്ങളുടെ 10th ക്ലാസ്സിൻ്റെ ആ ഒരു ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് നമുക്ക് നിൽക്കുന്നത്, അല്ലേ. യെസ്, ഏറ്റവും ലാസ്റ്റ് ഡേയ്സിലാണ് നമുക്ക് നിൽക്കുന്നത്. നമ്മൾ ഒരു വർഷത്തോളം നമ്മുടെ എന്താ പറയുക, നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്തു, പല ബഡായും പൊട്ടിച്ചു, പല ചാപ്റ്റേഴ്സും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തു തന്നു, അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊക്കെ നിങ്ങൾ ഉറക്കെ പോയിച്ച് നമ്മുടെ കൂടെ നിന്നു, ക്ലാസ്സസ് ഒക്കെ കണ്ടു. അപ്പോൾ അത്രത്തോളം നമ്മൾ തമ്മിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ കമന്റ് ബോക്സിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ആയി പോകുന്നു. ഓക്കെ, കമന്റ് ബോക്സിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ചാറ്റിംഗ്, ഞാൻ ഇവിടെ എടുത്ത് റേഡിയോ ഓണാക്കി വെച്ചു, നിങ്ങൾ അവിടെ ചാറ്റിംഗ്, അതാണ് വേണ്ടത് മക്കളെ. യെസ്, ഓക്കെ. അപ്പോൾ മാക്സിമം ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ചാറ്റ് ഒഴിവാക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ഫയർ ഒക്കെ ഇടുക. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിൽ മക്കളെ ഒരു ഫയർ തരുമോ, ക്ലേ ഒരു ഫയർ തരുമോ ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ഫയർ ഒക്കെ തരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണേ. ഓക്കെ,
Napoleon had destroyed democracy in France, but in the administrative field, he had incorporated revolutionary principles. Justify the statement with suitable arguments. നെപ്പോളിയൻ എന്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്? യെസ്, ഒബ്വിയസ്ലി ഡെമോക്രസി എന്ന് പറയുന്ന ഫ്രാൻസിൽ ഡെമോക്രസി ഡിസ്ട്രോയ് ചെയ്തതിന് പിന്നിൽ ആർക്ക് വലിയ റോൾ ഉണ്ട്? ആ ഗ്രൂപ്പിന് വലിയ റോൾ ഉണ്ട് അല്ലേ? നെപ്പോളിയന് വലിയ റോളായിരുന്നു നമുക്ക് കാണാൻ പറ്റും അല്ലേ? യെസ്, അറ്റ് ദ സെയിം ടൈം നെപ്പോളിയന് വലിയ റോളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് അമീൻ സാർ നിങ്ങൾക്ക് CBSE എടുത്തിട്ടില്ലല്ലോ. യെസ്, CBSE നമ്മളല്ലേ എടുത്തത് നിങ്ങൾക്ക്? യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? നെപ്പോളിയന് വലിയ റോൾ ഉണ്ടായിരുന്നു ഈ ഡെമോക്രസി ഇല്ലാതാക്കുന്നതിൽ. എവിടെയാണ്? ഫ്രാൻസിലെ ഡെമോക്രസി ഡിസ്ട്രോയ് ചെയ്യുന്നതിൽ ആർക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു? നെപ്പോളിയന് വലിയ റോൾ ഉണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയൊക്കെയാണ്? അതേസമയം തന്നെ ഫ്രാൻസിലെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, നെപ്പോളിയനിക് സിവിക് കോഡൊക്കെ നമ്മൾ പഠിച്ചില്ല 1804 അല്ലേ? അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിൽ റവല്യൂഷണറീസ് ഐഡിയാസിൽ ചില കാര്യങ്ങളെങ്കിലും ആര് നടപ്പിലാക്കിയിട്ടുണ്ട്? നെപ്പോളിയൻ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ മക്കളെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ. നെപ്പോളിയനിക് കോഡ് നമ്മൾ ഇന്നലെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്താണ്. നമാസ് ക്രിയേറ്റീവ് ഇന്നലത്തെ ലൈവ് എടുത്ത് കാണാം കേട്ടോ മക്കളെ. യെസ്, അപ്പോൾ എന്താണ്? യെസ്, ഇവിടെ ചോദ്യം ഇതാണ്. നെപ്പോളിയൻ എന്താ പറയുക, ഡെമോക്രസി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. തെറ്റൊന്നുമില്ല, ശരിയാണ്, നെപ്പോളിയൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നെപ്പോളിയൻ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിൽ റവല്യൂഷണറീസിന്റെ ഡിസയർ എന്തായിരുന്നു അതിന് കൂടെ നിന്നിട്ടുണ്ട് എന്ന് പറയുന്നതിനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലേ? യെസ്, എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ദ സിവിൽ കോഡ് ഓഫ് 1804, usually known as Napoleonic Code, did away with all privileges based on birth. എന്ത് ചെയ്യുന്നുണ്ട്? ബേസ്ഡ് ഓൺ ബർത്ത് ഉള്ള പ്രിവിലേജസ് കാര്യം എടുത്ത് കളയുന്നുണ്ട്. നെപ്പോളിയന്റെ സിവിക് കോഡ് എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ എന്താണോ ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷണറീസ് അവരുടെ ഒരു ഡിസയർ ആര് നടപ്പിലാക്കി? അവരുടെ ഒരു ആഗ്രഹം ആര് നടപ്പിലാക്കി? നെപ്പോളിയൻ നടപ്പിലാക്കി. It established equality before law and secured rights to property. Napoleon simplified administrative divisions, abolished the feudal system and free peasants from serfdom and manorial dues. In towns too, guilds restrictions were removed. Transportation and communication system was improved. Totally നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നെഗറ്റീവ് സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാലും ടോട്ടലി നോക്കുകയാണെങ്കിൽ റവല്യൂഷണറീസിന്റെ ചില ഡിസൈർസ് എങ്കിലും അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളെങ്കിലും അവരുടെ ചില ആഗ്രഹങ്ങൾക്കെങ്കിലും ആർക്ക് കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്? നെപ്പോളിയന് കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. എസ്, നെപ്പോളിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെമോക്രസി ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളതിൽ ആർക്ക് വലിയ റോൾ ഉണ്ട്? നെപ്പോളിയന് വലിയ റോൾ ഉണ്ട്. അത് നമ്മൾ ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഡെമോക്രസി ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ തന്നെ നെപ്പോളിയൻ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളെങ്കിലും നെപ്പോളിയൻ നടപ്പിലാക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പെൻഡിങ് വരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ആരോട് ഇൻഫോം ചെയ്യണം? അല്ലെങ്കിൽ മിസ്സിനോട് ഇൻഫോം ചെയ്യട്ടെ. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. What ideas justify the first half of the 19th century were the years of hunger, hardship and revolt? നമുക്ക് നോക്കാം. ഓക്കെ, in 1830s were years of great economic hardship. 1830s എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇക്കണോമിക് ഹാർഷിപ്പിന്റെ ഇയർ തന്നെയാണ്. The first half of the 19th century saw the enormous increase in population and all over the Europe. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊരു ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിൽ കുറച്ചും കൂടി പോയിന്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെന്നല്ലോ കേട്ടോ. ഓക്കെ, യെസ്. എന്നിവിടെ പറയുന്നത് ഇൻ മോസ്റ്റ് കൺട്രീസ് ഓഫ് യൂറോപ്പ് വേർ ദ മോർ ജോബ് സീക്കേഴ്സ് ആൻഡ് ദാൻ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പോൾ യൂറോപ്പിന്റെ പല ഭാഗത്തും എന്തായിട്ടുണ്ട്? യെസ്, ജോബ് സീക്കേഴ്സ് ആയിരുന്നു. എംപ്ലോയ്മെന്റിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെക്കാളും കൂടുതൽ ജോബ് സീക്കേഴ്സ് ആയിരുന്നു. കാരണം അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഇൻക്രീസ് ചെയ്തു. ബിക്കോസ് പോപ്പുലേഷൻ ഒക്കെ കൂടി, പിന്നെ എന്തില്ല, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ അവിടെ വലിയ രീതിയിൽ എന്തുണ്ടായി? ഹാർഷിപ്പും ഇക്കണോമിക് ഹാർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ നമ്മളിവിടെ പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ തന്നെയാണ് എന്തുണ്ടായത്? പോപ്പുലർ മൂവ്മെന്റും ഫുഡ് ഷോർട്ടേജ് ഒക്കെ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? 1848 ഒക്കെ ആയപ്പോൾ വലിയ രീതിയിലുള്ള റിവോൾട്ടും റെവല്യൂഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പാരീസിലും ടൗൺസിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യൂറോപ്പിൽ ഹാർഷിപ്പിൻ്റെയും അതുപോലെ തന്നെ ഹങ്കറിൻ്റെയും അതുപോലെ തന്നെ റിവോൾട്ട്സിൻ്റെയും ഒക്കെ ഒരു ടൈം തന്നെയായിരുന്നു ഹാഫ് ഓഫ് ദ 19th century എന്ന് പറയുന്നത്. യെസ്, അത് ശരി തന്നെയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന പോയിന്റ്സ് കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് പ്രധാനമായിട്ട് നമുക്ക് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും
ഇനി മക്കൾക്ക് എന്താ പറയുക എം സി ക്യു നമ്പർ ഓഫ് MCQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ നമ്മൾ എന്താ പറയുക നമ്പർ ഓഫ് MCQs നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തില്ല. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ MCQs ഓൾറെഡി നമ്മൾ തലങ്ങും വിലങ്ങും ഒക്കെ പഠിച്ച് കഴിഞ്ഞതാണ്. ഈവൻ നിങ്ങളിപ്പോൾ സ്റ്റിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു ഡേ കൂടി ഉണ്ട്, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും, ആരും വേറിട്ട് ആവണ്ട. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും ഞങ്ങൾ അതിന് ആൻസർ ചെയ്യും എന്നുള്ള മക്കൾ ഒരു ഫയർ ഇട്ടേ കമൻറ്റ് ബോക്സിൽ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏത് വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ് എന്ന് പറയുന്ന മക്കളുണ്ടെങ്കിൽ ഒരു ഫയർ ഇടുക. എന്നാൽ സാർ പോയിക്കൊള്ളാം, എന്നിട്ട് മിസ്സിനെ പെട്ടെന്ന് വിളിക്കാം. കേട്ടില്ലേ? ഞാൻ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്താണ്. നല്ല നോൺ കോപ്പറേഷൻ സിവിൽ ഡിസോബിഡിയൻ മൂവ്മെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, എന്തായാലും അടുത്ത് പറയാം. ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ പറയാം. ഓക്കെ, അതായത് അനഘ മിസ്സിൻ്റെ ഈ പറയുന്ന ജിയോഗ്രഫിയുടെ അടുത്ത ചാപ്റ്ററും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അഗെയിൻ വരും, അപ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും മക്കൾ ഡീൽ ചെയ്യുക, പുഷ്പം പോലെ എഴുതുക. ഓക്കെ, നമ്മൾ ഈ ഫയർ കിട്ട പോലെ പുഷ്പം എന്താ പറയുക, പവർ അല്ല, ഫയർ എന്താ പറയുക, ഫ്ലവർ അല്ലടാ ഫയർ ആണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഫയർ കിട്ടതുപോലെ തന്നെ എന്ത് ചെയ്യുക, യെസ് ഫയർ ആക്കുക. എക്സാമിനൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, യെസ് അടിപൊളിയായിട്ട് എഴുതുക. അപ്പോൾ ഞാൻ പോകുന്നൊന്നുമില്ല സാർ, ഇപ്പോൾ പോകണമെന്ന് വിചാരിക്കേണ്ട, അടിപൊളിയായിട്ട് എഴുതുക. പിന്നെ മാക്സിമം അൺവാണ്ടഡ് ആയിട്ടുള്ള കമൻറ്റ് ബോക്സിൽ കുറയ്ക്കുക. മക്കൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി, ഇപ്പോൾ സാർ ഇത്ര ഡൗൺ ആയിട്ടുണ്ടെങ്കിലും മക്കൾ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യും, ഒബ്വിയസ്ലി എനർജി വരും. അപ്പോൾ മാക്സിമം ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അൺവാണ്ടഡ് ആയിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിൽ തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കല്ല നിങ്ങൾക്ക് തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്യുക. അപ്പോൾ തൽക്കാലം അനഘ മിസ് റെഡിയായി നിൽക്കുന്നുണ്ട്. അനഘ മിസ്സിന് ചുമക്ക് വന്നിട്ടുണ്ട്, എൻ്റെ കൂടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മിസ്സിനെ ഞാൻ വിളിക്കുന്നുണ്ട്. തൽക്കാലം മിസ്സിന്റെ ചാപ്റ്റർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം. ഓക്കെ മക്കളെ? അപ്പൊ മക്കളെ അടിപൊളിയായിട്ടും സെറ്റായിട്ടും എൻ്റെ മക്കളെല്ലാവരും ഇവിടെ ഇല്ലേ? നമ്മള് ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്ററും ജിയോഗ്രഫിയിലെ 2 ചാപ്റ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേടാ? നമ്മൾ വാട്ടർ റിസോഴ്സസിലേക്കാണ് പോകുന്നത്. അപ്പോൾ വാട്ടർ റിസോഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വാട്ടർ റിസോഴ്സ് ആയിട്ട് നിൽക്കട്ടെ. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ, പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മക്കൾ ഇവിടെ കേൾക്കണം. ഓക്കെ, സോ വാട്ടർ റിസോഴ്സസ് വാട്ടർ റിസോഴ്സസ് ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ടർ റിസോഴ്സസ് ആണ് മക്കളെ നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ടർ റിസോഴ്സസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമുക്കറിയാം വെള്ളം സർവത്ര വെള്ളം, പക്ഷെ എന്താ തുള്ളി കുടിക്കാൻ വെള്ളം നമുക്കില്ല അല്ലെ? യെസ്, തുള്ളി കുടിക്കാൻ നമുക്ക് എന്താ പലപ്പോഴായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പൊ നമ്മുടെ വാട്ടർ റിസോഴ്സസിലേക്ക് നമുക്ക് പോകാം, അടിപൊളിയായിട്ടും സെറ്റ് ആയിട്ട് നമുക്ക് പോകാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ നോക്കിക്കേടാ, എന്തൊക്കെ കാര്യങ്ങളാണ് വാട്ടർ റിസോഴ്സസിൽ നമുക്ക് പഠിക്കാനുള്ളത്? 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഒരു മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ലൈക്ക് നമ്മളെ കേസ് സ്റ്റഡി പോലുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ മക്കൾക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ആൻസേഴ്സും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ആൻസേഴ്സ് ചെയ്യാം. മക്കളെ ശ്രദ്ധിച്ച് കാണാം. Why is water harvesting system is a viable alternative എന്നാണ് ഫസ്റ്റ് ചോദ്യമായിട്ട് വരുന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്കറിയാം എന്താണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ കാര്യമാണ്. ഈസ് ഓൾട്ടർനേറ്റീവ് ആസ് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി മോർ ഇക്കണോമിക്കൽ, കൂടുതൽ എക്കണോമിക്കൽ, എൻവയോൺമെന്റലി വയബിൾ ആണ്, സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നമുക്ക് വാട്ടർ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്തിലൂടെയുണ്ട്, ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും വാട്ടർ കളക്ട് ചെയ്യാൻ സാധിക്കില്ലേ, വാട്ടർ റിസോഴ്സസിലൂടെ. ആൻഡ് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് നമ്മൾ അടുത്തതായിട്ട് അവിടെ ചോദിക്കുന്നത്. റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈസ് എ ടെക്നിക്. മക്കളെ അതൊരു ടെക്നിക്കാണെടാ. എന്ത് ടെക്നിക്കാണ്? വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ അവിടെ എന്ത് എന്ന് പറയുന്നത്, റൂഫ് ടോപ്പ്
വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻ ദിസ് ടെക്നിക് ദ റെയിൻ വാട്ടർ ദാറ്റ് ഫോൾസ് ഓൺ ദ റൂഫ് കാച്ച്മെന്റ്. സോ ഈ ഒരു ടെക്നിക്കലി നമ്മൾ വാട്ടർ റിസോഴ്സസ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീടിന്റെ സൈഡിലായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ PVC പൈപ്പിൽ എന്ത് ചെയ്യും, വാട്ടർ കളക്ട് ചെയ്യും, റെയിൻ വരുന്ന സമയത്ത് കളക്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അണ്ടർഗ്രൗണ്ട് ടാങ്ക്സിലേക്കോ അല്ലെങ്കിൽ പൈപ്പ് വെച്ചിട്ടോ നമ്മൾ അത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അതാണ് നമ്മൾ എന്താ റെയിൻ വാട്ടർ, ലൈക്ക് നമ്മുടെ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്താ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. മെൻഷൻ any two methods adopted by ancient India. മക്കളെ, വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് ആൻഷ്യൻ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത 2 മെത്തേഡ്സ് ആണ് നമ്മളെടുത്ത് ചോദിക്കുന്നത്. ഒന്നെന്താ, ഹില്ലി ആൻഡ് മൗണ്ടേനിയസ് റീജിയൻസിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പീപ്പിൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകി വരാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഗൾസ് കൾസ് എന്ന പേരിലാണ് അറിയപ്പെടുക. വെസ്റ്റേൺ ഹിമാലയാസില് നമ്മൾ എന്ത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചർ നമ്മൾ നടത്തുന്ന സമയത്ത് ഇത്തരത്തിൽ ഗൾസിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറ്. യെസ് ആയിഷ്മ, കറക്റ്റ് ആണ്. ആൻഡ് ഇൻ ദ ഫ്ലഡ് പ്ലെയിൻസ് ഇൻ ബംഗാൾ പീപ്പിൾ ഡെവലപ്പ്. മക്കളെ, ബംഗാളിലെ ഫ്ലഡ് പ്ലെയിൻസ് നടന്ന സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്, ഇൻ ദ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് ബംഗാൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരു ഇൻഡക്ഷൻ ചാനൽ, നമ്മൾ ഇന്നലെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇൻഡക്ഷൻ ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡെവലപ്പ് ചെയ്യുന്നു. അതിലൂടെ എന്തിലേക്ക് വരുന്നു, ഒരു കൃഷിക്കും കാര്യങ്ങളൊക്കെ ആ വാട്ടർ അവർ യൂസ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ആൻഷ്യൻ ടൈമിൽ നമ്മുടെ വാട്ടർ കൺസർവേഷന് ചെയ്തിട്ടുണ്ടായിരുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ സ്കേഴ്സിറ്റി എന്താണെന്നാണ് മക്കളെ ചോദിക്കുന്നത്. ഇവിടെ ഓരോ ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. വെറും വാട്ടർ സ്കേഴ്സിറ്റി എന്ന് ചോദിച്ചിട്ട് എന്താണെന്നുള്ളത് മക്കളോട് ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. വാട്ടർ സ്കേഴ്സിറ്റി എന്ന് വിളിക്കുന്നത് എന്താ, ദ ഷോർട്ടേജ് ഓഫ് വാട്ടർ അല്ലെ, നമ്മളെ വാട്ടറിന് ഷോർട്ടേജ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും, വാട്ടർ സ്കേഴ്സിറ്റി എന്ന് വിളിക്കും. സോ ഡിമാൻഡ് ഓഫ് സപ്ലൈ ഓഫ് വാട്ടർ, നമുക്ക് എന്താണ് ഇംബാലൻസ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് വാട്ടർ, ഡിമാൻഡും സപ്ലൈ ഓഫ് വാട്ടറും തമ്മിലുള്ള ഇംബാലൻസിനെ നമ്മൾ എന്ത് വിളിക്കും, വാട്ടർ സ്കാർസിറ്റി എന്ന് വിളിക്കും. അറ്റ് ദ സെയിം ടൈം എന്താണ്, വാട്ടർ സ്കാർസിറ്റി ഈസ് എ ഷോർട്ടേജ് ഓഫ് വാട്ടർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൺലി അസോസിയേറ്റഡ് വിത്ത് ദ റീജിയൻസ് ഹാവിംഗ് ലോ റെയിൻഫോൾ. മക്കളെ, വാട്ടർ സ്കാർസിറ്റി എന്ന് പറയുന്നത് വാട്ടറിൽ ഷോർട്ടേജ് തന്നെയാണ്, പക്ഷെ അതൊരിക്കലും ലോ റെയിൻഫോൾ ഉള്ള റീജിയൻസിൽ മാത്രമല്ല എന്ത് ഫേസ് ചെയ്യുന്നത്, വാട്ടർ സ്കാർസിറ്റി ഫേസ് ചെയ്യുന്നത്. those that are drought prone, ഈ ഏരിയകളിൽ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, വാട്ടർ സ്കാർസിറ്റി ഫേസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം it also has a qualitative aspects. അതിനൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. ഒരു വാട്ടർ, ഒരു സംഭവം നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത്, ഒരു എഡ്യൂക്കേഷൻ നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം, ഒന്നിനും കൊള്ളില്ല. നമ്മൾ ചുറ്റുപാടും ഒരുപാട് മനുഷ്യന്മാരെ കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാരെ നമുക്ക് വിളിക്കാം, ഹ്യൂമൻസ് എന്ന് വിളിക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹ്യൂമൻ ഒരു റിസോഴ്സ് ആയി മാറുന്നത് എങ്ങനെയാണ്, ഹ്യൂമൻ റിസോഴ്സ് ആയി മാറുന്നത് അവന് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ, അവൻ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ. മനുഷ്യന്മാർക്ക് അത്തരത്തിലൊരു ഗുണോ ഇല്ലെങ്കിൽ എന്താ, അവിടെ എന്തായിരിക്കും, ഹ്യൂമന്റെ ക്യാപിറ്റൽ ആണെന്ന് പറയാൻ പറ്റുമോ, ഹ്യൂമൻ ഒരു റിസോഴ്സസോ ആണോ, അല്ല. അതേപോലെ തന്നെ വാട്ടറിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് വളരെ പ്രധാനപ്പെട്ട. ക്വാളിറ്റി ഉള്ള വെള്ളം കിട്ടുക, വെള്ളം എല്ലായിടത്തും ഉണ്ട്. ഉപ്പുവെള്ളം എന്താ കുടിച്ചൂടെ, എന്താ കുടിക്കാൻ പറ്റത്, അത് കുടിക്കാൻ പറ്റില്ല, അതിന് വെള്ളം കൊടുത്തിന്റെ ക്വാളിറ്റി ഇല്ല. അഴുകിയ വെള്ളം എന്താ, വെള്ളമല്ലേ, കുടിച്ചൂടെ, കുടിക്കാൻ പറ്റില്ല, അതിന് ക്വാളിറ്റി ഇല്ല. സോ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടതും. അതേപോലെ തന്നെ പിന്നെ ആർക്ക് വേണ്ടതും, നമ്മളെ വെള്ളത്തിന് വേണ്ടതും ഒക്കെ എന്താണ്, ക്വാളിറ്റിയാണ്. ആൻഡ് എന്താ മക്കളെ ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്, എന്താണ് ജൽജീവൻ മിഷൻ, നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ബൈ ദ ഗവൺമെന്റ് ഇൻ 2019. മക്കളെ, 2019 ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒന്നായിരുന്നു എന്തായിരുന്നു നമ്മളെ ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മിഷൻ ഈസ് ടു എൻഷുർ ദാറ്റ് സപ്ലൈ ഓഫ് 55 liters of water per person per today to every rural household through functions household tap connection by 2024. 2024 എന്ത് ചെയ്യുകയാണ്,
എല്ലാ വീടുകൾക്കും എല്ലാ സ്ഥലങ്ങളിലും എന്താണ് ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ, കുടിവെള്ള പൈപ്പുകൾ എല്ലാ വീട്ടിലും എന്താണ് പൈപ്പുകൾ നിർമ്മിക്കുന്നു. അതേപോലെ തന്നെ എന്താ ഇവിടെ പറയുന്നതാ 55 liters ഓഫ് വാട്ടർ പെർ പേഴ്സൺ പെർ ഡേ. ഒരു റൂറൽ ഹൗസ് ഹോൾഡിൽ ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ടത് 55 liters ഓഫ് വാട്ടർ ആണെന്ന് പറയുകയും അതിനെ തുടർന്ന് 2024 എന്ത് നടത്തുകയുമാണ്, നമ്മളെ ടാപ്പ് കണക്ഷൻസ് വേൾഡ് വൈഡ് ആയിട്ട് നടത്തുകയാണ്. അതിനെയാണ് ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത്. പ്ലീസ് എക്സ്പ്ലെയിൻ ജൽ ജീവൻ മിഷൻ. അങ്ങനെയൊന്നും ചോദിക്കില്ല, പ്ലീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്, എനിക്ക് വെള്ളം ഇഷ്ടമാണ്. 6 ആക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിച്ച് തൊണ്ട. നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വാട്ടർ നല്ലപോലെ കൺസ്യൂം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി എപ്പോഴും അടിപൊളിയായിട്ട് നിൽക്കണം അല്ലേ? ഓക്കെ, ക്ഷീണം വരാൻ പാടുണ്ടോ? നമ്മൾ ക്ഷീണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അതിനെക്കാട്ടും കൂടുതൽ ക്ഷീണിക്കും അല്ലേ? യെസ്, അടുത്ത നോക്കിക്കേ. മൾട്ടിപർപ്പസ് റിവർ പ്രൊജക്റ്റ് ആണ് മക്കളെ ഈ ചാപ്റ്ററിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എ ഡാം built across a river often serves a more than one purpose at a time and its term as a multi-purpose project. മക്കളെ, നമ്മളെ സ്ത്രീകളെ എപ്പോഴും പറയുന്നത് അവർ മൾട്ടി ടാസ്കിങ് പേഴ്സൺസ്. ഒരേ സമയത്ത് വീട്ടിൽ പണിയെടുക്കുന്നു, ചോറ് വെക്കുന്നു, കറി വെക്കുന്നു, മുറ്റടിച്ചായിരുന്നു, തുടയ്ക്കുന്നു, തിരുമ്പുന്നു, അലയ്ക്കുന്നു, പഠിക്കുന്നു, എല്ലാ പണികളും എന്തായി സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവരെ മൾട്ടി ടാസ്കിങ് പേഴ്സൺസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഡാം എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഒരു യൂസസിനല്ല, ഒരുപാട് യൂസസിന് ആ ഡാമിനെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? മൾട്ടി പർപ്പസ് പ്രൊജക്ട് എന്ന് വിളിക്കും. A dam built across a river often serves, അതൊരു ഒരു ഡാം റിവറിന്റെ മുകളിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു പർപ്പസിനല്ലാതെ ഒരുപാട് പർപ്പസിന് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ട് എന്നാണ് വിളിക്കാം. This project are planned for various purposes. ഒരുപാട് ഇറിഗേഷൻ, ഹൈഡ്രോ പവർ ജനറേഷൻ, വാട്ടർ സപ്ലൈ, ഡ്രിങ്കിങ്, ഇൻഡസ്ട്രിയൽ പർപ്പസ്, ഫ്ലഡ് കൺട്രോൾ, ഫുഡല്ല ഫ്ലഡ് കൺട്രോൾ ആൻഡ് നാവിഗേഷൻ. ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഡാം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് അതിനെ എന്ത് വിളിക്കാം? മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ട് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ട് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേടാ? ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ മക്കളെ അത് പറഞ്ഞ കാര്യം? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഡാം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ ബാരിയർ അക്രോസ് ഫ്ലോയിങ് വാട്ടർ ദാറ്റ് ഒബ്സ്ട്രാക്ട് ഡയറക്റ്റ് ഓർ റിട്ടേൺ ദ ഫ്ലോ, ടിപ്പിക്കലി ക്രിയേറ്റിംഗ് എ റിസർവോയർ. മക്കളെ, ഡാം എന്ന് പറയുന്നത് ഒരു ഫ്ലോയിങ് വാട്ടറിൽ ഒരു ബാരിയർ ആയി നിർത്തുന്നതാണ് അല്ലേ? ബാരിയർ ബിൽ ബിറ്റ്വീൻ ദ റിവർ എന്ന് പറയത്തില്ലേ? പറയൂട്ടോ, കൊങ്കൺ അക്കാത്ത് എന്തൊക്കെയാണ് പേര്, കൊങ്കന്ന് കണ്ടപ്പോൾ വിളിച്ചപ്പോ. ഓക്കെ, ഫ്ലോയിങ് റിവറിന് ഒരു ബാരിയർ ആയി നിർത്തുന്ന എന്തിനെയോ അതിനെ നമുക്ക് ഡാം എന്ന് വിളിക്കാം. ആൻഡ് ടിപ്പിക്കലി ക്രിയേറ്റിംഗ് ഒരു റിസർവോയർ ആയിട്ട്, ലേക്ക് ആയിട്ട്, ഇമ്പൗണ്ട്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് ഡാമിനെ പറയാം അല്ലെ? ദ മെയിൻ പർപ്പസ് ഓഫ് ഡാമിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വാട്ടർ കൺസർവേഷൻ ആണ് ഡാമിന്റെ മെയിൻ പർപ്പസ്. സോ വാട്ടർ കൺസേർവ് ചെയ്തിട്ട് അതിന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് വേറെ ഒരു പർപ്പസ് ആണ്. പക്ഷെ വൺ ഓഫ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ ഡാം എന്ന് പറയുന്നത് എന്താ? കൺസർവേഷൻ ഓഫ് വാട്ടർ. അതാണ് മെയിൻ പർപ്പസ് ആയി പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ല മക്കളെ? സെറ്റ്. അപ്പൊ അടുത്തതിലേക്ക് നമുക്ക് പോകാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ. എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ? നമ്മൾക്ക് നോക്കാം. എന്താണ് ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്? It is an Indian social movement initiated and mobilized by the tribal people, farmers, environmentalists and the human rights activists against the Sardar Sarovar Dam being built across the Narmada River in Gujarat, and it focused on the environmental issues and aims to rehabilitate displaced people. എന്താണ് മക്കളെ ഇവിടെ പറയുന്നത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയിരുന്നു. ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് ട്രൈബൽ പീപ്പിൾ ഒക്കെ മൊബിലൈസ് അവരെല്ലാവരും ചേർന്ന്, ഫാമേഴ്സും എൻവയോൺമെന്റിസ്റ്റും എല്ലാവരും ഹ്യൂമൻ ആക്ടിവിറ്റീസും എല്ലാവരും ചേർന്നിട്ട് സർദാർ സരോവർ ഡാമിനെതിരെ എന്ത് ചെയ്യാണ്? ഫൈറ്റ് ചെയ്യുകയാണ്. എന്താണ് ഈ സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്?
നമ്മുടെ നർമ്മദ റിവറിൽ ബിൽഡ് ചെയ്യുന്ന ഡാമിന്റെ പേരാണ് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. നമ്മുടെ ഗുജറാത്തിലാണ് നർമ്മദ റിവർ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ദ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് എയിം ടു റീഹാബിലിറ്റേറ്റ് ഡിസ്പ്ലേസ് പീപ്പിൾ. സോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സോഷ്യൽ മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്? എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളെ അവിടുന്ന് മാറ്റേണ്ടി വരുന്നുണ്ട്. സോ ഈ ഒരു ഡിസ്പ്ലേസ് പീപ്പിളിനെ പിന്നെ എന്ത് ചെയ്യും? അവരെങ്ങോട്ടാണ് റീഹാബിലിറ്റ് ചെയ്യുന്നത്? അതിനെ തുടർന്നായിരുന്നു ഈ ഒരു സോഷ്യൽ മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? യെസ്, ബീച്ച് ബച്ചാവോ ആന്തോളനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ധനുഷേ ഡൗട്ട് എന്ന് പറയാതെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ആകാശത്ത് നിന്ന് വരുന്ന മഴയെ നമ്മൾ എന്ത് ചെയ്യാണ്? ഹാർവെസ്റ്റ് ചെയ്യാം. മഴവെള്ളം കൊത് വേറെ ഒരു പണിയില്ല, അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് റെയിൻ വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഹാർവെസ്റ്റ് ചെയ്യാം. നമ്മൾ ടാങ്കുകളും അതേപോലെ തന്നെ നമ്മൾ കുഴിച്ച് വെച്ചിട്ട് നമ്മൾ റെയിൻ വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഇസ് എ വയബിൾ ഓൾട്ടർനേറ്റീവ്. നമ്മൾ പറഞ്ഞു സോഷ്യോ എക്കണോമിക്കലി എൻവയോൺമെന്റലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്താം. സോ ഈ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്ക് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അതിന്റെ എക്സാമ്പിൾ ആണ്. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെയും നമുക്ക് എന്താ ഈ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ? ഓക്കെ, ക്ലിയർ ആയില്ല മക്കളെ പറഞ്ഞത്? ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഗേൾസ് ഓർ കൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? ഗേൾസ് ഓർ കൾസ് ആണ് കേട്ടോ നമ്മൾ പോകുന്നത്. തുടങ്ങാം. ഗേൾസ് ഓർ കൾസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണടാ നമ്മളെ റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൗണ്ടേനിയസ് ഓർ ദ ഹില്ലി റീജിയനിൽ നമ്മൾ ഒരു ചാനൽ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഗേൾസ് ഓർ കൾസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രിംഗ് വാട്ടർ ആൻഡ് സ്റ്റോർ ഇൻ എ സർക്കുലർ ടാങ്ക്സ് കോൾഡ് ഗേൾസ് ആൻഡ് കൾസ്. ഒരു സർക്കുലർ രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു വാട്ടർ നമ്മൾ കളക്ട് ചെയ്യുക. സോ ഇറ്റ്സ് നോൺ ആസ് ഗേൾസ് ഓർ കൾസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. ഓക്കെ, ഇനി ഗാർഡിയൻസ് ആൻഡ് ജോഹ്സ്. എന്താണ് ഗാർഡിയൻസ് ആൻഡ് ജോഹ്സ് എന്ന് പറയുന്നത്? അരിഡ് റീജിയനിലും സെമി അരിഡ് റീജിയനിലും അഗ്രികൾച്ചർ ഫീൽഡ് വർ കൺവേർട്ടഡ് ഇൻ ടു റെയിൻഫെഡ് സ്റ്റോറേജ് സ്ട്രക്ചർ. അതായത് അഗ്രികൾച്ചർ ഫീൽഡിനെ നമ്മൾ എന്തായിട്ട് മാറ്റും? റെയിൻഫെഡ് സ്റ്റോറേജ് സ്ട്രക്ചറിലേക്ക് നമ്മൾ മാറ്റുന്നു. ആൻഡ് ദേ അലോ ദ റെയിൻ വാട്ടർ ടു സ്റ്റാൻഡ് ആൻഡ് മോയ്സ്ചർ ദ സോയിൽ. മണ്ണ് നനയ്ക്കാൻ വേണ്ടിയിട്ട് ധനുഷേ കഴിഞ്ഞ ക്ലാസ്സിലെ ലൈവ് ഒന്ന് കാണുക. അതിൽ ഡാമിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് മിസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്ത് കാണുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ അതുകൂടെ പറയാനുള്ള ടൈം നമ്മുടെ കയ്യിലില്ല കേട്ടോ മോനെ. ഓക്കെ, അപ്പം ആ ഒരു ലാൻഡിനെ നമ്മൾ അഗ്രികൾച്ചർ ലാൻഡിനെ എന്തായിട്ട് മാറ്റുന്നുണ്ട്? റെയിൻഫെഡ് സ്റ്റോറേജ് സ്ട്രക്ചറായി മാറ്റുന്നു. എന്നിട്ട് ആ സോയില് നനയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ആരൊരുക്കി കൊടുക്കുന്നു? ഫാമേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ബിക്കോസ് പിന്നെ ആ മണ്ണ് ആ ലാൻഡ് നനഞ്ഞ് സെറ്റ് ആയിട്ട് വേണം പിന്നെ അവർക്ക് എന്ത് ചെയ്യാണ്? അഗ്രികൾച്ചറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ഗാർഡിയൻസ് ആൻഡ് ജോഹ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അടുത്തത് റൂഫ് ടോപ്പ് വാട്ടർ ഹാർവെസ്റ്റിംഗ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എന്താണ് റൂഫ് ടോപ്പ് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുള്ള ടെക്നിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നമുക്ക് പറയാം. ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഓൾറെഡി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മേഘാലയയിൽ 200 വർഷത്തോളമായിട്ട് ഈ ഒരു സിസ്റ്റം അവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 200 years ആയിട്ട് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ വാട്ടർ ഫ്രം സ്ട്രീംസ് ആൻഡ് സ്പ്രിംഗ് ഇൻ ദ ഹില്ലി ഗഡ് ട്രാൻസ്പോർട്ടഡ് ടു അഗ്രികൾച്ചർ ഫീൽഡ് ബൈ യൂസിങ് ബാംബു ആസ് പൈപ്സ്. മക്കളെ നമ്മൾ പറഞ്ഞു റൂഫ് ടോപ്പ് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്താണ്? വീടിന്റെ മേൽക്കൂരകളിൽ റൂഫില് PVC പൈപ്പ് വെച്ച് വാട്ടർ കളക്ട് ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ടിലേക്കോ അല്ലെങ്കിൽ ടാങ്കിലേക്കോ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ കളക്ട് ചെയ്ത് അത് സെയിം പ്രൊസീജിയേഴ്സ് തന്നെ PVC പൈപ്പിന് പകരം ബാംബു അവരെടുക്കുന്നു. എടുത്തിട്ട് നടുവെട്ടിയിട്ട് ആ ഒരു
രീതിയിൽ അവർ എന്ത് ചെയ്യാം, ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി വെച്ചിട്ട് ഹില്ലി ഏരിയകളിൽ, അതേപോലെ സ്ട്രീമൊക്കെ ഒഴുകി വരുന്ന വാട്ടർ സ്ട്രീമുള്ള ഏരിയകളിൽ ഇത് വെക്കുന്നു. എന്നിട്ട് നേരെ എങ്ങോട്ട് പോകുന്നു, അഗ്രികൾച്ചർ ലാൻഡിലേക്ക് വാട്ടർ എത്തുന്ന രീതിയിൽ അവർ ചെയ്തു വെക്കുന്നു. യെസ്, ബാംബുവിനെ നമ്മൾ പൈപ്പായിട്ട് യൂസ് ചെയ്തു. മേഘാലയയിൽ 200 ഇയേഴ്സോളം അവരിത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നതാണ്. ഇതിന്റെ എക്സാക്ട് പിക്ചർ സൂം ചെയ്തിട്ടും ഒക്കെ മിസ് ഇന്നലത്തെ ലൈവിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വാട്ടർ റിസോഴ്സസ് പഠിച്ചപ്പോൾ അതൊന്ന് മക്കൾ എടുത്തു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു അല്ലേ. സോ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനായാലും വാട്ടറിനായാലും എല്ലാം എന്ത് വേണം, ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് വേണം. എന്താ മക്കളെ ഈ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്? എന്താ മക്കളെ? അതിന അത് തന്നെ കേട്ടോ, കറക്റ്റ് ആണ്. എന്താണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്? വാട്ടർ പൊല്യൂഷൻ അഫക്ട് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ അവൈലബിൾ. എന്താ ഇവിടെ പറയുന്നത്? വാട്ടർ പൊല്യൂഷൻ അഫക്ട് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ അവൈലബിലിറ്റി. അതായത് വാട്ടർ ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്? എന്ത് സംഭവിക്കും? നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിന്റെ ക്വാളിറ്റിയുടെ അത് നെഗറ്റീവ്ലി എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. നെഗറ്റീവ്ലി അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നു. This is the qualitative aspect of water scarcity. ഇതിനെ എന്താ പറയുന്നത്? Qualitative aspects of water scarcity. എന്താ പറയുന്നത്? Qualitative aspects of water scarcity. Over exploitation of water resources reduce the quality of availability water and causes unequal access of water among the different social groups. മക്കളെ ശ്രദ്ധിക്കുക, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, വീണ്ടും വീണ്ടും വാട്ടർ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ വാട്ടറിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം വാട്ടർ ഈക്വൽ ആയിട്ട് എല്ലാ സോഷ്യൽ ഗ്രൂപ്പിലേക്കും എത്തുന്നില്ല. എത്തുന്നില്ല. പല ആളുകൾക്കും പല രീതികളിലാണ് എന്തെത്തുന്നത്? ഈ വാട്ടർ എത്തുന്നത്. ആൻഡ് water quality is degrading due to the pollution from domestic trash. domestic waste നമ്മൾ വെള്ളത്തിലേക്ക് എറിയുന്നു, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് നമ്മൾ അറിയുന്നു, അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ഓരോ വളങ്ങൾ. അമ്മൻ യൂസഫെ, എന്തിനാ കുറേ നേരമായില്ല സ്പാമിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? ഈ റൂഫ് ടോപ്പ് വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രാക്ടീസിന്റെ ആൻസർ ശരിയാണ് മോനെ. അപ്പൊ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് സ്പാം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട. ബിക്കോസ് ബാക്കിയുള്ളവർക്ക് കമന്റ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് സ്പാം അയച്ചുകൊണ്ടിരിക്കേണ്ട. പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, അതിങ്ങനെ സ്പാം ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ. എപ്പോഴും നിങ്ങൾ കമന്റ്സ് കണ്ട് ആൻസർ മിസ്സിന് പറയാൻ പറ്റിക്കണമെന്നില്ലല്ലോ. മിസ് ക്ലാസ് എടുക്കല്ലേടാ. നോക്കിക്കേ, വാട്ടർ ക്വാളിറ്റി ഈസ് ഡീഗ്രേഡിങ് ഡ്യൂ ടു ദ പൊല്യൂഷൻ ഫ്രം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ വേസ്റ്റ് മുഴുവൻ വാട്ടറിലേക്ക് ഡംപ് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ട് കളയുന്നു, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ അഗ്രികൾച്ചറിന്റെ വേസ്റ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ വെള്ളത്തിലേക്ക് കൊണ്ടിടുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മളെ വാട്ടറിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് നഷ്ടപ്പെടുന്നു. സോ ഇതാണ് നമ്മളെ വാട്ടർ സ്കാർസിറ്റിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു. സോ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് വാട്ടർ സ്കാർസിറ്റി നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത നമുക്ക് പോകാനുള്ളത് how have intensive industrialization and urbanization posed a great pressure on existing freshwater resources in India. എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? പറഞ്ഞേടാ. Okay. How have intensive industrialization and urbanization posed a great pressure on existing freshwater resources in India? ഇന്ത്യയിൽ എക്സിസ്റ്റ് ആയുള്ള ഫ്രഷ് വാട്ടർ റിസോഴ്സസിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ വിറ്റ്നസ് ഇന്റൻസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുന്നേ മക്കളെ നമ്മൾ എന്ത് ചെയ്തു? കിട്ടുന്നതിന് മുന്നേ കിട്ടിക്കഴിഞ്ഞ ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഒരുപാട് ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് MNCസിന്റെ അറൈവലോട്, മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് MNC എന്ന് നമ്മൾ പറയുന്നത്. സോ MNCസിന്
അപ്പം MNCസിന്റെ വരവോടുകൂടെ അപ്പാർട്ട് ഫ്രം ഫ്രഷ് വാട്ടർ ദ റിക്വയർ ഇലക്ട്രിസിറ്റി വിച്ച് കംസ് ഫ്രം ദ ഹൈഡ്രോ ഇലക്ട്രിക് പവർ. അതേപോലെ തന്നെ മൾട്ടിപ്ലൈയിങ് അർബൻ സെന്റേഴ്സ് വിത്ത് എ ലാർജ് ആൻഡ് ഡെൻസ് പോപ്പുലേഷൻ ആൻഡ് അർബൻ ലൈഫ് സ്റ്റൈൽ ഹാവ് not only added to water and energy requirement but have further aggravated the problem. So വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവിടെ പറയുന്നത്. ഒരുപാട് കമ്പനീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വാട്ടർ കൂടുതലായിട്ട് അതിന് യൂസ് ചെയ്യേണ്ടി വരുന്നു. സോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളവും കാര്യങ്ങളും ലഭിക്കാത്ത സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുന്നു. And large scale of migration from rural to urban area is causing over exploitation of water resources. റൂറൽ ഏരിയയിൽ നിന്ന് ഒരുപാട് ആളുകൾ ജോലി ഇല്ലാണ്ട് എങ്ങോട്ട് വരുന്നു, അർബൻ ഏരിയയിലേക്കൊക്കെ വരുന്നു. സോ അങ്ങനെ വരുന്ന സമയത്ത് വാട്ടർ റിസോഴ്സസിന് നമ്മൾ വീണ്ടും ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓവറായിട്ട് എന്ത് ചെയ്യാണ്? എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ക്ലിയർ ആയില്ലേ? എന്തോ ലേണിംഗ്, എന്ത് ലേണിംഗ് ആണെന്ന് മിസ് കണ്ടില്ല. ഓക്കെ, ഈ സ്ലൈഡ്സ് മാത്രമല്ല, ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിലെ സ്ലൈഡ്സും മക്കളെ പഠിക്കണം. ചാപ്റ്റർ അറിഞ്ഞിട്ട് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, why did Jawaharlal Nehru proclaim the dams of the temples of the modern India? Explain 3 reasons. മക്കളെ, നമ്മുടെ ജവഹർലാൽ നെഹ്റു, നമ്മുടെ PM ആയിട്ട്, ഫോമർ PM ആയിട്ട് ജവഹർലാൽ നെഹ്റു എന്തിനാണ് മോഡേൺ ഇന്ത്യയുടെ ടെമ്പിൾ ആയിട്ട് ആരെ പറഞ്ഞത്? ഡാമിനെ പറഞ്ഞത്. സോ 3 റീസൺസ് അവിടെ കൊടുക്കണം. എന്തൊക്കെ റീസൺസ് ആണ്? ഒന്ന്, ദ എലിമിനേറ്റ് ഓഫ് റെഡിമേഡ് ഓർ റെഡ്യൂസ് ഫ്ലഡിങ്ങിനെ എന്താണ് കുറയ്ക്കാനും അല്ലെങ്കിൽ മൊത്തമായിട്ട് ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതേപോലെ തന്നെ പ്രൊവൈഡ് വാട്ടർ ഫോർ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. പ്രൊവൈഡ് വാട്ടർ ഫോർ ഹ്യൂമൻ ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസപ്ഷൻ, നമ്മൾ ഹ്യൂമൻ യൂസിന് സാധിക്കുന്നു. ഇൻഡസ്ട്രിയൽ കൺസപ്ഷന് വാട്ടർ നമ്മളെ സഹായിക്കുന്നു. പ്രൊവൈഡ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഫോർ ഹൗസസ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഹൗസസിനും ഇൻഡസ്ട്രീസിനും ഒക്കെ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്തു പറയുന്നത് മക്കളെ, നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ ടെമ്പിൾസ് ആയിട്ട് ആരെ പറയുന്നത്? നമ്മളെ ഡാമുകളെ പറയുന്നത്. ഓക്കെ, അലൻ എന്തൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? അലനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. മിസ് കുറച്ചു നേരം മുന്നേ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെ ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ച്, ക്വാളിറ്റി ഉള്ള ഹ്യൂമൻസിനെ കുറിച്ചിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം, ക്വാളിറ്റി ഉള്ള ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്, അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ് മക്കളെ. ശ്രദ്ധിക്കുക. നേരത്തെ അബ്ദുള്ള സാറ് പറഞ്ഞത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കമന്റ് ബോക്സിൽ ചെലവഴിക്കുന്ന അനാവശ്യ സമയം ക്ലാസ്സിലേക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെറിറ്റ്സും കാര്യങ്ങളും പരീക്ഷയ്ക്കുണ്ടാവും. അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ എടുത്ത ലൈവുകളും കൂടെ നോക്കുക. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് വന്നതെന്നുള്ളത്. അപ്പൊ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ അനാവശ്യ കമന്റുകൾ നിങ്ങൾ അയക്കുന്നതിന്റെ ഡീമെറിറ്റ്സ് അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എനി 3 ഡിഫറെന്റ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം പ്രാക്ടീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന 3 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ആണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഡീറ്റെയിൽ ഇത് പറയുന്നില്ല മിസ്, ഏതൊക്കെയാന്നുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഗൾ ഓർ ഖൾ എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻസിൽ നമ്മൾ വെസ്റ്റേൺ ഹിമാലയാസിൽ ചെയ്യുന്നത്. ദെൻ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമ്മളെ ഗുജറാത്ത്, രാജസ്ഥാനൊക്കെ അവിടെയൊക്കെ ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാളിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ, നമ്മളെ ഒരു അഗ്രികൾച്ചർ ലാൻഡിനെ നമ്മൾ മാറ്റിയിട്ട് വാട്ടർ ഫെഡ് ഏരിയ ആയിട്ട് മാറ്റുന്നത്. സോ അതെവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. സെമി ആരിഡ് റീജിയൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെയിൻഫെഡ് സ്റ്റോറേജ് സ്ട്രക്ചറിലേക്ക് നമ്മൾ ഒരു ലാൻഡിനെ കൊണ്ടുവരുന്നുണ്ട്. സോ അതിനെ നമ്മൾ എന്താ ഗാദിൻസ് അല്ലെങ്കിൽ ജോദ്സ് നമ്മൾ വിളിക്കും. സോ ഇത്രയും രീതികളിലാണ് പണ്ട് കാലത്ത്, അതായത് പണ്ട് കാലത്തല്ല ഇപ്പോഴും ഇന്ത്യയിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ദ
റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, അതിന്റെ ടെക്നിക്കാണ് ചോദിക്കുന്നത്. റെയിൻ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റൂഫിലേക്ക് വരുന്നു, അത് PVC പൈപ്പിൽ കളക്ട് ചെയ്യുന്നു ആൻഡ് ഫിൽറ്റർ യൂസിങ് ദ സാൻഡ് ആൻഡ് ബ്രിക്സ്. അവിടെ സാൻഡും ബ്രിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഫിൽറ്റർ ചെയ്യുന്നു. ദെൻ ഇറ്റ് കളക്റ്റഡ് ഇൻ ദ സം ഓഫ് ദ ഇമ്മീഡിയറ്റ് യൂസ്. സോ പെട്ടെന്ന് തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് യൂസിന് നമ്മൾ എടുക്കുന്നു. ദെൻ എക്സസ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെല്ലിലേക്ക് നമ്മൾ കിണറിലേക്ക് നമ്മൾ എത്തിക്കുന്നു. വിച്ച് റീചാർജ് ദ സം ഗ്രൗണ്ട് വാട്ടർ. സോ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, റീചാർജ് ചെയ്ത് കൊടുക്കുകയാണ്. എനി ഫർദർ റിക്വയർമെന്റ് ഓഫ് വാട്ടർ ക്യാൻ ബി ടേക്കൻ ഫ്രം ദ വെൽ. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കിണറിൽ നമുക്ക് എന്താ വെള്ളം എടുക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് അപ്പം തന്നെ നമ്മൾ വാട്ടർ കളക്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, കിണറുമായിട്ട് വെല്ലുമായിട്ട് കണക്ട് ചെയ്ത് കിണറിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ പിക്ചറിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇത് നമ്മളിവിടെ കാണുന്നത് ഇവിടുന്ന് ഇങ്ങനെ റൂഫ് ടോപ്പ് നിന്ന് വരുന്നു, PVC പൈപ്പിലൂടെ വരുന്നു, ദെൻ കിണറിലേക്ക് പോകുന്നു. ഇവിടുന്ന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. പിന്നെ ബാക്കി നമ്മൾക്ക് കിണറിലേക്ക് നമ്മൾ എത്തിക്കുന്ന രീതിയാണ് അവിടെ പറഞ്ഞത്. അതിനാണ് നമ്മൾ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കളെ നമുക്ക് പോകാം. വാട്ട് ഈസ് വാട്ടർ സ്കേഴ്സിറ്റി ആൻഡ് വാട്ട് ആർ ഇറ്റ് മെയിൻ കോസസ്. വാട്ടർ സ്കേഴ്സിറ്റി നമ്മൾ പറഞ്ഞു, വാട്ടറിന്റെ ഷോർട്ടേജ് ആണ്. നമ്മുടെ ഡിമാൻഡും സപ്ലൈ ഓഫ് വാട്ടറും നമ്മളെ ഇംബാലൻസ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഓൾസോ ഗുഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ ഈസ് റെഫേർഡ് ടു ആസ് എ വാട്ടർ സ്കാർസിറ്റി. ഗുഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ നമുക്ക് കിട്ടാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വാട്ടർ സ്കാർസിറ്റി നമുക്ക് വിളിക്കാം. ആൻഡ് അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ റിസോഴ്സസ് വാരീസ് ഓവർ എ സ്പേസ് ആൻഡ് ടൈം മെയിൻലി ഡ്യൂ ടു ദ വാരിയേഷൻ, ദ സീസണൽ വേരിയേഷൻ അനുസരിച്ച്, ആനുവൽ പെർസിപ്പിറ്റേഷൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, വെള്ളത്തിന്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നത് കാണാം. അതേപോലെ തന്നെ in agriculture sector to facilitate higher food grain production, water resources are being over exploited. വാട്ടർ റിസോഴ്സ് നമ്മൾ കൂടുതൽ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് മൂലം, അതേപോലെ തന്നെ നമ്മൾ വാട്ടർ റിസോഴ്സ് ഓവർ യൂസ് ചെയ്യുന്നുണ്ട്. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഒക്കെ വന്ന സമയത്ത് വാട്ടർ ബോഡീസ് നമ്മൾ ഓവർ യൂസ് ചെയ്യാണ്. ഇത് ഒരു കാരണമായി മാറുന്നുണ്ട്. സ്കാർസിറ്റി ഡ്യൂ ടു ദ ബാഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ. സോ ഇതെന്താണ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പൊല്യൂട്ടഡ് ആക്കുക, നമ്മുടെ വാട്ടർ ബോഡീസ് നമ്മൾ പൊല്യൂട്ടഡ് ആക്കുന്നത് എന്തിന് കാരണമാകുന്നു എന്നാ പറയുന്നത്, വാട്ടർ സ്കേഴ്സിറ്റി കാരണമാകുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ആൻഷ്യന്റ് ഹൈഡ്രോളിക്കൽ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ദ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് മെയ്ഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. നമുക്ക് ഓൾറെഡി ആൻഷ്യന്റ് ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. അതിനർത്ഥം ആൻഷ്യന്റ് ഇന്ത്യയിൽ ഹൈഡ്രോളിക് സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്തിരുന്ന അത് നമുക്ക് ഏത് കാലത്തായിരുന്നു കാണുന്നത്, BC 1-ാം നൂറ്റാണ്ടിൽ, ഫസ്റ്റ് സെഞ്ചുറിയിൽ നമ്മുടെ അലഹബാദിലെ ശ്രീരംഗവേരപുര sophisticated water harvesting system which could channel the flood water of river Ganga. River Ganga flood water വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. എവിടെയാ, നമ്മുടെ ശ്രീരംഗവേരപുരം നിയർ അലഹബാദ്. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് നമ്മൾ ലേക്സ്, ഡാം, ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്തിരുന്നു, കൺസ്ട്രക്ട് ചെയ്തിരുന്നു. ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് ഇറിഗേഷൻ വർക്ക്സ് നമ്മൾ കലിംഗ ഫൗണ്ട് ഇൻ കലിംഗയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒഡീഷയിലുള്ള സ്ഥലമാണ്, മഹാരാഷ്ട്രയിലെ കൊലാപ്പൂർ, ദെൻ ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട, കർണാടകയിലെ ബെന്നൂർ, ഇവിടെയൊക്കെ നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഇറിഗേഷൻ വർക്ക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് വാസ് ബിൽഡ് ഇൻ ഭോപ്പാൽ ഇൻ 11th സെഞ്ചുറിയിൽ ഭോപ്പാൽ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 14th സെഞ്ചുറിയിൽ ഇൽത്തുമിഷ് നമുക്ക് അറിയാം, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരിയായിരുന്ന ഇൽത്തുമിഷ് ഹൗസ് ഗാസ് എന്ന് പറഞ്ഞൊരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഡൽഹി ടു സപ്ലൈ വാട്ടർ ടു ദ സിരി ഫോർട്ട് ഏരിയയിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ, ഡൽഹിയിൽ നിന്ന് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൗസ് ഗാസ് എന്ന് പറയുന്ന ഒരു ടാങ്ക് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. In recent years, multipurpose project and large dams have come under the great scrutiny and opposition. ഇപ്പം, അതായത് പണ്ടുള്ളതിനെക്കാട്ടി ഇപ്പം ഒരുപാട് മൾട്ടിപർപ്പസ് റിവർ പ്രൊജക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് നമ്മൾ വീണ്ടും അതൊക്കെ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പോസിഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്, എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നോക്കാം.
In recent years, multi-purpose projects and large dams have come under the great scrutiny and opposition for the varieties of reasons. പല കാരണങ്ങൾ നമുക്ക് അതിന് പറയാം. ഒന്ന്, regulating and damming of river affect the natural flow. Natural flowന്റെ ഒരു റീസൺ ആയി പറയുന്നുണ്ട്. Reverse diversion and barricading due to the building of dams impact migration and swarming of aquatic lifeനെ ഒരുപാട് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മൈഗ്രേഷൻ, ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് ഒരു കാരണമായി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദ ഡാം ഹാവ് ട്രിഗേർഡ് ഫ്ലഡ് ഡ്യൂ ടു ദ സെഡിമെന്റേഷൻ. ഒരുപാട് സെഡിമെന്റേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് മിസ് പിക്ചർ വെച്ചിട്ട് വാട്ടർ റിസോഴ്സസ് മിസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സെഡിമെന്റ്സ് കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരു ഹെവി റെയിൻസ് ഒക്കെ വരുന്ന സമയത്ത് വാട്ടറിന് സ്പീഡിൽ പോകാനും കാര്യങ്ങളൊന്നും സാധിക്കില്ല. ലാർജ് സ്കെയിൽ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ലോക്കൽ കമ്മ്യൂണിറ്റി, ലോക്കൽ പീപ്പിൾ മാറുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ക്രിയേറ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ സം ടൈം മൾട്ടിപർപ്പസ് പ്രൊജക്ട് ഇൻക്ലൂഡ്, ചില സമയങ്ങളിൽ ഈ ഒരു മൾട്ടിപർപ്പസ് പ്രൊജക്റ്റ് കാരണം നമുക്ക് എർത്ത് വേക്ക്, അതേപോലെ തന്നെ വാട്ടർ ബോൺ ഡിസീസസ്, അതേപോലെ തന്നെ നമുക്ക് പൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ, എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമുക്ക് എത്തുന്നുണ്ട്. ഒരു ലൈഫിനൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഫ്ലഡ് കൺട്രോൾ ചെയ്യാനുള്ള ഡാമുകൾ തന്നെ ഫ്ലഡിന് കാരണമായി മാറുന്ന സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് പണ്ടുള്ളതിനെക്കാട് ഇപ്പം കൂടുതൽ ഓപ്പോസിഷനും അതേപോലെ തന്നെ സ്ക്രൂട്ടിനിയും കാര്യങ്ങളൊക്കെ ഏതിന് നേരെ വരുന്നത്, ഒരു മൾട്ടിപർപ്പസ് പ്രൊജക്റ്റ് വരുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ക്ലിയർ ആയോടാ? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. മക്കളെ, ഞാൻ ചോദിച്ചതിന് മാത്രം നിങ്ങൾ ഉത്തരം പറയുന്നില്ലല്ലോ. ബാക്കി എല്ലാവരും ചോദിച്ചതിന് കമന്റ് ബോക്സിൽ ഉത്തരം പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ working of underground tanks as a part of rooftop rainwater harvesting system practiced in Rajasthan. രാജസ്ഥാനിൽ നമുക്കറിയാം റൂഫ്ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ അണ്ടർഗ്രൗണ്ട് ടാങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താന്ന് നോക്കാം. ഇൻ സെമി ആരിഡ് ആൻഡ് അരിഡ് റീജൻസ്, നമ്മുടെ രാജസ്ഥാനിലുള്ള കാര്യമാണ് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഹൗസസിലും ട്രഡീഷണലി ഒരു അണ്ടർഗ്രൗണ്ട് ടാങ്ക്സ് നമുക്ക് കാണാൻ പറ്റും. അവർ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ദ ടാങ്ക് ക്യാൻ ബി ലാർജ് എ ബിഗ് റൂം, ഒരു വലുതായിരിക്കും, ഒരു റൂമിന് എത്രത്തോളം വലുപ്പമുള്ള ടാങ്കുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ദ ടാങ്ക് വേർ പാർട്ട് ഓഫ് ദ വെൽ ഡെവലപ്ഡ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. ഇത് എന്തിന്റെ ഭാഗമാണ്? വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു പാർട്ടാണ് എന്താ ഈ ടാങ്ക് എന്ന് പറയുന്നത്. ടാങ്ക്സ് വേർ കണക്റ്റഡ് ടു ദ സ്ലോപ്പിംഗ് റൂഫ്. ഈ ടാങ്ക് എന്ത് ചെയ്യും? സ്ലോപ്പിംഗ് റൂഫായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു പൈപ്പിലൂടെ എന്ത് ചെയ്യും? വാട്ടർ വരുന്ന സമയത്ത് ഈ ടാങ്കിൽ കളക്ട് ചെയ്ത് വെക്കും. റെയിൻ ഫോളിംഗ് ഓൺ ദിസ് റൂഫ് ടോപ്പ് വുഡ് ട്രാവൽ ഡൗൺ ദ പൈപ്പ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. യൂഷ്വലി ദ ഫസ്റ്റ് റെയിൻ വാട്ടർ ഈസ് നോട്ട് കളക്റ്റഡ് ടു ക്ലീൻ ദ റൂഫ് ടോപ്പ് ആൻഡ് പൈപ്പ്. ആദ്യം വരുന്ന റെയിൻ വാട്ടർ എന്ത് ചെയ്യുന്നില്ല? അവർ യൂസ് ചെയ്യുന്നില്ല. ആ റൂഫും അതേപോലെ തന്നെ പൈപ്പും ക്ലീൻ ചെയ്യാനാണ്. അത് എന്ത് ചെയ്യില്ല? ടാങ്കുമായിട്ട് കണക്ട് ചെയ്ത് വെക്കില്ല. അതർവൈസ് അത് കഴിഞ്ഞിട്ടുള്ള റെയിൻ വാട്ടർ അവർ എന്ത് ചെയ്യും? അവർ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? യെസ്, ടാങ്ക്സ് ഓർ ടാങ്കാസ് എന്നാണ് നമ്മൾ വിളിക്കുക. ദെൻ അടുത്തത്, അപ്പൊ ഇതോടുകൂടെ വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് എങ്ങോട്ടാ പോകുന്നത്? അഗ്രികൾച്ചർ എന്ന നമ്മുടെ ചാപ്റ്ററിലേക്കാണ്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേടാ? അഗ്രികൾച്ചർ നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ നമുക്ക് നോക്കാം അല്ലേ? യെസ്, ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ. Name the two major beverage crops in India. Describe their growing areas. മക്കളെ, രണ്ട് ബീവറേജ് ക്രോപ്സ് പറയാനാണ്. ടീയും കോഫിയും നമ്മൾ എന്താണ്? ബീവറേജ് ക്രോപ്സ് ആണ്. അതേപോലെ തന്നെ ടീ ഗ്രോ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഏത് ഏരിയയിലാണ് ഗ്രോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആസാം, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കേരളയിലാണ് നമുക്ക് എന്താ ടീ ഗ്രോ ചെയ്യുന്നത്.
ആൻഡ് കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാ? കർണാടക, കേരള, തമിഴ്നാട്. കർണാടക, കേരള, തമിഴ്നാടിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് റൈസ്. റൈസ് വളരാൻ വേണ്ടിയിട്ടുള്ള ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? ഡിസ്ക്രൈബ് ദ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് റൈസ്. മക്കളെ, നിമോ 1 മാർക്കാണ് വരുന്നെങ്കിൽ ആ 1 മാർക്കിന് പോയി 3 ക്വസ്റ്റ്യൻ വന്നാൽ 3 ക്വസ്റ്റ്യൻ ഏതാണ് ഉത്തരം അറിയണ്ടേ? അപ്പൊ അതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ പഠിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കട്ടോ മോനെ. ഓക്കെ. The ഖാരിഫ് ക്രോപ്പ് റിക്വയർ ഹൈ ടെമ്പറേച്ചർ. ഖാരിഫ് ക്രോപ്പിന് എന്ത് വേണം? അപ്പൊ ഇതിലൂടെ തന്നെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ റൈസ് എന്ന് പറയുന്നത് ഒരു ഖാരിഫ് ക്രോപ്പ് ആണ്, അവിടെ തന്നെ മനസ്സിലായി. അതിന് എത്ര ടെമ്പറേച്ചർ വേണം? എബോവ് 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം. അതേപോലെ തന്നെ ഹൈ ഹ്യൂമിഡിറ്റി വേണം. ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് എന്താ? ഓവർ 100 സെന്റിമീറ്റർ ആണ് ആനുവൽ റെയിൻഫോൾ ആയിട്ട് നമ്മൾ പറയുന്നത്. In the areas of less rainfall, it grows with the help of irrigation. കുറച്ച് റെയിൻഫോളും കാര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ അവിടെ എന്ത് ചെയ്യും? അവർ ഇറിഗേഷൻ യൂസ് ചെയ്ത് കൃഷിയും കാര്യങ്ങളും നടത്തും. And rice is grown in the plains of north and the northeastern India, coastal area and the deltaic regions. റൈസ് എവിടേക്കാണ് വളരുന്ന മക്കളെ? നമ്മുടെ നോർത്ത് പ്ലെയിൻസിൽ, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ, കോസ്റ്റൽ ഏരിയയിൽ, അതേപോലെ തന്നെ ഡെൽറ്റൈക് റീജിയൻസിലൊക്കെയാണ് റൈസ് വളരുന്നത്. Development of a dense network of canal irrigation and tube wells have made it possible to grow rice in areas of less rainfall such as Punjab, Haryana, Western Uttar Pradesh, parts of Rajasthan ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റൈസ് നല്ല രീതിയിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് റൈസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. റൈസ് വളരുന്നതിന് ആവശ്യമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മക്കളെ. Suggest the initiative taken by the government to ensure the increase in agriculture production. Agriculture production increase ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ സ്റ്റെപ്പാണ് കൈകൊണ്ടിട്ടുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. The government of India embarked upon introducing agriculture reforms to improve Indian agriculture in 1960s and 70s. So 1960s 70s കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഒരുപാട് അഗ്രികൾച്ചർ റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ബേസ്ഡ് ഓൺ യൂസ് ഓഫ് പാക്കേജ് ഇൻഡു ടെക്നോളജി. അതിൻ്റെ കൂടെ തന്നെ ആൻഡ് ദ വൈറ്റ് റെവല്യൂഷൻ വന്നു. ദെൻ some of the strategies initiated to improve the lot of Indian agriculture. Green revolution, അതേപോലെ വൈറ്റ് റെവല്യൂഷൻ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത സ്ട്രാറ്റജീസ് ആണ്. This too led to the concentration of development in a few selected areas. സോ പലപ്പോഴും ഇത് കുറച്ച് സെലക്റ്റഡ് ഏരിയാസിൽ മാത്രമേ ഇത് അത്രത്തോളം എത്തിയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഓക്കെ. In the 1980s and 1990s, comprehensive land of development program was initiated including both institutional and technical reforms. ഇതല്ലാതെ 1980-90 കാലഘട്ടത്തിൽ ഒരുപാട് ടെക്നിക്കൽ റിഫോംസ് വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ടെക്നിക്കൽ റിഫോംസ് നമുക്ക് വരുന്നുണ്ട്. പ്രൊവിഷൻ ഫോർ ക്രോപ്പ് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ഡ്രൗട്ട്, നമുക്ക് വരൾച്ച വരുന്ന സമയത്ത്, സൈക്ലോൺസ്, ഫയർ, ഡിസീസ്, ഇതൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോപ്പ് ഇൻഷുറൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രാമീൺ ബാങ്ക്, ഗ്രാമീൺ ബാങ്കിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ബാങ്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ലോണൊക്കെ ഫാമേഴ്സിന് ലോ ഇൻട്രസ്റ്റിൽ ഫാമേഴ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC അത് ഏർപ്പെടുത്തുന്നുണ്ട്. പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം PAIS ഏർപ്പെടുത്തുന്നുണ്ട്. സ്പെഷ്യൽ വെതർ ബുള്ളറ്റിൻ ആൻഡ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം, സ്പെഷ്യൽ വെതർ ബുള്ളറ്റിൻസ് നടത്തുന്നുണ്ട്. കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അഗ്രികൾച്ചർ ചാപ്റ്റർ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് ഇപ്പം കാലാവസ്ഥയെ കുറിച്ചുള്ളതും ഓരോ വിത്തുകളെ കുറിച്ചുള്ളൊക്കെ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ആൻഡ് അഗ്രികൾച്ചർ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. കൃത്യമായിട്ട് റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ഇത് ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. മിനിമം സപ്പോർട്ട് പ്രൈസ് അവർക്ക് എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ അവിടെ പറയാൻ സാധിക്കും കേട്ടോ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കളെ നമ്മൾ പോവുകയാണ്.
നെയിം വൺ സ്റ്റാപ്പിൾ ക്രോപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് ദ റീജിയൻസ് വേർ ഇറ്റ് പ്രൊഡ്യൂസഡ്. ഒരു സ്റ്റാപ്പിൾ ക്രോപ്പിന്റെ പേര് പറയുക, അതെവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുക. ഒരു സ്റ്റാപ്പിൾ ക്രോപ്പാണ് പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള സ്റ്റാപ്പിൾ ക്രോപ്പാണ് റൈസ് എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻസ് പ്ലെയിൻസ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, കോസ്റ്റൽ ഏരിയ, ഡെൽറ്റായിക് റീജിയൻസ്. ഇതാണ് നമുക്കിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റാപ്പിൾ ക്രോപ്പിന് വേണമെങ്കിലും എഴുതാം, പക്ഷെ അത് അറിയണം എന്നുള്ളൂ, അത് ഏത് ഏരിയയിലാണ് വളരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് റൈസിനെ കുറിച്ചാണ്. അപ്പോൾ അത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, യെസ്, നമ്മുടെ വണ്ട് ഒക്കെ പറയുന്നുണ്ട് ക്ലാസ് ലിസൺ ചെയ്യൂ ഗൈസ്. ഇതെനിക്ക് പറയാനുള്ളൂ, ക്ലാസ് ലിസൺ ചെയ്യൂ ഗൈസ്. നമുക്ക് പരീക്ഷയൊക്കെ എഴുതി പാസ് ആവണമെങ്കിൽ ക്ലാസ് ലിസൺ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്? കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറഞ്ഞ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹയർ ഡോസ് ഓഫ് മോഡേൺ ഇൻപുട്സ് അതിൽ വരുന്നുണ്ട്. ആ പേര് പോലെ തന്നെ കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്നുള്ള പേര് പോലെ തന്നെ ഹയർ ഡോസ് ഓഫ് മോഡേൺ ഇൻപുട്സ് അതിൽ കടന്നു വരുന്നുണ്ട്. ഹൈ ഹീൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് വരുന്നുണ്ട്, HYV സീഡ്സ് വരുന്നുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ the degree of commercialization of agriculture varies from one region to another. ഒരു റീജിയനിലുള്ളത് പോലെയല്ല മറ്റൊരു സ്ഥലത്ത് ഉണ്ടായിരിക്കുക. ഓരോ റീജിയനിൽ ഓരോ രീതിയിലായിരിക്കും പ്രൊഡക്ഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കുക. അപ്പോൾ കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഹൈ ഹീൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് യൂസ് ചെയ്യും, കെമിക്കൽ ഫെർട്ടിലൈസും പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഡോസ് ഓഫ് മോഡേൺ ഇൻപുട്സും എന്ത് ചെയ്യുന്നുണ്ട്, അവർ യൂസ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. Name one type of agriculture which falls in the category of plantation agriculture. Write the main characteristic of this type of agriculture. Name one type of agriculture. Type of agriculture ഏതാ? falls in the category of plantation agriculture. Plantation agriculture വരുന്ന ഒരു agriculture ആണ് ചോദിക്കുന്നത്. And write the main characteristic. എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട characteristics ആയിട്ട് നമുക്ക് മക്കളെ പറയുന്നത്? ഒന്ന്, a single type of crops മാത്രമേ, നമുക്ക് റബ്ബർ എക്സാമ്പിളുമായിട്ട് പറയാം, ഒരു സിംഗിൾ അല്ലെങ്കിൽ ബനാന, എന്ത് വേണമെങ്കിലും എൻ്റെ മക്കൾക്ക് പറയാം, കോഫി, ടീ, എനിത്തിങ്, അതൊക്കെ ഒരു പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ആണ്. സോ ഒരു സിംഗിൾ ക്രോപ്പ് മാത്രമേ നമുക്ക് എന്താ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. പ്ലാന്റേഷൻ ഈസ് കാരിഡ് ഔട്ട് ഓൺ എ ലാർജ് എസ്റ്റേറ്റ് യൂസിങ് എ ലോട്ട് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് യൂണിറ്റ്. സോ ഇവിടെ എന്താണ്, ഒരു ലാർജ് എസ്റ്റേറ്റ്, പ്ലാന്റേഷൻ ഈസ് കാരിഡ് ഔട്ട് ഓൺ എ ലാർജ് എസ്റ്റേറ്റ് യൂസിങ് ലോട്ട് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് യൂണിറ്റ് അവിടെ വരുന്നു. ലോട്ട് ഓഫ് മൈഗ്രന്റ് ലേബേഴ്സ് വർക്ക് ഓൺ ദിസ് എക്സ്റ്റേറ്റ്. ഒരുപാട് മൈഗ്രന്റ് ലേബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദ പ്ലാന്റേഷൻ ഹാസ് ആൻ ഇന്റർഫേസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ഓൾ ദ പ്രൊഡ്യൂസ് ഈസ് യൂസ് ആസ് എ റോ മെറ്റീരിയൽ ഇൻ ദ റെസ്പെക്റ്റീവ് ഇൻഡസ്ട്രി. സോ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രീസിന് കണക്ട് ചെയ്ത് വരുന്നതാണ്. കാരണം ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ച് ഈ റോ മെറ്റീരിയൽ വെച്ചിട്ടാണ് പല ഇൻഡസ്ട്രീസിലേക്കും എത്തുന്നത് അല്ലേ. അതേപോലെ തന്നെ ദ പ്രൊഡക്ഷൻ ഈസ് മെയിൻലി ഫോർ ദ മാർക്കറ്റ്. മെയിൻലി മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് അവിടെ എന്താ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ ആണ്. അതേപോലെ തന്നെ വെൽ ഡെവലപ്ഡ് ആയ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഈ ഒരു പ്ലാന്റേഷൻ ഏരിയാസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രോസസ്സിങ് ഇൻഡസ്ട്രീസും മാർക്കറ്റ്സും ഒക്കെ ഇവിടെ എന്തായിരിക്കും, ഒരു പ്ലാന്റേഷന് അടുത്തായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മക്കളെ ഇവിടെ നമ്മളോട് ചോദിച്ചത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്പിംഗ് പാറ്റേൺസ് ലിസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്പിംഗ് പാറ്റേൺസ് നമുക്ക് എന്ത് ചെയ്യാമോ, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്പിംഗ് പാറ്റേൺസ് ആണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ് നോക്കട്ടെടാ. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെ പറയാം? ഗാരിഫ് നമുക്കുണ്ട്, അതേപോലെ തന്നെ റാബി നമുക്കുണ്ട്, സെയ്ദ്, അങ്ങനെ മൂന്ന് കണ്ണിലെന്തോ പൊടി പോയി, അങ്ങനെ മൂന്ന് എന്താണുള്ളത്, നമ്മൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്പിംഗ് പാറ്റേൺസ് ആണ് നമുക്കുള്ളത്.
നമ്മുടെ ഖാരിഫിന്റെ സോയിങ് പീരീഡ് എന്ന് പറയുന്നത് മൺസൂൺ ആകുമ്പം ഇവർ അറൈവ് ചെയ്യും അല്ലെ. മൺസൂണിന്റെ ഒരു അറൈവലാണ് ഉണ്ടാവുക, ലൈക്ക് ജൂൺ ടു ജൂലൈ വരെയാണ്. റാബി ക്രോപ്പ് ജൂൺ ടു ജൂലൈ വരെയാണ്. അതേപോലെ തന്നെ ഹാർവെസ്റ്റിംഗ് ടൈം പറയുന്നുണ്ട് സെപ്റ്റംബർ ടു ഒക്ടോബർ വരെയാണ് ഹാർവെസ്റ്റിംഗ് ടൈം. ക്രോപ്പ് പാഡി, മെയ്സ്, ജോവർ, ബജ്ര, അതേപോലെ തന്നെ മൂങ്ങ്, ഉരത്, ദെൻ കോട്ടൺ, ജൂട്ട്, ഗ്രൗണ്ട് നട്ട്സ്, സോയാബീൻ ഒക്കെയാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുക. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ ആണ് ഇതിന് പ്രധാനമായിട്ട് നമുക്ക് ഖാരിഫിന് വേണ്ടത്. ഇനി റാബിയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സോയിങ് പീരീഡ് എന്ന് പറയുന്നത് വിന്ററിലാണ്, ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. അതേപോലെ തന്നെ ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് കാണുന്നത്. പ്രധാനപ്പെട്ട ക്രോപ്പ് വീറ്റ്, ബാർലി, പീസ്, ഗ്രാം, മസ്റ്റാർഡ് ആണ്. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ടെമ്പറേറ്റ് സൈക്ലോൺസ് ആൻഡ് കനാൽസ് ആണ് എന്തിന് യൂസ് ചെയ്യുക, റാബി ക്രോപ്സിൻ്റെ ഇറിഗേഷന് നമ്മൾ യൂസ് ചെയ്യാം. ആൻഡ് സെയ്ദിലേക്ക് വരുന്ന സമയത്ത് സോയിങ് പീരീഡ് എന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മാർച്ച് ടു ഏപ്രിലാണ്. മെയ് ജൂൺ ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യും നമ്മൾ അഭിരാമേ, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്താണെന്നുള്ളത് ഞാൻ എത്രയോ വട്ടമായി നമ്മൾ പറയുന്നത്. നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെയ് ജൂൺ ആകുമ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. ആൻഡ് ക്രോപ്സ് ഏതൊക്കെയാ, വാട്ടർമെലൻ, മസ്മെലൻ, കുക്കുംബോ, വെജിറ്റബിൾ, ഫോഡ് ക്രോപ്സ്, ഷുഗർ കെയിൻ, അതൊക്കെ എന്താണ് നമ്മൾ സെയ്ദ് ആ ഒരു പീരീഡിൽ നമ്മൾ ചെയ്യുന്നതാണ്. ആൻഡ് ഇറിഗേഷൻ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ, പ്രൈവറ്റ് സോഴ്സ് ഓഫ് ഇറിഗേഷൻ, നമ്മൾ ട്യൂബെൽ, ലേക്ക്, വെൽസ്, അതൊക്കെയാണ് ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ യൂസ് ചെയ്യുക. ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. മെൻഷൻ ദ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ദ growth of cotton along with any four cotton producing state ആണ് ചോദിക്കുന്നത്. മെൻഷൻ ദ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് കോട്ടൺ. കോട്ടന് വളരാൻ ആവശ്യമായ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ എന്താണെന്ന്, അതേപോലെ തന്നെ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 സ്റ്റേറ്റുകൾ മക്കളെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ബ്ലാബ്ല എൻ്റെ ഫോൺ അറിയാതെ പഠിക്കുന്നതിലേക്ക് വാട്ടോ. കോട്ടൺ എന്ന് പറയുന്ന ഒരു ഖാരിഫ് ക്രോപ്പാണ്. അതിൻ്റെ ഒറിജിനൽ ഹോം എന്ന് പറയുന്നത് ഇന്ത്യയാണ് കോട്ടൺ ഒറിജിനലി വന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ദ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് കോട്ടൺ. എന്തൊക്കെ ജിയോഗ്രഫിക്കൽ കണ്ടീഷനാണ് നമ്മളെ കോട്ടൻ്റെ ഗ്രോത്തിനായിട്ട് നമുക്ക് വേണ്ടത്? ഒന്ന്, കോട്ടൺ ഗ്രോസ് ഇൻ ദ drier parts of the black cotton soil of the Deccan Plateau. ഡെക്കാൻ പ്ലാറ്റ്യൂവിലെ എവിടെയാണ് ബ്ലാക്ക് സോയിലാണ് എന്ത് ഉണ്ടാകുന്നത്, നമ്മളെ കോട്ടൺ ഉണ്ടാകുന്നത്. ആൻഡ് കോട്ടൺ നീഡ്സ് ഹൈ ടെമ്പറേച്ചർ വേണം, ലൈറ്റ് റെയിൻഫോൾ മാത്രം മതി. അതേപോലെ തന്നെ എന്താ ഇവിടെ പറയുന്നത്, ടൂട്ടൻ ഫോറസ്റ്റ് ഫ്രീ ഡേയ്സ് ആൻഡ് ബ്രൈറ്റ് സൺഷൈൻ ഫോർ ഇറ്റ്സ് ഗ്രോത്ത്. എന്താണ് ഇവർക്ക് എന്ത് വേണം, ഫോറസ്റ്റ് ഫ്രീ ഡേയ്സും ബ്രൈറ്റ് ആയിട്ടുള്ള സൺഷൈനും ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. 6 to 8 months എടുക്കും എന്ത് ചെയ്ത് ഈ കോട്ടൺ വളർന്നു വരാൻ വേണ്ടിയിട്ട്. മേജർ കോട്ടൺ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ടീ. ടീൻ്റെ കൾട്ടിവേഷന് എന്തൊക്കെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ ആണ് വേണ്ടത്, അതേപോലെ തന്നെ ടീ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ 2 സ്റ്റേറ്റുകൾ പറയാൻ പറയുന്നുണ്ട്. ടീ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, അതൊരു പ്രധാനപ്പെട്ട ബീവറേജ് ക്രോപ്പാണ്. ആസാമിലും വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടീ പ്ലാന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ്, അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ ആണ്. ഒരു ഓർഗാനിക് മാറ്ററിലാണ് എന്ത് വളരുക, ഈ ഒരു ടീ വളരുക. ദെൻ ടീ ബുഷസ് റിക്വയർഡ് വാം ആയിട്ടുള്ളതും മോയിസ്റ്റ് ആയിട്ടുള്ളതും ഫ്രോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ക്ലൈമറ്റും ആർക്ക് വേണം, ത്രൂ ഔട്ട് ദ ഇയർ ടീ ബുഷസിന് ഉണ്ടായിരിക്കണം. ആൻഡ് ടീ ബുഷസ് റിക്വയർഡ് ഫ്രീക്വൻറ്റ് ഷവർ ത്രൂ ഔട്ട് ദ ഇയർ ടു എൻഷുർ കണ്ടിന്യൂസ് ഗ്രോത്ത്. അത് കണ്ടിന്യൂസ് അതിൻ്റെ ടെൻഡർ ലീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ടീ പൗഡറൊക്കെ ഉണ്ടാക്കുന്നത്. ആ ഒരു ടെൻഡർ ലീവ്സ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി കണ്ടിന്യൂസ്ലി നമ്മളൊരു ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഷവർ കൊടുക്കണം. ഇറ്റ് നീഡ്സ് അബാൻഡൻ ചീപ്പായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് അതിന് വേണം. ടീ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആസാമിലും അതേപോലെ തന്നെ എവിടെയുമാണ്, വെസ്റ്റ് ബംഗാളിലുമാണ്. ഓക്കെ, അപ്പം നമ്മൾ
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ? പ്ലാന്റേഷൻ അഗ്രികൾച്ചറിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എ സിംഗിൾ ടൈപ്പ് ക്രോപ്പ് അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു വലിയൊരു ലാർജ് ഏരിയയിൽ ഒരു സിംഗിൾ ടൈപ്പ് ക്രോപ്പേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ എ പ്ലാന്റേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ എ ലാർജ് എസ്റ്റേറ്റ്. വലിയ എസ്റ്റേറ്റ് നമ്മൾ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് യൂണിറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്ലാന്റേഷൻ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ലോട്ട് ഓഫ് മൈഗ്രന്റ് ലേബേഴ്സ് വർക്ക് ഓൺ ദ എസ്റ്റേറ്റ്. ഒരുപാട് മൈഗ്രന്റ് ലേബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദ പ്ലാന്റേഷൻ ആസ് ആൻ ഇന്റർഫിയർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ഓൾ ദ പ്രൊഡ്യൂസ് ഈസ് യൂസ് ആസ് എ റോ മെറ്റീരിയൽ ഇൻ ദ റെസ്പെക്റ്റീവ് ഇൻഡസ്ട്രീസ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എന്താ മക്കളെ പറയുന്നത്, ഈ വലിയ ഒരുപാട് ഇൻഡസ്ട്രീസിന് റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്ലാന്റേഷൻ ആണ്. ആൻഡ് ദ അടുത്തെന്താ പറയുന്നത്, ദ പ്രൊഡക്ഷൻ ഈസ് മെയിൻലി ഫോർ ദ മാർക്കറ്റ്. മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഇവിടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ തന്നെയാണ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് എ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് എന്തിനു വേണം, ഈ ഒരു പ്ലാന്റേഷൻ അഗ്രികൾച്ചർ നമുക്ക് കൂടിയേ തീരൂ. ആൻഡ് പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, പ്രോസസ്സിങ് ഇൻഡസ്ട്രി, മാർക്കറ്റ്സ്, അതൊക്കെ ഈ ഒരു നമ്മളെ പ്ലാന്റേഷൻ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നതിന് എന്താണ്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്ന് വേഗം കമന്റ് ചെയ്തേടാ. ക്ലിയർ ആയോ? അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. എവിടെ എവിടെ ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, എല്ലാവരും ഇത് വേഗം കമന്റ് ചെയ്തേ. എല്ലാവരും ഇത് വേഗം കമന്റ് ചെയ്തേ. പക്കാ ക്ലിയർ എന്നൊക്കെ പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ടാണോ? ഓക്കെ, അപ്പം അടുത്ത ചാപ്റ്റർ ആയിട്ട് ABD സാറ് വരുന്നുണ്ട്. അപ്പൊ അടുത്ത ചാപ്റ്റർ ഒന്ന് മക്കൾ പഠിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് എന്താ, നമുക്ക് ജോഗ്രഫി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും കേട്ടോ. ഓക്കെടാ, സാർ വന്നു. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ആണ് നാഷണലിസം ഇൻ ഇന്ത്യ. ഓക്കെ മക്കളൊക്കെ ഉണ്ടല്ലോ അല്ലേ, പോയിട്ടില്ലല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വീണ്ടും മിസ് വരുന്നതാണ് ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അല്ലേ? ആണ് മിസ് വീണ്ടും വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, അത് കഴിഞ്ഞാൽ വീണ്ടും വരുന്നതാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി. അവിടെ കലാപരിപാടി കഴിയും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. യെസ് ആണ് കേട്ടോ. ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സെറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പോട്ടാ. ഇപ്പം ഹെയർ കട്ട് ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ, എന്തായാലും മുടിയൊക്കെ കട്ട് ചെയ്ത് ചെയ്യാൻ വരാം. നിങ്ങൾ എന്തായാലും കുറേ വട്ടം പറഞ്ഞല്ലേ ഇടയ്ക്ക് ഞാൻ മുടിയൊക്കെ കട്ട് ചെയ്ത് വന്നോളാം. അപ്പോൾ എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഗാന്ധിജി നടത്തിയിട്ടുള്ള മൂവ്മെന്റ്സും അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം മക്കൾ നേരത്തെ ഒരു ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നു, അതിലേക്കൊക്കെ നമുക്ക് പോകണം. അതായത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റും നോൺ കോപ്പറേഷൻ മൂവ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിച്ചിരുന്നു. അവിടേക്കൊക്കെ നമുക്ക് പോകാം. ഫസ്റ്റ് നെയിം ദ റൈറ്റർ ഓഫ് ദ ബുക്സ്. ഹിന്ദു സ്വരാജ്. ഹിന്ദു സ്വരാജ് ആരുടെ വർക്കാണ്? എല്ലാവർക്കും അറിയുന്നതാണ്. മഹാത്മാഗാന്ധിയുടേതാണ്. ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന വർക്കാരുടേതാണ്, മഹാത്മാഗാന്ധിയുടേതാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്. ഇതൊരു വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഈസി ആയിട്ട് മക്കൾ അവിടെ ആൻസർ ചെയ്യുക. അത് മറ്റാരുമല്ല, ഹിന്ദു സ്വരാജ് ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. ഓക്കെ, യെസ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ വൺ വേർഡ് തന്നെയാണ്. ഹു റോട്ട് ദ സോങ് വന്ദേ മാതരം? വന്ദേ മാതരം എന്ന് പറയുന്ന സോങ് ആരാണ് എഴുതിയത്? ബങ്കിം ചന്ദ്ര ചട്രോപതിയാണ്, അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഓക്കെ, അദ്ദേഹം പറയുന്ന ആനന്ദം ഭട്ട് എന്ന് പറയുന്ന നോവലിനാണ്, ബംഗാളി ലാംഗ്വേജിലാണ് നമ്മൾ ഈ ഒരു വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ആനന്ദം ഭട്ട് എന്ന് പറയുന്ന നോവലിനാണ് ഈ പറയുന്ന വന്ദേ മാതരം എന്ന് പറയുന്ന ലൈൻസ് നമ്മൾ ചെയ്തിട്ടുള്ളത്, കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? യെസ്, അഗെയിൻ വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വന്ദേ മാതരം ആരുടേതാണ് വരികൾ എന്നുള്ളത്. ഇനി എല്ലാം വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ല. ഓക്കെ,
യെസ്, എല്ലാം വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളൊരു എന്താ പറയുക ഷോർട്ട് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വൈ ഡിഡ് ഗാന്ധിജി ഡിസൈഡഡ് ടു ലോഞ്ച് എ നാഷണൽ വൈഡ് സത്യാഗ്രഹ അഗെയിൻസ്റ്റ് പ്രൊപ്പോസ്ഡ് റൗലറ്റ് ആക്ട് ഓഫ് 1919? എക്സ്പ്ലെയിൻ എനി 3 റീസൺസ്. എന്തുകൊണ്ടാണ് ഗാന്ധിജി റൗലറ്റിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സത്യാഗ്രഹ നാഷണൽ വൈഡ് ആയിട്ട് രാജ്യത്തുടനീളം നടത്താൻ തീരുമാനിച്ചത് എന്ന് ചോദിക്കുന്നതിനുള്ള ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കണം അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഗാന്ധിജി നാഷണൽ വൈഡ് ആയിട്ടും റൗലറ്റ് ആക്ടിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സത്യാഗ്രഹം കണ്ടക്ട് ചെയ്ത് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൗലറ്റ് ആക്ട് വാസ് പാസ്ഡ് ഹെറിഡിലി ബൈ ദ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഡിസ്പൈറ്റ് ദ ഒപ്പോസിഷൻ ഓഫ് ഇന്ത്യൻ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലാതെയാണ് എന്ത് പാസ്സാക്കിയിട്ടുള്ളത്? യെസ്, ഈ പറയുന്ന റൗലറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ദ റൗലറ്റ് ആക്ട് ഗേവ് എനോമസ് പവർ ടു ഗവൺമെൻറ് റെപ്രസിംഗ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് റെപ്രസ് ചെയ്യാൻ ഗവൺമെൻറ്റിന് നമ്പർ ഓഫ് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ എന്തിനോട് കിട്ടും? റൗലറ്റ് ആക്ടിലൂടെ കിട്ടും. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പ്രസന്റ് ചെയ്യാം, വിതൗട്ട് ട്രയൽ പ്രസന്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ടും അക്കോർഡിംഗ് ടു ദിസ് ആക്ട് ദി ഗവൺമെന്റ് ഡിറ്റൈൻഡ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് വിതൗട്ട് ട്രയൽ ഓഫ് എ പീരീഡ് ഓഫ് 2 years. ഒരു ട്രയൽ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാം. അതുകൂടാതെ എന്ത് ചെയ്യാം? പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ റെപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യാം? അടിച്ചമർത്താം, അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലാതെയാണ് ഈ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഇത്രയും കാരണം മതി ഗാന്ധിജിക്ക് എന്ത് ചെയ്യാൻ? ഈ റൗലറ്റ് ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ അവിടെ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം, how did Salt March became the base of the civil disobedience movement? Explain. എങ്ങനെയാണ് സാൾട്ട് മാർച്ച് ഈ പറയുന്ന സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് ആരംഭമായത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് the Salt March became the base of civil disobedience movement because 31st March 1930 1930 എന്താ പറയുക മാർച്ച് 31 ഈ പറയുന്ന സാൾട്ട് മാർച്ച്. Then Mahatma Gandhi sent a letter to Viceroy Irwin stating 11 demands out of which were general interest of some specific demands of different classes. അപ്പോൾ 11 ഡിമാൻഡ്സുമായിട്ട് ഇവന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലെറ്റർ അയക്കുന്നുണ്ട്, മഹാത്മാഗാന്ധി അയക്കുന്നുണ്ട്. ഓക്കെ, യെസ്, മഹാത്മാഗാന്ധി അയക്കുന്നുണ്ട്. അതിലൂടെ ഡിമാൻഡ് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അബോളിഷ് സാൾട്ട് ടാക്സ് തന്നെയാണ് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെപ്പണായിട്ട് ആര് ചൂസ് ചെയ്യുന്നത്? ഗാന്ധിജി ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക സാൾട്ട് മാർച്ചിൻ്റെ ഇയർ അല്ല മക്കളെ, എവിന് അയച്ചിട്ടുള്ള മെസ്സേജ് ആ ഒരു എവിന് അയച്ചിട്ടുള്ള ഡിമാൻഡ് സെൻഡ് ചെയ്തിട്ടുള്ള മന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എവിന് അയച്ചിട്ടുള്ള മെസ്സേജിൻ്റെയാണ് നമ്മളവിടെ ഇയർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവന് മെസ്സേജ് എന്ത് ചെയ്തിരുന്നു? 11 ഡിമാൻഡ്സ് ചെയ്തിട്ട് ഇവന് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. മെസ്സേജ് പറഞ്ഞാൽ വാട്സപ്പ് മെസ്സേജ് ഒന്നല്ല, അന്നുണ്ടായിരുന്ന മെത്തേഡ്സിലൂടെ എന്ത് ചെയ്തിരുന്നു? ഇവന് റിക്വസ്റ്റ് ലെറ്റർ അയച്ചിരുന്നു. അതിലുള്ള ഇയറാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ക്ലാസ് തീരാറായിട്ടില്ല മക്കളെ. നമ്മൾ 11 o'clock തീർക്കണം എന്നാണ് മാക്സിമം മക്കൾ എന്ത് ചെയ്യാണ്? മാക്സിമം മക്കൾ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 11 o'clock തന്നെ തീർക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റിച്ച് ആൻഡ് പേഴ്സിൻ്റെ ഒക്കെ ഒരു കോമൺ ഫുഡാണ് സാൾട്ട്, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡിന് വേണ്ട ഒരു എന്താ പറയുക കോമൺ ആയിട്ട് വേണ്ട ഒരു ഐറ്റമാണ് സാൾട്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പണായിട്ട് സാൾട്ട് ചൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാൾട്ട് എന്ന് പറയുന്നത് സാൾട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് ആരംഭമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗ്രാജുവലി സ്ലോ ഡൗൺ ഇൻ സിറ്റീസ്? വൈ? എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്ലോ ഡൗൺ ആയത്? സിറ്റീസിൽ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്ലോ ഡൗൺ ആണുള്ള റീസൺ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. The non-cooperation movement gradually slowed down in the towns and cities because khadi clothes were expensive. ആ പോയിന്റ്സ് മാത്രം കൊടുത്താൽ മതി. khadi were expensive. അതുകൊണ്ട് തന്നെ പുവർ പീപ്പിൾസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് അഫോർഡബിൾ ആയിരുന്നില്ല. പുവർ പീപ്പിൾസിന് അത് കൺസ്യൂം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, in Rowlett Act who was main villain? Rowlett Act സർ സിഡ്നി റൗലറ്റ് ആണ്. സർ സിഡ്നി റൗലറ്റിൻ്റെ ലീഡർഷിപ്പിലാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഇനി മെയിൻ വില്ലൻ എന്ന് നോക്കുകയാണെങ്കിൽ ജാലിയൻ വാലാബാഗ് മസാക്കറിന് ഇടയാക്കിയിട്ടുള്ള ജനറൽ ഡയറിനെയാണ് ഉദ്ദേശിച്ചത്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്നത് there was need for Indian institution for the teachers, students and lawyers, but this was very slow to come. അപ്പോൾ നമ്മളോട് പറയുന്നത് lack of Indian institutions, അത് കൊടുത്താൽ മതി. lack of Indian institutions എന്നുള്ളതാണ് അവിടെ നമുക്ക് കൊടുക്കേണ്ടത്. നാളെ മോർണിംഗ് ക്ലാസ്സിൻ്റെ ഇക്കണോമിക്സ് ആണ്, അനഗമിസ് വരും. ഓക്കെ, മോർണിംഗ് ആൻഡ് ഈവനിങ് നാളെ ഇക്കണോമിക്സ് ആണ്. ഫൈനൽ നമ്മൾ 5th നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഓക്കെ, യെസ്. അടുത്തത്, thus once again people started using mill-made British clothes and the students, teachers and lawyers joined their respective institutions. അപ്പോൾ ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ ഇന്ത്യൻ പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുമാണ് അതിനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സ്റ്റുഡൻസ് ഒക്കെ സ്കൂളില്ലാത്തപ്പോൾ എവിടെ പോകും? ഇന്ത്യൻ സ്കൂൾസ് ഇല്ല. ഇന്ത്യൻ സ്കൂൾസ് ഒക്കെ സ്ലോ ആണ് എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ
എന്ത് ചെയ്യും, എന്താണോ അതൊരു ഓപ്പർച്യൂണിറ്റി, അപ്പോൾ അല്ലെങ്കിൽ അത് ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സിറ്റുവേഷൻ ആയിരുന്നു, ബ്രിട്ടീഷേഴ്സിൻ്റെ ക്ലോത്ത്സ് ആയിരുന്നു, ബ്രിട്ടീഷ് മെയ്ഡ് ഗുഡ്സ് ആയിരുന്നു, നമുക്ക് അതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ബ്രിട്ടീഷേഴ്സിനോട് കൂടുതൽ കാലം കോപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയിട്ടില്ല. ഇസ് ദാറ്റ് ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് സ്ലോ ഡൗൺ ആയത്? ഈ 2 പോയിന്റ്സ് ഓർമ്മിച്ചാൽ മതി. എന്താ പറയുക, യെസ്, ഇന്ത്യൻ ഖാദി ക്ലോത്ത്സ് വെയർ എക്സ്പെൻസീവ് ആൻഡ് ലാക്ക് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ 2 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡെവലപ്പ് ചെയ്യാനും പറ്റും. ക്ലിയർ ആണോ? യെസ്. And it describes the main features of Pune Pact. Pune Pact main features എന്തൊക്കെയാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, in the second round table conference, Dr. Ambedkar demands separate electorates of the Dalits against his Gandhi began first unto death because he believed that the separate electorate of Dalits would be slowed down to process the national integration. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് സിസ്റ്റം വേണം എന്നുള്ള ഡിമാൻഡ് ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ മുമ്പോട്ട് വെച്ചിരുന്നത്. ബിക്കോസ് ദളിറ്റ്സിന്റെ എംപവർമെന്റിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം, സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് സിസ്റ്റം. എം എൻജിത്ത് യെസ്, നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ട്. ഓക്കെ, യെസ്, കൊമേഴ്സ് ക്ലാസ് ഉണ്ട് മക്കളെ. കൊമേഴ്സ് ഉണ്ട് നമുക്ക്. S+1 കൊമേഴ്സും ഉണ്ട്, സയൻസ് മാത്രമല്ല കൊമേഴ്സും ഉണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ നാളെ മോർണിംഗ് ക്ലാസ് ഇക്കണോമിക്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂന പാക്റ്റിന്റെ 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറയുമ്പോൾ ഗാന്ധി പറയുന്ന പോലെ തന്നെ ഗാന്ധി വിചാരിച്ചു ഈ പറയുന്ന ദളിറ്റ്സിന് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ദളിറ്റ്സിനെ എംപവർ ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ഗാന്ധിജി എന്ത് റിയലൈസ് ചെയ്തു, ഈ ദളിറ്റ്സിന് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ മേ ബി ദേ വെയർ അലിനേറ്റഡ്. ഈ സൊസൈറ്റിയിൽ നിന്ന് അവർ മെയിൻ സ്ട്രീം നിന്ന് അവർ അലിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരാം, അവരെ മാറ്റി നിർത്തുന്ന സിറ്റുവേഷൻ വരാം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് എല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് ആര് ശ്രമിക്കുന്നത്, ഗാന്ധിജി ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്ത് ചെയ്യുക, അത് മിക്കവാറും എന്ത് ചെയ്യാം, ആ ഒരു നാഷണൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാവരും ഒത്തിണക്കി കൊണ്ടുപോകാനുള്ള സാധ്യത അവിടെ കുറയാം എന്നും ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ലേറ്റർ ഓൺ അംബേദ്കർ ആക്സെപ്റ്റഡ് ഗാന്ധിയൻ വ്യൂ ആൻഡ് ദ പുന പാക്ട്. The depressed class people were given the reserved seats in the provincial and the central legislative council election, but to be voted by the general electorate. അപ്പോൾ ഗാന്ധിജിയുടെ വ്യൂ എന്താണോ എന്ന് ആര് റിയലൈസ് ചെയ്യുന്നു, അംബേദ്കർ റിയലൈസ് ചെയ്യുന്നു. അംബേദ്കറും പറഞ്ഞത് ആരുടെ എംപവർമെന്റ് ആണ്, ദളിറ്റ്സിന്റെ എംപവർമെന്റ് ആണ്. ഗാന്ധിജിയും പറഞ്ഞത് ദളിറ്റ്സിന്റെ എംപവർമെന്റ് തന്നെയാണ്. പക്ഷേ അംബേദ്കർ പറഞ്ഞ സെപ്പറേറ്റ് ഇലക്ടോറൽ സിസ്റ്റം ആണെങ്കിൽ ഗാന്ധിജി പറഞ്ഞു അത് എന്തിലേക്ക് എത്തിക്കാം, അത് മിക്കവാറും അവരെ അലിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അലിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ സാർ ഇതെല്ലാം പഠിക്കാൻ ഒരു ദിവസം തീരും. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതല്ലേ മക്കളെ? യെസ്. അപ്പോൾ അംബേദ്കർ എന്തിയാണ് ഗാന്ധിയുടെ വ്യൂസ് ഒക്കെ തിരിച്ചറിഞ്ഞ് അംബേദ്കർ എന്തിയാണ് ഗാന്ധിയുമായിട്ട് ഗാന്ധിയുമായിട്ട് ഒരു കോംപ്രമൈസിലെത്തുകയും അവരൊരു പുന പാക്റ്റിൽ സൈൻ ചെയ്യുകയും അത് പ്രകാരം സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് അല്ല റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിസർവ്ഡ് സീറ്റ്സ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാണ്, ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സസിന് പ്രൊവൈഡ് ചെയ്യാണ് അല്ലെങ്കിൽ ദളിറ്റ്സിന് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ജനറൽ ഇലക്ഷൻ ആണ് നടക്കുന്നത്, എല്ലാവർക്കും എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി പൊളിറ്റിക്കൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോകുന്നത് ദളിത് പാർട്ടിസിപ്പേഷൻ വാസ് ലിമിറ്റഡ് ഇൻ ദ സിവിൽ ഡിസോബിഡിയന്റ് മൂവ്മെന്റ് എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദളിതിന്റെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു സിവിൽ ഡിസോബിഡിയന്റ് മൂവ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ലാസ്റ്റ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് വൈസ് ഇതിലൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ the abstract concept of Swaraj did not move the nation's untouchables. They had began to call themselves Dalits or oppressed from around 1930. നമ്മളോട് പറയുന്നത് സ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും അൺടച്ചബിൾസിന് എന്ത് ചെയ്യുന്നില്ല, സൊസൈറ്റിയിൽ അവർക്ക് കൂടുതൽ സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അവരെ തന്നെ വിളിക്കുന്ന ഒപ്രസ്ഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ ദളിറ്റ്സ് എന്നാണ് അവരെ തന്നെ എന്ത് ചെയ്തിരുന്നത്, വിശേഷിപ്പിച്ചിരുന്നത്. ഫോർ ലോങ് ടൈം കോൺഗ്രസ് ഹാഡ് ഇഗ്നോർഡ് ദ ദളിറ്റ്സ് ഫോർ ഫിയർ of offending the donations. The conservative eye cast in those. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കോൺഗ്രസിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ദളിറ്റ്സിന്റെ ആ ഒരു അഫ്രൈഡിനെ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് കോൺഗ്രസിനകത്ത് തന്നെ ഹയർ ക്ലാസ്സസ് ആയിരുന്നു കൂടുതലും എന്ത് ചെയ്തിരുന്നത് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ദളിത് ലീഡേഴ്സ് ബിലീവ് ദാറ്റ് ഇൻ എ ഡിഫറെന്റ് പൊളിറ്റിക്കൽ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം ഓഫ് ദെയർ കമ്മ്യൂണിറ്റി. അവരുടെ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് എന്തില്ല, ഇന്ത്യൻ കോൺഗ്രസിനകത്ത് സൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റിൽ സൊല്യൂഷൻ ഇല്ല. സിവിൽ ഡിസോബിഡിയന്റ് മൂവ്മെന്റിന്റെ ഭാഗമായതുകൊണ്ടൊന്നും നമ്മുടെ പ്രോബ്ലം എന്താണോ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അല്ലേ, അതിനുള്ള സൊല്യൂഷൻ ഇല്ല എന്നാണ് ആര് വിശ്വസിക്കുന്നത്, ദളിത് ലീഡേഴ്സ് വിശ്വസിക്കുന്നത്. Dalits thought that only political empowerment would resolve their problems of social disabilities. അപ്പോൾ അവരുടെ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ എന്തിലൂടെ പറ്റുന്നുള്ളൂ, പൊളിറ്റിക്കൽ എംപവർമെന്റിലൂടെ മാത്രമേ പറ്റൂ എന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട്, ദളിത് ലീഡേഴ്സ് റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സിവിൽ ഡിസോബിഡിയന്റ് മൂവ്മെന്റിലൂടെ അവരുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല എന്തിയാണ്. യെസ്, 11 o'clock നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം എന്നാണ് വിശ്വസിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ബ്ലാ ബ്ലാ യെസ് ബ്ലാ ബ്ലാ. ഓക്കെ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്.
two places A and B have been marked on the given outline political map of India. Identify them by the help of information and write their correct names on the lines drawn near me. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് രണ്ട് പ്ലേസസ് അവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ട് പ്ലേസസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് A and B. അത് ഏത് പ്ലേസസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് നിങ്ങൾ ആ പ്ലേസസ് കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഇത്തരത്തിലുള്ള എന്താണ് പറയുക ഇൻഫർമേഷൻസ് തന്നില്ലെങ്കിലും എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്, എയുമായിട്ട് ബന്ധപ്പെട്ടതും ബിയുമായിട്ട് ബന്ധപ്പെട്ടതും. അപ്പോൾ പ്ലേസ് നിങ്ങൾ എന്ത് ചെയ്യുക ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. The place where the session of Indian National Congress had held in September 1920. 1920 സെപ്റ്റംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻ എവിടെ വെച്ചായിരുന്നു, ഏത് പ്ലേസിലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ എ വരുന്നത്. അതുപോലെ തന്നെ ബി വരുന്നത് എന്താണ്, പ്ലേസ് വേർ മഹാത്മാഗാന്ധി ബ്രോക്ക് സാൾട്ട് ലോ. സാൾട്ട് ലോ എവിടെയാണ് മഹാത്മാഗാന്ധി ബ്രേക്ക് ചെയ്തിട്ടുള്ളത്, സാൾട്ട് ലോ എവിടെയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്, ആ പ്ലേസുമാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ കൊൽക്കത്ത ആൻഡ് ദണ്ഡി ആണ് മക്കള്. എ കൊൽക്കത്ത ആൻഡ് ബി ദണ്ഡി ആണ് അവിടെ വരുന്നത്. ഓക്കെ ഓക്കെ, എ കൊൽക്കത്ത ആൻഡ് ബി ദണ്ഡിയാണ് അവിടെ വരുന്നത്. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് question analyzes implication of First World War on the economic and political situation in India. ഇന്ത്യയിലെ economic political situation ആണ് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ ടൈമില്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. The war created a new economic and political situations. It led to huge increase in defense expenditure which was financed by war loans and increased taxes. Custom duties were raised and income tax introduced. നമ്മൾ ലാസ്റ്റ് പറഞ്ഞതായിരുന്നു ടാക്സ് വാർ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്തു, ടാക്സിലൂടെയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഡ്യൂട്ടീസിലൂടെയും അതുപോലെ തന്നെ ഇന്ത്യൻ സോൾജേഴ്സിന് ഇന്ത്യൻ വില്ലേജേഴ്സിനെ സോൾജേഴ്സ് ആക്കിയിട്ടും ഒക്കെ എന്ത് ചെയ്തു യൂസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ക്രോപ്പ് ഫെയിലിയർ ഒക്കെ ഉണ്ടായ സമയത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ എന്തുണ്ടായി, എന്താ പറയുക, ഫെമിൻ പോലുള്ള സിറ്റുവേഷൻ ഉണ്ടായി, ഫുഡ് ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് തന്നെ എപ്പിഡമിക്സും വലിയ രീതിയിൽ എന്ത് ചെയ്തിരുന്നു, സ്പ്രെഡ് ചെയ്തിരുന്നു. അതൊക്കെയാണ് അവിടെ പോയിന്റ്സ് ചെയ്തിരുന്നത്. എനി പോയിന്റ്സ് എന്താ പറയുക, 5 പോയിന്റ്സ് ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താ പറയുക 6 പോയിന്റ്സ് ഉണ്ട്, അതിലേതെങ്കിലും 5 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ 5 പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഇതിൽ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏകദേശം എന്താ പറയുക 60% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹിസ്റ്ററിയുടെ കാര്യം മേ ബി അതുപോലെ തന്നെ ആയിരിക്കും എല്ലാം. ഓക്കെ ഓക്കെ, and the next question, analyze the role of folklore and symbols in the revival of nationalism in India during late 19th century. എങ്ങനെയൊക്കെയാണ് എന്താ പറയുക ഫോക്ലോറും അതുപോലെ തന്നെ സിമ്പിൾസും ഇന്ത്യയിൽ നാഷണലിസം ക്രിയേറ്റ് ചെയ്യുന്നില്ല, എങ്ങനെയൊക്കെയാണ് അവർക്കുള്ള റോൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഐഡിയാസ് ഓഫ് നാഷണലിസം വെർ ഡെവലപ്ഡ് ത്രൂ ഇന്ത്യൻ ഫോക്ലോർ ആൻഡ് സിമ്പിൾസ്. നാഷണലിസ്റ്റ് ബിഗാൻ റെക്കോർഡിംഗ് ഫോക്ക് ടൈൽസ് സങ് ബൈ ബേർഡ്സ് ആൻഡ് they toured village to gather folk songs and legends. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഫോക്ക് സോങ്സിലൂടെയും ഇന്ത്യയുടെ ആ ഒരു പാസ്റ്റ്, ഇന്ത്യയുടെ ആ ഒരു ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള പാസ്റ്റിനൊക്കെ ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഫോക്ക് ടൈൽസും ഫോക്ക് സോങ്സും ഒക്കെ ശ്രമിച്ചിരുന്നത്. അതിലൂടെ എന്ത് ചെയ്യാൻ ആ ഒരു ട്രഡീഷനും അതൊക്കെ എന്ത് ചെയ്യാണ് ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഇടയിലേക്ക് ആ ഒരു സെൻസ് ഓഫ് വൺനെസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സിമ്പിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇൻ ബംഗാൾ രവീന്ദ്രനാഥ ടാഗോർ ഹിംസെൽഫ് ബിഗാൻ കളക്ടിങ് ബല്ലാഡ്സ് published massive volume collecting Tamil folk tales, folklores and southern India. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ എന്താ പറയുക രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിലും അല്ലെങ്കിൽ നദേശ ശാസ്ത്രി ആണെങ്കിലും ഒക്കെ ഈ പറയുന്ന ഫോക്ക് ടെയിൽസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന സൗത്ത് ഇന്ത്യയുടേതാണെങ്കിലും നോർത്ത് ഇന്ത്യയുടേതാണെങ്കിലും അവിടുത്തെ ആ ഒരു ട്രഡീഷൻ എന്താണോ അത് ഇന്ത്യൻ പീപ്പിൾസിന് റിയലൈസ് ചെയ്യുക, ആ ഒരു പാസ്റ്റിനെ ഗ്ലോറിഫൈ ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന പോലെ തന്നെ സ്വദേശ് മൂവ്മെന്റ് ടൈമിൽ തന്നെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ട്രീ കളർ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നപ്പോൾ ഫ്ലാഗും ഫോക്ക് ടൈൽസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഇടയിൽ സെൻസ് ഓഫ് വൺനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കാരണമായിട്ടുണ്ട്. ഓക്കെ, സോ ഐ കാൻ ഹിയർ യു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സൗണ്ട് മ്യൂട്ട്. ഓക്കെ അല്ലേ? യെസ് യെസ്, ഓക്കെ ഓക്കെ, യെസ് യെസ്, ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ പോയിന്റ്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അവിടെയും എന്താ പറയുക, അതിന് 5 പോയിന്റ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. 5 പോയിന്റ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ സിമ്പിൾസ് അല്ലെങ്കിൽ ട്രൈ കളർ ഫ്ലാഗും ഉണ്ടാക്കിയിട്ടുള്ള സ്വദേശി ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലാഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഫോക്ക് ടെയിൽസ് ആണെങ്കിലും ബെല്ലാഡ്സ് ആണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ നാഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഫീലിംഗ് ഓഫ് നാഷണലിസം ക്രിയേറ്റ് ചെയ്യുന്നതിൽ എല്ലാ മക്കളും എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് നാഷണലിസം അല്ലെങ്കിൽ സെൻസ് ഓഫ് വൺനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫോക്ക് ടെയിൽസിനും അതുപോലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് അത് തന്നെയാണ്. ഓക്കെ,
Why did the rich peasants communities became active in the civil disobedience movement? Rich peasants communities like Padidas of Gujarat and Jats of Uttar Pradesh were active in this movement. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ റിച്ച് പെസൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വെച്ചാൽ ഗുജറാത്തിലെയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെയും റിച്ച് പെസൻസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന എന്താ പറയുക ടാക്സും ഒക്കെ റിഫ്യൂസ് ചെയ്യാനുള്ള റവന്യൂ ഒക്കെ റിഫ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡായിട്ട് എന്തിനെ ചൂസ് ചെയ്തിരുന്നു? ഈ ഡിസോബീഡിയൻറ്റ് മൂവ്മെൻറ്റ് പോലുള്ള അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെൻറ്റ് പോലുള്ള മൂവ്മെൻറ്റ്സിനെ ചൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ബ്രിട്ടീഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ ഈ റിച്ച് പേഴ്സൺസിന് ടാക്സ് ഒക്കെ റിഫ്യൂസ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല വെപ്പൺ എന്ന് പറയുന്നത് സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെൻറ്റ് പോലുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമാവുക എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ആസ് ദർ ക്യാഷ് ഇൻകം ഡിസ്പേഴ്സ്ഡ് ദേ ഫൗണ്ട് ഇറ്റ് ഇമ്പോസിബിൾ to pay the government revenue and demand and refusal to government reduced to revenue demand to widespread disbursement. നമ്മൾ പറയുന്നത് ഗവൺമെന്റിനോട് എന്ത് ചെയ്തു? റവന്യൂ ഡിക്രീസ് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഗവൺമെന്റിനോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? അത് കുറക്കാൻ പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? റിഡ്യൂസ് ചെയ്യാൻ തയ്യാറായില്ല. അതിനുശേഷം ഇവർ എന്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്? സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ബിക്കോസ് അവരുടെ ഇൻകം കുറക്കാൻ എന്ത് കാരണമാവുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സസ് കാരണമാവുന്നുണ്ട്. അപ്പോൾ ലാൻഡ് ടാക്സ് ഒക്കെ എന്ത് ചെയ്യാണ്? അവർക്ക് കൊടുക്കാതിരിക്കാൻ റിഫ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഓക്കെ സാർ വിച്ച് കാർ ഡു യു ഡ്രൈവ്? ഞാൻ കാർ ഒന്നും ഓടിക്കുന്നില്ല മക്കളെ, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. സാറേ സാമ്പാറേ സാറിൻ്റെ വീട്ടിൽ കല്യാണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻ ദിസ് ചാപ്റ്റർ. വൈ വെർ ഇന്ത്യൻസ് റിയാക്റ്റഡ് അഗെയിൻസ്റ്റ് റൗലറ്റ് ആക്ട്? എന്തുകൊണ്ടാണ് ഇന്ത്യൻസ് റൗലറ്റ് ആക്ടിനെ അഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ റൗലറ്റ് ആക്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ആക്ട് ബീൻ റിലി പാസ്ഡ് ബൈ ത്രൂ ദ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഡിസ്പൈറ്റ് യുണൈറ്റഡ് ഓപ്പോസിഷൻ ഓഫ് ഇന്ത്യൻ മെമ്പേഴ്സ്. നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്. ഇന്ത്യൻ മെമ്പേഴ്സിന് സപ്പോർട്ട് ഇല്ലാതെയാണ് ഈ ഒരു ആക്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ബ്രിട്ടീഷേഴ്സ് പാസ്സാക്കിയിട്ടുള്ളത്. ഇറ്റ് ഗേവ് ഗവൺമെന്റ് ടു എന്ത് ചെയ്യണം? മോർ പവർ അല്ലെങ്കിൽ എനോമസ് പവർ ടു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് അറിയാനുള്ള വലിയ പവർ ആയിട്ട് കിട്ടുന്നുണ്ട് ഗവൺമെന്റിന് ഈ ഒരു ആക്ടിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെയോ ബൈഹാർട്ടായി പഠിക്കേണ്ട മക്കൾ, ബൈഹാർട്ടാക്കി മനസ്സിലാക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായി ക്ലിയർ ആക്കി പഠിക്കുക എന്നുള്ളതാണ്. ഒരു കഥ പോലെ പഠിക്കുക എന്നുള്ളതാണ്. ഒരു കഥ പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്താൽ. അതർവൈസ് നിങ്ങൾക്ക് റിസ്ക് ആയിരിക്കും. ഒരു കഥ പോലെ പഠിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ സോഷ്യൽ സയൻസിന് ബെറ്റർ കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു ആക്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എനോമസ് അല്ലെങ്കിൽ വളരെ കൂടുതൽ പവർ ആർക്ക് കിട്ടുന്നുണ്ട്? ബ്രിട്ടീഷേഴ്സിന് കിട്ടുന്നുണ്ട്. പിന്നെയോ ഒബ്വിയസ്ലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇന്ത്യൻ്റെ സിവിൽ റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടിനെ ഇന്ത്യൻസ് എന്ത് ചെയ്യുന്നു? എല്ലാവരും കൂട്ടത്തോടെ ഒപ്പോസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുണ്ടായത്. ഇനി നമ്മുടെ ഒരു മക്കൾ ചോദിച്ചിരുന്നു, സർ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെന്റ് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഇയേഴ്സിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് മൂവ്മെന്റിലും, അതായത് ഒന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സിന്റെ പ്രോഡക്ട്സ് ബോയ്ക്കോട്ട് ചെയ്യുക എന്നതാണ്. രണ്ടിലും ബോയ്ക്കോട്ട് മെത്തേഡ്സ് രണ്ടിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ബ്രിട്ടീഷേഴ്സിനോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കാനും ബ്രിട്ടീഷേഴ്സിന്റെ ലോ വയലേറ്റ് ചെയ്യുക. ഇങ്ങനെ രണ്ട് മെത്തേഡ്സ് ആണ് ഈ രണ്ട് മൂവ്മെന്റ്സിലും മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്നുണ്ട് ബ്രിട്ടീഷേഴ്സിനോട് നോൺ കോപ്പറേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് രണ്ട് മൂവ്മെന്റ്സിലും പറയുന്നത്. എസ്പെഷ്യലി സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെന്റ്സിൽ ബ്രേക്ക് ദ ലോ എന്നൊരു കൺസെപ്റ്റ് കൂടി വരുന്നുണ്ട്. ബ്രിട്ടീഷേഴ്സിന്റെ ലോസ് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. പിന്നെ നമ്മൾ 1920s ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 1920s സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1930s നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ തന്നെ എന്താ പറയുക, ഇവിടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണെങ്കിൽ ചൗരി ചൗര ഇൻസിഡന്റിന്റെ കൂടെ തന്നെ നിർത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ ബിയർവിയൻ പാക്റ്റിലൂടെയാണ് ഈ പറയുന്ന സിവിൽ ഡിസോബീഡിയൻറ്റ് മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസ് എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നേരെ അടുത്ത ഒരു ചാപ്റ്റർ, നമ്മുടെ എന്താ പറയുക, ദ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് കൂടി എടുക്കാം. ലാസ്റ്റ് പ്രിന്റ് കൾച്ചർ എന്താ പറയുക, മോഡേൺ വേൾഡ് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. അതിന് മുമ്പ് ജിയോഗ്രഫിയുടെ ഒരു ചാപ്റ്റർ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് അല്ല, നമുക്ക് ഇനി അടുത്തത് എന്താണ്? അനഗമിസ്റ്റിന്റെ ചാപ്റ്റർ വായിച്ചു നമുക്ക് എന്ത് ചെയ്യാം? മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡിലേക്ക് പോവാം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫയർ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ ഒരു ചാപ്റ്റർ എന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എല്ലാ പ്രീവിയസ് ഇയറിലെ എന്താ പറയുക കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വെക്കുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. മക്കളെല്ലാവരും കൂടെ നിൽക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം? A1 എന്നൊരു മാർക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. ഓക്കെ,
ഓക്കെ, അപ്പോൾ അനഘമിസ് വീണ്ടും വരുന്നുണ്ട്. അനഘമിസിന് റെസ്റ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, ബിക്കോസ് നമുക്ക് ക്യൂക്കായിട്ട് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വളരെ എന്താ പറയുക ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ജിയോഗ്രഫിക്കായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ മക്കളെ, നമ്മളിതാ ജോഗ്രഫിയിലേക്ക് പോവുകയാണ്. യെസ് ഓക്കെ, അപ്പം നമുക്ക് റെഡി ആയിട്ട് നമ്മൾ ലാസ്റ്റ് ജോഗ്രഫിയാണ്. ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ആണ്. അതായത് നമ്മൾ ജോഗ്രഫിയിൽ 2 ചാപ്റ്റേഴ്സും കൂടി ഉള്ളൂ. ആ 2 ചാപ്റ്റേഴ്സ് നമ്മൾ എന്താ പഠിക്കാൻ പോകണം. അതുകൂടെ കഴിഞ്ഞ് നമ്മുടെ ജോഗ്രഫി എന്ത് ചെയ്തു കഴിഞ്ഞു. യെസ്, നമ്മുടെ ജോഗ്രഫി എന്ത് ചെയ്തു കഴിയാൻ പോവുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ യെസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ്. ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് മേജർ സോഴ്സ് ഓഫ് എനർജി ആഫ്റ്റർ ദ കോൾ ഇൻ ഇന്ത്യ. ഇന്ത്യയില് കോള് കഴിഞ്ഞാൽ അടുത്ത മേജർ സോഴ്സ് ഓഫ് എനർജി ഏതാണ്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് ഏതാണ്? നമ്മളെ പെട്രോളിയം ആണ് മക്കളെ പ്രധാനപ്പെട്ട മേജർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഫ്യൂൽ ഫോർ ഹീറ്റ് ആൻഡ് ലൈറ്റിംഗ്. ഹീറ്റും ലൈറ്റിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പെട്രോളിയം തരുന്നുണ്ട് അല്ലേ? ഹീറ്റും ലൈറ്റിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്? പെട്രോളിയം നമുക്ക് തരുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, ദെൻ മെഷീനറിയിലെ ലൂബ്രിക്കൻസ് ആയിട്ട് നമ്മൾ പെട്രോളിയം യൂസ് ചെയ്യുന്നുണ്ട്. റോ മെറ്റീരിയൽ ഫോർ നമ്പർ ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് സിന്തറ്റിക് ഫൈബർ, അതേപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്, നമ്മുടെ ഡിറ്റർജൻസ്, കെമിക്കൽസ്, ഇതിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മളെ പെട്രോളിയം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ പൈപ്പ് ലൈൻസിലൊക്കെ നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മൾ പെട്രോളിയം എന്ന് പറയുന്നത്. അപ്പോൾ പെട്രോളിയത്തിനെ കുറിച്ച് അത്രയാണ് പറയാനുള്ളത്. ഇന്ത്യയിൽ കോള് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്? പെട്രോളിയം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ എനി ത്രീ ടൈപ്സ് ഓഫ് ഫോർമേഷൻ ഇൻ വിച്ച് മിനറൽസ് ഓക്കേഴ്സ്. ഏതൊക്കെ രീതിയിലൂടെയാണ് മക്കളെ മിനറൽസ് വരുന്നത്? ഇൻ ഇഗ്നിയസ് ആൻഡ് മെറ്റഫറിക് റോക്സ് മിനറൽസ് നമുക്ക് ലഭിക്കാം ക്രാക്സ് എന്നും ക്രെവിക്സ് എന്നും ഫോൾട്ട് എന്നും ജോയിൻസ് എന്നുമാണ് നമുക്ക് ലഭിക്കുക. സെഡിമെന്ററി റോക്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബെഡ്സ് എന്നോ അല്ലെങ്കിൽ ലെയേഴ്സ് എന്നോ നമുക്ക് എന്ത് ചെയ്യും? മിനറൽസ് കിട്ടും. അതേപോലെ തന്നെ അനദർ മോഡ് ഓഫ് ഫോർമേഷൻ ഇൻവോൾവ് ദ ഡീകോമ്പോസിഷൻ ഓഫ് ദ സർഫസ് റോക്ക് ആൻഡ് ദ റിമൂവൽ ഓഫ് എ സോളിബിൾ കോൺസ്റ്റുവന്റ് ലീവിംഗ് എ റെസിഡ്യുവൽ മാസ് ഓഫ് വെദർ മെറ്റീരിയൽ കണ്ടെയ്നിങ് ഓർ എക്സാമ്പിൾ ബോക്സൈറ്റ് ഓർ. ഇങ്ങനെ 3 രീതികളിലൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? മിനറൽസ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് next one, mineral resources in India are unevenly distributed. Suppose the statement with the 3 suitable examples. നമുക്കറിയാം ഇന്ത്യയിൽ മിനറൽസ് പല സ്ഥലങ്ങളിലും പല രീതികളിലാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. പല രീതികളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. And peninsular rock contain most of the reserves of coal, metallic mineral, mica and many of the non-metallic minerals. നമ്മുടെ പെനിൻസുലാർ റോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ്? കോളിനെ, മെറ്റാലിക് മിനറൽസ്, മൈക്ക, അതേപോലെ നോൺ മെറ്റാലിക് മിനറൽസ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. And sedimentary rocks on the western and eastern flanks of the peninsula in Gujarat and Assam have most ഓഫ് ദ പെട്രോളിയം ഡെപ്പോസിറ്റ്. നമ്മളെ ഗുജറാത്ത് അതേപോലെ തന്നെ ആസാം റീജിയൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുന്നുണ്ട്? പെട്രോളിയം ഡെപ്പോസിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ദ വാസ്റ്റ് അലൂവിയൽ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യയിലെ വാസ്റ്റ് അലൂവിയൽ പ്ലെയിൻസിൽ are almost the devoid of minerals. This variation exists largely due to the difference of the geological structure process at time involved in the formation of minerals. So പല സ്ഥലങ്ങളിലും എന്താണ്? പല രീതികളിലാണ് മിനറൽസിൽ കിട്ടുന്നത്. സോ അതിൻ്റെ ഫോർമേഷൻ, അവിടുത്തെ റോക്സിൻ്റെ ഫോർമേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യും? അതിന് കണക്റ്റ് ആയിട്ട് വന്നിരിക്കും. സോ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്ത് നോക്കി. ഓക്കെ ആതിര. അടുത്തത് നമ്മൾ നോക്കുന്നത് എക്സ്പ്ലെയിൻ എനി 3 മെഷേഴ്സ് ഫോർ ദ കൺസർവേഷൻ ഓഫ് മിനറൽസ്. എന്താ പറയുന്നത്? ആദ്യം എന്തിനാ കരയുന്നത്? പഠിച്ചത് മനസ്സിലാവേറ്റാണോ? കരയും സങ്കടപ്പെടുമൊന്നും വേണ്ടട്ടോ. സാഡിന്റെ ഇമോജി ഒക്കെ ഇട്ടിട്ടുണ്ട്. സങ്കടപ്പെടുമൊന്നും വേണ്ടട്ടോ. നമ്മൾ കൂടെ ഉണ്ട്, ഒരിക്കലും പേടിക്കേണ്ട. നമുക്ക് അടിപൊളിയായിട്ട് എന്താ പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. ഓക്കെ യെസ് മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചേ.
എക്സ്പ്ലെയിൻ any 3 measures for the conservation of minerals. മിനറൽസിന്റെ കൺസർവേഷന്റെ 3 മെഷേഴ്സ് ആണ് ചോദിക്കുന്നത്. കൺസർവേഷൻ ഓഫ് മിനറൽസിന്റെ 3 മെഷേഴ്സ് ആണ്. കൺസർവേഷന്റെ മിനറൽസ് നല്ല മാറിപ്പോയതാണ്. കൺസർവേഷൻ ഓഫ് മിനറൽസിന്റെ 3 മെഷേഴ്സ് ആണ് ചോദിക്കുന്നത്. ഒന്നെന്താ? ഇംപ്രൂവ് ടെക്നോളജീസ് ടു ബി അഡോപ്റ്റഡ് ടു യൂസ് ലോ ഗ്രേഡ് ആൻഡ് ഓസ് അറ്റ് എ ലോ കോസ്റ്റ്. റീസൈക്ലിംഗ് ഓഫ് മെറ്റൽ യൂസിങ് സ്കാർപ്പ് മെറ്റൽ. നമുക്ക് എന്താണ്? റീസൈക്ലിംഗ് ഓഫ് metals using scrap metals, use of other substitutes such as aluminum instead of copper. എന്താ ഇവിടെ പറയുന്നത് മക്കളെ? Ma'am, please send the flow chart of all chapters in every text book. ടെക്സ്റ്റ് ബുക്കിലെ ഫ്ലോ ചാർട്ട് ഞാൻ എന്തിനു സെൻഡ് ചെയ്യണം? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആരാ പറഞ്ഞ പേര് ഞാൻ കണ്ടില്ല. ഓക്കെ, മഹേഷ്. പ്ലീസ് ഫ്ലോ ചാർട്ട് ഓഫ് ഓൾ ചാപ്റ്റേഴ്സ്. ഫ്ലോ ചാർട്ട് എന്താ ഉദ്ദേശിക്കുന്നത് മഹേഷ്? എനിക്ക് മനസ്സിലായാലും ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ കൺസർവേഷൻ ഓഫ് മിനറൽസിന്റെ 3 മെഷേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? അവിടെ പറഞ്ഞു കഴിഞ്ഞു. പാട്ട് പാടാമോന്ന് ഇവിടെ മനുഷ്യൻ ക്ലാസ് തൊണ്ടപൊട്ടി എടുക്കുന്ന പോലെ ഇനി അതിനുള്ള കൂടെ പാട്ട് പാടാനിട്ടാ. എബിഡി സാർ അവിടെ നിന്ന് ഒലക്കെടുത്ത് എറിയെന്നൊക്കെ പറഞ്ഞ് പുറത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനിങ്ങനെ പാട്ട് പാടില്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെടും. കാരണം സാറിൻ്റെ സൗണ്ട് പോയിക്കുമ്പോൾ നമ്മൾ പാട്ടുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പം എക്സ്പ്ലെയിൻ നമ്മൾ പറഞ്ഞു. എക്സ്പ്ലെയിൻ ദ 3 ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് മിനറൽസ് എക്സ്ട്രാക്ഷൻ കൊമേഴ്ഷ്യലി വയബിൾ. ഇവിടെ മക്കളെ നോക്കിക്കേ. ദ മിനറൽ കണ്ടന്റ് ഓഫ് ദ ഓ മസ്റ്റ് ബി സഫിഷ്യന്റ് ക്വാണ്ടിറ്റി. അതിന് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം. ദ ടൈപ്പ് ഓഫ് ഫോർമേഷൻ ഓർ സ്ട്രക്ചർ ഡിറ്റർമൈൻ ദ റിലേറ്റീവ് ഈസ് വിത്ത് വിച്ച് മിനറൽ ഓർ ആർ എക്സ്ട്രാക്റ്റഡ്. ദ കോസ്റ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് ദ മിനറൽസ്. ഇതൊക്കെ എന്താണ്? ഒരു മിനറൽ എക്സ്ട്രാക്ഷന് കൊമേഴ്ഷ്യലി വയബിൾ ആകുന്നതിൻ്റെ 3 ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ആൻഡ് ഇനി നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ്, ഒക്കറൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോളിയം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പെട്രോളിയത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഒക്കറൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണേ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, എവിടെ പോയി സ്ലൈഡ്? യെസ്, ഓക്കെ. പെട്രോളിയം ഈസ് ദ നെക്സ്റ്റ് മേജർ. നമ്മൾ പറഞ്ഞു കോളിന് ശേഷം ഇന്ത്യയിലെ കോളിന് ശേഷം അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പെട്രോളിയം ആണ്. പെട്രോളിയം ഒക്കറൻസ് ഇൻ ഇന്ത്യ ആർ അസോസിയേറ്റഡ് വിത്ത് ദ ആൻറ്റിക്ലൈൻസ് ആൻഡ് ഫോൾ ട്രാപ്സ്. നമ്മൾ റോക്ക് ഫോർമേഷൻ ഓഫ് ദ ടെർഷ്യറി ഏജ്. അബൌട്ട് 63% ഓഫ് ഇന്ത്യൻ പെട്രോളിയം പ്രൊഡക്ഷൻ ഇൻ ഫ്രം മുംബൈ ഹൈ. മുംബൈ ഹൈ എന്നാണ് ഇന്ത്യയിലെ 63% ഓഫ് പെട്രോളിയം നമ്മൾ കളക്ട് ചെയ്യുന്നത്. 80% ഗുജറാത്തിൽ നിന്നും 60% ആസാമിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. അങ്കലേശ്വർ is the most important oil field of the Gujarat, while Assam is the oldest oil producing state of India. നമ്മുടെ ഗുജറാത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓയിൽ ഫീൽഡ് ആണ് അങ്കലേശ്വർ എന്ന് പറയുന്നത്. നമ്മുടെ ആസാം ആണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ഓയിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല മക്കളെ? ഇതൊക്കെ നമ്മൾ ഇന്നലെ പിക്ചേഴ്സ് വെച്ചിട്ട് സൂം ചെയ്ത് മിസ് മാപ്പിൽ എവിടേക്കാണെന്ന് അങ്കലേശ്വർ ഉള്ളതൊക്കെ കാണിച്ചു തന്നതാണ്. അതൊക്കെ ഒന്ന് ഇന്നലെ ലൈവ് കാണാതെ കുഞ്ഞുങ്ങളൊന്ന് ലൈവ് ഒന്ന് എടുത്ത് കാണണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മക്കളെ നമുക്ക് പോകാം. വൈ ഡു വി നീഡ് ടു കൺസേർവ് എനർജി റിസോഴ്സ്? എന്തിനാണ് നമ്മൾ എനർജി റിസോഴ്സസ് കൺസേർവ് ചെയ്യേണ്ടത്? ഇനി 2 എനർജി റിസോഴ്സ് കൺസേർവ് ചെയ്യാനുള്ള 2 വേസ് പറയാനാണ്. എനർജി നീഡ്സ് ഓഫ് ദ കൺട്രി ഈസ് ട്രമെൻഡസ്ലി ഇൻക്രീസിങ് ദ ഗ്രോത്ത് ഓഫ് എക്കോണമി. നമ്മളെ ഒരു കൺട്രിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവണം, എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? എനർജി വേണം. സോ നമുക്ക് എനർജി ആവശ്യമായതുകൊണ്ട് തന്നെ നമ്മളിത് കൺസേർവ് ചെയ്യാന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒന്നെന്ത് ചെയ്യുക? പ്രൊമോഷൻ ഓഫ് എനർജി കൺസർവേഷൻ. എനർജി കൺസർവേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇൻക്രീസ് യൂസ് ഓഫ് റിന്യൂവബിൾ. എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസ്, ഇൻക്രീസ് യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സ്. റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്താണ്? കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ലൈക്ക് നമ്മുടെ സണ്ണിൻ്റെ എനർജി, വിൻഡിൻ്റെ എനർജി ഒക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി സ്റ്റേ ദ importance of petroleum as an energy resources. Mention any 4 oil field of India. മക്കളെ, സ്റ്റേ ദ ഇമ്പോർട്ടൻസ് ഓഫ് പെട്രോളിയം ആസ് എൻ എനർജി സോഴ്സ്. ഒരു എനർജി സോഴ്സസ് എന്ന നിലയിൽ പെട്രോളിയത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുക. അതേപോലെ തന്നെ നമ്മളെ ഓയിൽ ഫീൽഡ് മെൻഷൻ എനി 4 ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മെയിൻ ഓയിൽ ഫീൽഡാണ് പറയാൻ പറയുന്നത്.
അവർ ടോക്ക് കുറേ നേരം സ്പാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സ്പാമിംഗ് മെസ്സേജ് ഒന്ന് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അപ്പം ഞാൻ ക്ലാസ് എടുക്കട്ടെ, ഞാൻ കഴിയുന്നതിനോടനുസരിച്ച് കഴിയുന്നിടത്തോളം ഞാൻ പോകും. കുറേ നേരം സ്പാം ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ, കാരണം ബാക്കിയുള്ളവർക്കൊക്കെ മെസ്സേജ് അയക്കണം. സോ സ്പാമിങ് അലൗഡ് ചെയ്യരുത്, ഇനി ചെയ്തുകൊണ്ടിരുന്ന ബ്ലോക്ക് ആവും കേട്ടോ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ലൂണാർ സ്റ്റുഡിയോ. ഞാൻ ലൂണാർ സ്റ്റുഡിയോയിലാണെന്ന് ചോദിക്കാൻ, അല്ല ഞാൻ പ്ലാറ്റിനം സ്റ്റുഡിയോയിലാട്ടോ. ഓക്കെ, പെട്രോളിയം ഈസ് ദ നെക്സ്റ്റ് മേജർ എനർജി സോഴ്സ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെട്രോളിയം യൂസ് ചെയ്യുന്നുണ്ട്. പെട്രോളിയം പ്രൊവൈഡ് ദ നമുക്ക് ഫ്യൂവൽ നമ്മൾ ഹീറ്റിന് യൂസ് ചെയ്യാം, ലൈറ്റിന്, ലൂബ്രിക്കൻ്റ് ആയിട്ട്, മെഷീനറി പർപ്പസിന്, റോ മെറ്റീരിയൽ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അങ്ങനെ എല്ലാത്തിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പെട്രോളിയം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ സിന്തറ്റിക് ടെക്സ്റ്റൈല്, ഫെർട്ടിലൈസേഴ്സ്, ന്യൂമറസ് ആയിട്ടുള്ള കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്, പെട്രോളിയം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ പെട്രോളിയം ഉള്ള സ്ഥലങ്ങളാണ് മുംബൈ ഹൈ, ഗുജറാത്തിലെ അങ്കലേശ്വർ, ആസാമിലെ ദിഗ്ബോയ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഓയിൽ ഏരിയ അതാണ്. അതേപോലെ തന്നെ നമ്മുടെ അറേബ്യൻ സീയിലെ ബേസിൻ. ഇതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. India's highly depend on coal for meeting its commercial energy requirement. Suppose the statement of the three argument. Coal provide a substantial part of nation's energy needs. എന്ത് ചെയ്യുന്നുണ്ട്, coal provide a substantial part of national energy needs. It is used for power generation. എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കോള്. അതേപോലെ തന്നെ it supplies energy to industry as well as for the domestic needs. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോള് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് മിനറൽസ്, അതേപോലെ തന്നെ ഫെറോസ് മിനറൽസും നോൺ ഫെറോസ് മിനറൽസും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ പറയുന്നത്. ഫെറോസ് മിനറൽസും നോൺ ഫെറോസ് മിനറൽസും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമുക്ക് അടുത്തതായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? മിനറൽ ഈസ് എ ഹോമോജീനിയസ് നാച്ചുറലി ഒക്കറിങ്. നമുക്ക് എന്താണ്, ഹോമോജീനിയസ് ആണ്, നാച്ചുറലി ഒക്കറിങ് ആണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ മിനറൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ഫെറോസ് മിനറൽസ് എന്ന് പറഞ്ഞാൽ അയൺ മാറ്റേഴ്സ് കമ്പോസ് ചെയ്തിട്ടുള്ളതാണ് ഫെറോസ് മിനറൽസ്. ലൈക്ക് നമ്മൾ അയൺ, നിക്കൽ, മാംഗനീസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നോൺ ഫെറോസ് മിനറൽസ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഹാവ് അയൺ കണ്ടന്റ്. അതിൻ്റെ അകത്ത് എന്തായിരിക്കും, അയൺ കണ്ടന്റ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ലൈക്ക് നമ്മുടെ ഗോൾഡ്, കോപ്പ്, ഇതൊക്കെ എന്ത് ചെയ്യാം, ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനർജി served in energy produced. Justify the statement by giving any 6 measures to conserve the energy resources. എനർജി റിസോഴ്സസ് കൺസേർവ് ചെയ്യേണ്ട 6 measures നമുക്ക് പറയാം. ഓക്കെ, യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽസ് വെഹിക്കിൾ. നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ വെഹിക്കിൾസ് വെച്ചിട്ട് നമ്മൾ കാറ്, അതേപോലെ തന്നെ ബൈക്ക്, അങ്ങനെ ഓരോന്നിന് പോകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിക് ട്രാൻസ്പോർട്ട്, ബസ് നമ്മൾ യൂസ് ചെയ്യുക. ബസ്സോ എന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക. സ്വിച്ചിങ് ഓഫ് ഇലക്ട്രിസിറ്റി വെൻ ഇറ്റ്സ് നോട്ട് ഇൻ ദി യൂസ്. നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് കറണ്ടൊക്കെ എന്ത് ഓഫ് ആക്കിയിടുക. അതേപോലെ തന്നെ നമ്മൾ പവർ സേവിങ് ഡിവൈസസ് ഉപയോഗിക്കുക. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയിലേക്ക് നമ്മൾ പോകുക, ലൈക്ക് സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജിയിലേക്ക് നമ്മൾ പോവുക. ദെൻ പിന്നെ എന്താ പറഞ്ഞത്, ഇലക്ട്രോണിക്, നമ്മൾ പവർ സേവിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് അപ്ലയൻസസ് നമ്മൾ യൂസ് ചെയ്യുക. മിനിമം യൂസ് ഓഫ് ഹൈ പവർ കൺസ്യൂമിങ് ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് ലൈക്ക് എയർ കണ്ടീഷണർ, റൂം ഹീറ്റർ, ഇതൊക്കെ നമ്മളൊരു മിനിമം പവർ കൺസ്യൂമിങ്ങിൽ യൂസ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് എന്താ അവിടെ കൊടുക്കാൻ പറ്റുന്ന ആൻസേഴ്സ് ആട്ടോ മക്കളെ. Next question, explain why the use of non-conventional source of energy is becoming necessary in our country. എന്തുകൊണ്ടാണ് ഒരു നമ്മുടെ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി നമ്മുടെ കൺട്രിക്ക് അത്രത്തോളം നെസസറി ആണെന്ന് പറയാൻ കാരണം? നമുക്കറിയാം നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് അതൊരിക്കലും എന്താ എൻഡ് ആവില്ല അല്ലേ. അത് വളരെ കൺട്രിക്ക് ഉപകാരപ്രദമാണ്. നമുക്ക് എന്താണ്, റൈസിങ് പ്രൈസസ് ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ്, നമ്മളെ ഓയിലിൻ്റെയും ഗ്യാസസിനും പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, എൻവയോൺമെൻറ്റ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജീനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ആ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് എന്താ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയിൽ സാധിക്കും. നേരെ മറിച്ച് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയിൽ ഇതൊന്നും സാധിക്കില്ല. ഓക്കെ അല്ലേ?
മാപ്പ് മക്കളെ നമ്മൾ ഓൾറെഡി ലൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്ത് കാണാം കേട്ടോ. ഓക്കെ, മാപ്പ് ചോദിക്കുന്ന കുട്ടികളോട് പറയാനുള്ളതാണ്. മാപ്പ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മിസ് പറയുന്നത്. Then in what way are some manufacturing industries depend on mineral sources? എന്തുകൊണ്ടാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് മിനറൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ മിനറൽ റിസോഴ്സസ് ട്രാൻസ്ഫോം റോ മെറ്റീരിയലിനെ ഒരു വാല്യുബിൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് ഈ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. സോ അതുകൊണ്ടാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്താണ് മിനറൽ റിസോഴ്സുമായിട്ട് എന്ത് ചെയ്തത്, കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ അയൺ ആൻഡ് സ്റ്റീൽ, സിമെന്റ്, അലൂമിനിയം, പെട്രോകെമിക്കൽ, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി, ഇതൊക്കെ എന്താ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ആണ്. അറ്റ് ദ സെയിം ടൈം ദ യൂസ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഒരുപാട് സംഭവങ്ങൾ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു എനർജി ഒക്കെ വെച്ചിട്ടാണ്. അപ്പം എന്തുകൊണ്ടാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി മിനറൽ റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്തതെന്നുള്ള കാര്യം ക്ലിയർ ആയില്ലേ, സെറ്റ് ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി ഓഫ് അവർ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൾ ഫോംഡ് ഇൻ ഇന്ത്യ. ഹൗ ഈസ് കോൾ ഫോം? എങ്ങനെയാണ് കോൾ ഫോം ചെയ്യുന്നത്? 4 കോളാ ചോദിക്കുന്നത്. ഒന്ന് നമ്മുടെ പിറ്റേഴ്സ്, ലിഗ്നൈറ്റ്, വിറ്റുമിനസ്, ആന്ത്രസൈറ്റ് ആണ് 4 കോൾ എന്ന് പറയാം. പിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ, ലോ കാർബണും അതേപോലെ ഹൈ മോയ്സ്ചറിൽ ഹൈ ആയതുമായിരിക്കും. ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലോ ഗ്രേഡ് ആയിരിക്കും, ബ്രൗൺ കോൾ ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം ഹൈ മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ബിറ്റുമിനസ് കോളിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഒരു കോള് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള പിക്ചർ മിസ് ഇന്നലെ ലൈവിൽ കാണിച്ചു, ഇന്ന് രാവിലെ ലൈവിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കൃത്യമായിട്ടൊന്ന് കണ്ടു നോക്കുക കാണാത്ത ആളുകൾ. And bituminous coal content high carbon and low moisture, most popular coal in commercial use. Commercial use നാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. Anthracite is the highest quality hard coal. Hard coal ആണ് anthracite എന്ന് പറയുന്നത്. Coal is formed due to the compression of plant material. മക്കളെ plant material എത്ര മില്യൺ ഓഫ് ഇയർ ആയിട്ട് അതിലെ കംപ്രഷനെ തുടർന്ന് ഫോം ചെയ്തതാണ് ഈ ഒരു anthracite coal എന്ന് പറയുന്നത്. Most coal is formed during carboniferous period. ഒരുപാട് കോൾസ് ഫോം ചെയ്തത് കാർബോണിഫറസ് പീരീഡിലായിരുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇല്ലടാ, ഇല്ല, കഴിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ക്ലാസ് കൃത്യമായിട്ട് കേൾക്ക്. ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾ സെറ്റ് ആയി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കഴിക്കും. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ നമ്മൾ എത്തിട്ടോ. അടുത്ത ചാപ്റ്റർ നമ്മൾ എത്തി. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? നമ്മളെ എനർജി റിസോഴ്സസ് എന്ന് പറയുന്ന മിനറൽ ആൻഡ് എനർജി റിസോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഈ ഒരു ചാപ്റ്ററൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജോഗ്രഫിയുടെ എന്ത് ചെയ്തു, പരിപാടികളൊക്കെ അവസാനിച്ചു. നാളെ രാവിലെ എക്കണോമിക്സ് ആയിരിക്കുമ്പോൾ ജോഗ്രഫി ഞാൻ വേഗം ഇതാക്കട്ടെ. എബിഡി സാറ് പുറത്തുനിന്ന് പറയുന്നുണ്ട്, മിസ്സേ എനിക്ക് ഹിസ്റ്ററി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സാറിന് ഇനിയും ഒരു ചാപ്റ്ററും കൂടി 1.5 ചാപ്റ്ററും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലേക്ക് നമുക്ക് പോകാം. യെസ് മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളിയേ. The jute textile industry is mainly concentrated in Hooghly Basin. എന്തുകൊണ്ടാണ് മക്കളെ ജൂട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ഹൂഗ്ലി ബേസിൻ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്? 5 ഫാക്ടേഴ്സ് പറയാനാണ്. 5 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രോസിമിറ്റി ഓഫ് ദ ജൂട്ട് പ്രൊഡ്യൂസിങ് ഏരിയ. സോ ഏറ്റവും കൂടുതൽ പ്രോസിമിറ്റി ഉള്ള ഏരിയ ആണ്. റോ ജൂട്ട് ഈസ് ഈസി അവൈലബിൾ ആസ് വെസ്റ്റ് ബംഗാൾ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ് എവിടെ? നമ്മുടെ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. സോ അവിടുന്ന് ഈസിലി ആയിട്ട് നമുക്ക് ജൂട്ട് നമുക്ക് ലഭിക്കും. അബാൻഡഡ് ആയിട്ടുള്ള വാട്ടർ പ്രോസസ്സിങ് എന്തിന് വേണം? ജൂട്ടിന് വേണം. ദ ഇൻഡസ്ട്രി റിക്വയർഡ് ലോട്ട് ഓഫ് വാട്ടർ. ഈ ഒരു ഇൻഡസ്ട്രിക്ക് എന്താ, ഒരുപാട് വാട്ടർ നമുക്ക് ആവശ്യമാണ്. സോ ഈ ഒരു വെസ്റ്റ് ബംഗാൾ നമുക്ക് ചീപ്പ് ലേബറിന് അവൈലബിൾ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ബീഹാർ, ഒറീസ, ഉത്തർപ്രദേശിൽ ഒരുപാട് ചീപ്പ് ലേബേഴ്സിന് നമുക്ക് ലഭിക്കും. ആൻഡ് ചീപ്പ് വാട്ടർ ട്രാൻസ്പോർട്ടും ഗുഡ് നെറ്റ്വർക്ക് റൂട്ട്സ് നമുക്കുണ്ട്, റെയിൽവേസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് എന്താ, ഹൂഗ്ലി ബേസിൻ എന്ന് പറയുന്നത്. ആൻഡ് പോർട്ട് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. എക്സ്പോർട്ട് പർപ്പസിന് നമുക്ക് എന്താണ്, കൊൽക്കത്ത പോർട്ടിന് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കൊൽക്കത്ത എന്ന് പറയുന്നത് ഒരു മെട്രോ സിറ്റിയാണ്. ഗുഡ് സർവീസും ബാങ്കിങ്ങും ഇൻഷുറൻസും കൊമേഴ്ഷ്യൽ ഫെസിലിറ്റീസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കൊൽക്കത്ത എന്ന് പറയുന്നത്. അപ്പൊ ഇതിനും കൂടുതൽ വേറെ എന്ത് വേണം? ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കാൻ പറ്റിയ കറക്റ്റ് ഏരിയ ആണ് എന്ത് എന്ന് പറയുന്നത്, ഹൂഗ്ലി ബേസിൻ. സോ അതുകൊണ്ടാണ് അവരെ എവിടെ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് the textile industry is the only industry in the country which is a self-reliant and complete in the value chain. എന്തുകൊണ്ടാണ് ഈ ഒരു
സ്റ്റേറ്റ്മെന്റ് മക്കളെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കംപ്രൈസ് മെയിൻലി കോട്ടണും ജൂട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നമ്മളെ കമ്പൈസ് ചെയ്താണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇത് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസും കാര്യങ്ങളും കൂടുതൽ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇൻപുട്ടൊക്കെ എടുക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, provide direct employment to millions with second largest employment after the agriculture കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലാർജസ്റ്റ് എംപ്ലോയ്മെന്റ് ആണിത്. ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജോലി, മില്യൺസ് ഓഫ് ആളുകൾക്ക് ഇവിടെ ജോലിയും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ആൻഡ് ഏർണേഴ്സ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ ഇന്ത്യ, ഫോറിൻ എക്സ്ചേഞ്ചും കാര്യങ്ങളും നടക്കുന്നു. ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺലി സെൽഫ് റിലയൻറ്റ് ഇൻഡസ്ട്രി വിത്ത് കംപ്ലീറ്റ് വാല്യൂ ചെയിൻ സെറ്റപ്പ്, ഒരു കംപ്ലീറ്റ് വാല്യൂ ചെയിൻ ഉള്ള ഒരേ ഒരു സെൽഫ് റിലയൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ആൻഡ് textile industry also support demand for other industries such as chemicals, dye, packaging material, അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലടാ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. യെസ്, give reason why the iron and steel industry in India is concentrated at the Chot-Nagpur Plateau region. Chot-Nagpur Plateau region concentrate ചെയ്തിട്ട് അയൺ സ്റ്റീൽ ഇൻഡസ്ട്രി എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് നമ്മളെ അവർ ടോക്ക് പറയുന്നത് കേട്ടോ. ആൻഡ് ചോട്ട്-നാഗ്പൂർ പ്ലാറ്റ്യൂവിൽ വരാൻ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറയുന്നത് അവിടെ അയൺ ഓർ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കുറവാണ്. ബിക്കോസ് അവിടെ അയൺ ഓറിന്റെ സൈറ്റ്സ് ഒക്കെ അടുത്തടുത്തായിട്ടുള്ള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അധികം പൈസ ചിലവാവില്ല. അതേപോലെ തന്നെ ദ റിക്വയർഡ് ഇൻപുട്സ് ആർ ഈസിലി അവൈലബിൾ, അവർക്ക് ആവശ്യമുള്ള ഇൻപുട്സ് ഒക്കെ വേഗം അവർക്ക് ലഭിക്കും. ഇതിനടുത്തത് പ്രോക്സിമിറ്റി ടു ഹൈ ഗ്രേഡ് റോ മെറ്റീരിയൽ ലൈക്ക് ലൈം സ്റ്റോൺ, കുക്കിംഗ് കോൾ ആർ ഈസിലി അവൈലബിൾ ഫോർ ദ ഇൻഡസ്ട്രി അറ്റ് ദ മിനിമൽ ഡിലേ ടു മേക്ക് ഇറ്റ്സ് റൺ എഫിഷ്യൻ്റ്ലി. ആൻഡ് ചീപ്പ് ലേബറിലേക്ക് വരുന്ന സമയത്ത് എന്താ, ദ അഡ്ജോയിനിങ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ് പ്രൊവൈഡ് ചീപ്പ് ഹാർഡ് ആൻഡ് സ്കിൽ ലേബർ. അവിടെ എന്താണ്, നമ്മളെ ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ് അവിടെയൊക്കെ അത് ചീപ്പായിട്ടുള്ള ലേബേഴ്സ് നമുക്ക് ലഭിക്കും. സോ ഇൻഡസ്ട്രി കട്ടിങ്, അതായത് നമുക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളും എന്ത് ചെയ്യുക അവിടെ നമുക്ക് വേണ്ടി വരത്തില്ല. ആൻഡ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ ദ ഹോം മാർക്കറ്റ് ഇൻ ഇന്ത്യ ഇറ്റ്സെൽഫ് ഹാസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഫോർ ദ growth of this industry. The production of steel is well consumed and domestic market. So ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ചോട്ട്-നാഗ്പൂർ പ്ലാറ്റ്യൂ ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കാരണം. Then how do industries pollute water? എങ്ങനെയാണ് ഇൻഡസ്ട്രി വാട്ടർ പൊല്യൂട്ട് ചെയ്യുന്നത്? അത് കൺട്രോൾ ചെയ്യാനുള്ള, വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് മെഷേഴ്സ് നമുക്ക് പറഞ്ഞു നോക്കിയാലോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർ ഇൻഡസ്ട്രിയൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്ടറിലേക്ക് നമ്മൾ ഡംപ് ചെയ്യുന്നുണ്ട്. ദ ആർ ബോത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ ഡംപ് ചെയ്യുന്നുണ്ട്. നമ്മളെ കോള്, ഡൈ, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, നമ്മളെ പ്ലാസ്റ്റിക്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വെള്ളത്തിലേക്ക് നമ്മൾ ഡംപ് ചെയ്തിടുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതിലൊക്കെ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള മെറ്റൽസും കാര്യങ്ങളുണ്ട്. അത് നമ്മളെ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ദെൻ വാട്ടർ ഷുഡ്, അത് നമ്മൾ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് പറയുകയാണെങ്കിൽ വാട്ടർ ഷുഡ് ബി റീയൂസ്ഡ് ആൻഡ് റീസൈക്കിൾ ടു മാക്സിമൈസ് ഇറ്റ്സ് യൂസേജ്. അപ്പോൾ അതിൻ്റെ വാട്ടർ നമ്മൾ എന്ത് ചെയ്യുക, അത് റീയൂസ് ചെയ്യുക, മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഹോട്ട് വാട്ടർ നമ്മൾ വെള്ളത്തിലേക്ക് ഡംപ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇൻഡസ്ട്രിയൽ വാട്ടർ ഡംപ് ചെയ്യുന്ന സമയത്ത് അതൊന്നുകൂടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഡംപ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ റിസർവ്സിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർലി നമ്മൾ റീചാർജും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക. നമുക്ക് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ക്ലാസിഫൈ ഇൻഡസ്ട്രി ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ. സോഴ്സസ് ഓഫ് റോ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡസ്ട്രീനെ ക്ലാസിഫൈ ചെയ്യാണ്. ഹൗ ആർ ദേ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ? ഓരോന്നും തമ്മിലെ ഡിഫറൻറ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ആയിട്ടും മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ആയിട്ടും. ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, നമ്മൾ ഡയറക്ട്ലി റോ മെറ്റീരിയൽ അഗ്രികൾച്ചറിൽ നിന്നായിരിക്കും ലഭിക്കുക. നമ്മൾ കോട്ടൺ, ടീ, കോഫി എക്സാമ്പിൾ ആയിട്ട് പറയാം. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ വരുന്നുണ്ട്,
നമ്മളെ അയൺ ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് എക്സാമ്പിൾ. സോ ഇവിടെ നമ്മൾ എന്താണ്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഡൺ ചെയ്യുന്നതായിരിക്കും മിനറൽസ് ബേസ് ചെയ്ത റോ മെറ്റീരിയൽ ആയിട്ട് ആരെയായിട്ട് എടുക്കും, മിനറൽസിനെ ആയിരിക്കും നമ്മൾ എടുക്കുക. മിനറൽസ് ഓർ ദ മെറ്റൽസിനെ ആയിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Industrialization and urbanization go hand in hand. Explain. Cities provide market for industry. അല്ലേ, സിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിറ്റീസ് പ്രൊവൈഡ് മാർക്കറ്റ് ഫോർ ഇൻഡസ്ട്രീസിന് വേണ്ട മാർക്കറ്റും കാര്യങ്ങളൊക്കെ സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിറ്റീസ് ഓൾസോ പ്രൊവൈഡ് സർവീസ് സച്ച് ആസ് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, ലേബർ, കൺസൾട്ടൻസ്, ഫിനാൻഷ്യൽ അഡ്വൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് സിറ്റി പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട്. അതേപോലെ തന്നെ ദ കോൺസെപ്റ്റ് ഓഫ് അഗ്ലോമറേഷൻ എക്കണോമീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിറ്റീസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതിനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അമ്പാടി എല്ലാ ചാപ്റ്ററിൻ്റെയും MCQ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ ആയിട്ട് ചെയ്ത് വെച്ച് നമ്മൾ വീഡിയോ ആയിട്ട് ലൈവ് പോയതാണ്, കംപ്ലീറ്റ് MCQs നമ്മൾ പോയതാണ്, അതൊന്ന് കാണാൻ. ഒരു മോർണിംഗ് ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജോഗ്രഫിയിൽ എടുത്ത് കാണണം കേട്ടോ. ആൻഡ് അടുത്തത്, എക്സ്പ്ലെയിൻ എനി 3 factors റെസ്പോൺസിബിൾ ഫോർ ദ ലൊക്കേഷൻ ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. മക്കളെ 3 factors ആണ് പറയാൻ പോകുന്നത്. കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുള്ള 3 factors എന്തൊക്കെയാണ്? അവിടെ ഒരുപാട് റോ കോട്ടൺസ് നമുക്ക് ലഭിക്കും, മാർക്കറ്റ്സ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, പോർട്ട് ഫെസിലിറ്റീസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്, ചീപ്പായിട്ട് ലേബർ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു മോസ്റ്റ് ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സോ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നല്ല രീതിയിൽ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും നമുക്ക് എന്താ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇതുമൂലം നമുക്ക് സാധിക്കുന്നു. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Though India produce a large amount of cotton, price of cotton textile are beyond the reach of the common man. Give reason. Processing of cloth is expensive and machinery use outdated. The cotton industry is an agro-based industry. നമുക്കറിയാം cotton industry എന്ന് പറയുന്നത് എന്താ, ഒരു agro-based industry ആണ്. പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, on the price of raw material. പ്രൈസ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, പ്രൈസസ് ഡിപ്പെൻഡ് ഓൺ ദ എന്തിനെ വെച്ചിട്ടാണ്, റോ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് വേൾഡ് ക്ലാസ് സ്പിന്നിങ് ബട്ട് low quality of fabric resulting to high price. അത് വേൾഡ് ക്ലാസ് സ്പിന്നിങ് ബട്ട് low quality of fabric resulting to high പ്രൈസ്. അല്ലേ, നമ്മൾ സ്പിന്നിങ് എന്തായിരിക്കും, സോ ഒരു ലോ ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് എന്താണ് നല്ലൊരു ഹൈ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിന് റിസൾട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൻ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ് ആൻഡ് മിനി സ്റ്റീൽ പ്ലാന്റ്, സ്റ്റേറ്റിംഗ് 3 points ഓഫ് ഡിസ്റ്റിങ്ഷൻ. An integral steel plant is a larger than a mini steel plant. മക്കളെ, ഇന്റഗ്രൽ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, മിനി സ്റ്റീൽ പ്ലാന്റിനെക്കാട്ടും ലാർജർ ആയിരിക്കും. മിനി സ്റ്റീൽ പ്ലാന്റ് യൂസ് ആസ് scarp and sponge iron, while integrated steel plant use basic raw materials. മിനി സ്റ്റീൽ പ്ലാന്റിൽ നമുക്ക് എന്താണ്, സ്റ്റീൽ സ്കാർപ്പ് യൂസ് ചെയ്യും, സ്പോഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. മിനി സ്റ്റീൽ പ്ലാന്റ് പ്രൊഡ്യൂസ് മൈൽഡ് ആൻഡ് എലോയ് സ്റ്റീൽ, വൈ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റിൽ നമ്മൾ എന്തായിരിക്കും, ഓൺലി സ്റ്റീൽ മാത്രമായിരിക്കും അവിടെ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. എന്തിൽ, ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് കോസ് എയർ പൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. എന്തൊക്കെയാണ്, പൊല്യൂഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഹൈ പ്രൊപ്പോർഷൻ ഓഫ് ഗ്യാസസ് റിലീസ് ബൈ ഇൻഡസ്ട്രീസ് ഹൈ പ്രൊപ്പോർഷൻ ഓഫ് ഗ്യാസസ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മളെ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നു, എയർ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നു. എയർബോൺ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽ കണ്ടെയ്ൻ ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് പാർട്ടിക്കിൾസ്. എയർബോൺ പാർട്ടിക്കിൾ എന്തുണ്ടായിരിക്കും, ലിക്വിഡ് ആയിട്ടുള്ളതും സോളിഡ് ആയിട്ടുള്ളതും പാർട്ടിക്കിൾസ് എന്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്മോക്ക് ഈസ് എമിറ്റഡ് ബൈ കെമിക്കൽ ആൻഡ് പേപ്പർ ഫാക്ടറീസ്.
brick kilns, refineries and smelting plants and burning of fossil fuel belong to the major polluting industry. അല്ലേ, നമ്മുടെ ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻഡസ്ട്രി നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്, നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂഷനിലേക്കാണ് കാരണമാകുന്നത്. ക്ലിയർ ആയില്ല മക്കളെ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി? എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ അർത്ഥം? വൈ ഇറ്റ് ഈസ് കൺസിഡേർഡ് ദ ബാക്ക് ബോൺ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്? എന്തുകൊണ്ടാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ബാക്ക് ബോൺ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രീനെ? നമുക്ക് നോക്കല്ലേ. Production of good in the factories in large quantities after processing from raw material to move valuable product. അല്ലെ, നമ്മൾ ഒരു റോ മെറ്റീരിയലിനെ ഒരു വാല്യൂബിൾ പ്രൊഡക്റ്റ് ആക്കുന്നത് എന്താണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണ്. സോ അതുകൊണ്ടാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഒരു ബാക്ക് ബോൺ ആയിട്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ മോഡേണൈസിങ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ മോഡേണൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? അൺഎംപ്ലോയ്മെന്റ്, പോവേർട്ടി, ഈ പ്രശ്നങ്ങളൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് കൊണ്ടുവരുന്നു. ദെൻ ഇൻഡസ്ട്രി നമുക്കൊരു ഒരുപാട് പ്രോസ്പെറിറ്റിയും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതിന് നമ്മൾ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ബാക്ക് ബോൺ ആയിട്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ നമ്മൾ പറയാൻ കാരണം. ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. യെസ്, അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും എന്താണ്? തമ്മിൽ പരസ്പരം ഒരു കോംപ്ലിമെന്ററി ആയിട്ട് നിൽക്കുന്നവരാണ് അല്ലേ? എന്തായിരിക്കും കാരണം? ആഗ്രോ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ഹാവ് ഗിവൻ എ മേജർ ബൂസ്റ്റ് ടു അഗ്രികൾച്ചർ by rising its productivity. Industries depend on agriculture for the raw material. Industries എന്ത് ചെയ്യുന്നുണ്ട്? റോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെ. ഏതൊരു ഇൻഡസ്ട്രീസും നടക്കണമെങ്കിൽ അവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? റോ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടക്കുന്നത്. സോ റോ മെറ്റീരിയൽ കിട്ടണമെങ്കിൽ എന്തിലാവണം? എന്ത് വേണം? നമുക്ക് കൃഷി ചെയ്തിരിക്കണം. ആൻഡ് ഇൻഡസ്ട്രീസ് സെൽ ദാറ്റ് പ്രൊഡക്ട്സ് സച്ച് ആസ് ഇറിഗേഷൻ പമ്പ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെ ഫാമേഴ്സിന് കൊടുക്കുന്നത് ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡസ്ട്രീസ് ഹാവ് മെയ്ഡ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് അഗ്രികൾച്ചർ വെരി എഫിഷ്യൻറ്റ്. അഗ്രികൾച്ചറിലെ ആ ഒരു പ്രൊഡക്ഷനെ വെരി എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സിനെ കൊണ്ടുപോകുന്നത് ഇൻഡസ്ട്രീസ് ആണ്. At the same time, agriculture provide a huge market and consumer base for the industrial product. ഇപ്പൊ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അഗ്രികൾച്ചർ കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അഗ്രികൾച്ചറും ഇൻഡസ്ട്രീസും എന്താണ്? കോംപ്ലിമെന്ററി ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why does the textile industry occupy an important position to Indian economy? ഇന്ത്യൻ എക്കോണമിയിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്തുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നത്? കോൺട്രിബ്യൂഷൻ ടു ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെന്റ് ജനറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് ഉണ്ടാക്കുന്നു. സെൽഫ് റിലയൻറ്റ് ആൻഡ് കംപ്ലീറ്റ് ഇൻ വാല്യൂ ചെയിൻ. അതേപോലെ തന്നെ സപ്പോർട്ട് അഗ്രികൾച്ചർ. ഇതൊക്കെയാണ് എന്താ കാരണമായിട്ട് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. വാട്ട് ആർ ദ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി? 4 എക്സാമ്പിൾ പറയാം. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? മിനറൽസ് ആൻഡ് മെറ്റൽസ് റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീനെ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നു. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എക്സാമ്പിൾ ആണ്. കെമിക്കൽ ഇൻഡസ്ട്രി, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, സിമെന്റ് ഇൻഡസ്ട്രി എന്തിന്റെ എക്സാമ്പിൾ ആണ്? മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീന്റെ എക്സാമ്പിൾസ് ആണ്. ഈസ് ഇറ്റ് ക്ലിയർ? ദെൻ അടുത്തത്, എക്സ്പ്ലെയിൻ 5 factors affecting the localization of industry with a suitable example. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന്, റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, അതേപോലെ തന്നെ വാട്ടർ സോഴ്സസ്, ക്ലൈമറ്റ്, ലേബർ, ക്യാപിറ്റൽ. ക്ലിയർ ആയില്ല മക്കളെ? ഒന്ന് വേഗം കമന്റ് ചെയ്ത് നാട്ടുകാരോടും വീട്ടുകാരോടും കുടുംബക്കാരോടും എല്ലാവരോടും കമന്റ് പിന്നെ ചെയ്യാം. ഇപ്പൊ എൻ്റെ അടുത്തൊന്ന് വേഗം കമന്റ് ചെയ്തേ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് തീ കത്തിച്ചേ. ഓക്കെ, ശ്വേത, അത് പഠിക്കണമെങ്കിൽ നമ്മുടെ ക്രോപ്സിന്റെ സ്റ്റേറ്റ്സ് ഒക്കെ പഠിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒരേപോലെ വരുന്ന സ്റ്റേറ്റുകൾ, ഇപ്പൊ റൈസ്, വീറ്റ്, ഗോതമ്പ്, അങ്ങനെ റൈസും വീറ്റും ഗോതമ്പ് അങ്ങനെ റൈസും വീറ്റും അതേപോലെ പൾസസ് എടുക്കാം. ഇത് മൂന്നിലും ഒരേപോലുള്ള രാജ്യങ്ങൾ, ഇത് മൂന്നും കൾട്ടിവേറ്റ് ചെയ്ത കൺട്രി ഏതൊക്കെ സ്റ്റേറ്റ്, കൺട്രി ഏതാ സ്റ്റേറ്റ് ആണ് പഠിച്ചു വെക്കാം. അങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസിലി നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഓക്കെ, മിനറൽ എനർജി റിസോഴ്സസ് നമ്മൾ നോക്കി, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കി. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? യെസ്, നമ്മുടെ ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി എന്ന് പറയുന്ന അടുത്ത ചാപ്റ്റർ ആണ്. അടുത്ത നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി. സെറ്റ് അല്ലേ? ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി ആട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമിയിലെ ഫസ്റ്റ് ചോദ്യം കുറച്ച് വെരി ഷോർട്ട് ആൻസേഴ്സ് ആണ്. നാഷണൽ ഹൈവേ എന്താണെന്നും സ്റ്റേറ്റ് ഹൈവേ എന്താണെന്നുമാണ്. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഹൈവേ ലിങ്ക് ഓൾ മേജർ സിറ്റീസ് ഓഫ് എക്സ്ട്രീം പാർട്സ് ഓഫ് ദ കൺട്രി. നമ്മളെ കൺട്രിയിലെ എക്സ്ട്രീം പാർട്ടിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്നതാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. പ്രൈമറി റോഡ് സിസ്റ്റം ആണ്. അവിടെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കാര്യങ്ങളൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റേറ്റ് ഹൈവേയിലേക്ക് വരുന്ന സമയത്ത് റോഡ് ലിങ്കിങ് എ സ്റ്റേറ്റ് ക്യാപിറ്റൽ വിത്ത് ഡിഫറെന്റ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആർ നോൺ ആസ് സ്റ്റേറ്റ് ഹൈവേ. സോ റോഡ് ഇവിടെ ലിങ്ക് ചെയ്ത സ്റ്റേറ്റ് ക്യാപിറ്റലും ആയിട്ടായിരിക്കും ലിങ്ക് ചെയ്യുക. അതിനെ നമ്മൾ എന്തെന്ന് പറയും? സോ വിത്ത് ഡിഫറെന്റ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, ഓരോ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ഈ സ്റ്റേറ്റ് ഹൈവേ കണക്ട് ചെയ്യുന്നു. ആൻഡ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് PWD ആയിരിക്കും ഇവിടുത്തെ ഈ റോഡ് കാര്യങ്ങളൊക്കെ എന്താ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്ട്രിക്ട് റോഡിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? റോഡ് വിച്ച് കണക്ട് ദ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ജില്ലാ പരിഷത്തായിരിക്കും. ഡിസ്ട്രിക്ട് കോഡിലെ കാര്യങ്ങളൊക്കെ എന്തെന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നാഷണൽ വാട്ടർവേ എന്ന് പറയുന്നത് എന്താ മക്കളെ? ദ ഇൻലാൻഡ് നാവിഗേഷൻ റൂട്ട്സ്. നമ്മുടെ കൺട്രീൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇൻലാൻഡ് നാവിഗേറ്റ് റൂട്ട്സിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? നമ്മുടെ നാഷണൽ വാട്ടർവേ എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ എന്താ? ആൻഡ് വിച്ച് ആർ നാവിഗബിൾ ബൈ mechanical vessels and classified as a national waterway by the government of India. നാഷണൽ വാട്ടർവേ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള, കൺട്രിയിൽ തന്നെയുള്ള ഇൻലാൻഡ് നാവിഗബിൾ ആയിട്ടുള്ള റൂട്ട്സിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടൈഡൽ പോർട്ട് ആണ് പറയുന്നത്. ദ പോർട്ട് വിച്ച് ആർ ഓപ്പറേറ്റ് ഓൺ ദ ടൈഡ് വെതർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ടൈഡിന്റെ ആ ഒരു എനർജിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അല്ലേ നമ്മുടെ ടൈഡൽ പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ വാട്ടർ റിവേഴ്സ് വിത്തിൻ ദ ടൈഡൽ പോർട്ട്. അതിൽ എന്താണ്? നമ്മൾ ടൈഡൽ തിരമാലയുടെ ആ ഒരു ഫോഴ്സിനനുസരിച്ചായിരിക്കും എന്താ ഇത് റണ്ണ് ചെയ്യുക. ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അമംഗ് ദ പീപ്പിൾ ഓഫ് two different countries is referred to the international trade. അതായത് രണ്ട് കൺട്രിയിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു ട്രേഡോ സർവീസോ ഗുഡ്സ് എക്സ്ചേഞ്ചോ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് വിളിക്കും? ഇന്റർനാഷണൽ ട്രേഡ് ആയിട്ട് നമ്മൾ വിളിക്കും. ഓക്കെ, ദെൻ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ദ കൺട്രി. സോ അതെന്താ അർത്ഥമാക്കുന്നത്? വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്, അതിന്റെ ആ ഒരു ഇടയിലുള്ളതിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. വെൻ ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട് ഓഫ് ദ കൺട്രി എക്സീഡ്സ് ദ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ഇറ്റ് ഈസ് ടേം ആസ് എ അൺഫേവറബിൾ ബാലൻസ് ഓഫ് ദ ട്രേഡ്. ഇപ്പൊ മക്കളെ പറയാണ്, വെൻ ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട് ഓഫ് ദ കൺട്രി, നമ്മളെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ വാല്യൂ എക്സീഡ് ചെയ്യുകയാണ്. പിന്നെ അതേ സമയത്ത് ദ വാല്യൂഡ് എക്സ്പോർട്ട് ഇറ്റ് ഇസ് ടേം അത് എന്തായിരിക്കും? നമ്മുടെ ട്രേഡ് അൺഫേവറബിൾ ആയിട്ടുള്ള ബാലൻസിലായിരിക്കും നടക്കുക. ആൻഡ് വെൻ ദ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ഓഫ് ദ കൺട്രി എക്സീഡ്, എന്ത് ചെയ്യാണ്? നമ്മളെ കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ആയിട്ടാണ് നമുക്കവിടെ പറയാൻ സാധിക്കുക. ഓക്കെ മക്കളെ, stay the way by which means the transport of communication help the growth of industries in India. ഏതൊക്കെ രീതിയാണ്? transport raw material from the source of region to industrial location. Final product from industries also require transport facilities. Communication lines supply require information about the various industries. അത് നമുക്ക് എന്താ അവിടെ കൊടുക്കാം. ക്ലിയർ ആയില്ലേ? അടുത്ത നോക്കിക്കുക മക്കളെ, നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിക്കുന്നത്.
നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കൺട്രിയിലെ എക്സ്ട്രീം പാർട്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്യാപിറ്റൽ ആയിട്ടായിരിക്കും കണക്ട് ആയിട്ടുണ്ടായിരിക്കാം. നാഷണൽ ഹൈവേയിലെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. സ്റ്റേറ്റ് ഹൈവേയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സ്റ്റേറ്റ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് എന്താണ്? ആ റോഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നാഷണലിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നാഷണൽ ഹൈവേ ഉണ്ടാവുക. പക്ഷെ സ്റ്റേറ്റ് ഹൈവേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തായിരിക്കും? ആ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, road and rail transport in India are not complementary to each other. Justify the statement. Railway only follow a fixed track. The goods are further transported by road to the destination. Railway എന്ന് പറയുന്നത് ഫ്ലാറ്റ് റെയിലിലൂടെ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷെ റോഡ് എന്താണ്? അതിന് ഹില്ലി ഏരിയാസിലൂടെ ഒക്കെ പോകാൻ പറ്റും. റെയിൽവേ എന്ന് പറയുന്നത് ഒരു ഗുഡ് ട്രാൻസ്പോർട്ട് ഒരു സിസ്റ്റമാണ്. ലോങ് ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ നമുക്ക് അടുത്തൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഏതാ നല്ലത്? നമ്മളെ റോഡ് തന്നെയാണ് നമുക്ക് നല്ലത്. റോഡ് എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഡോർ ടു ഡോർ സർവീസ് എന്ന പേരിൽ എന്താ അറിയപ്പെടുന്നുണ്ട്? നമ്മളെ റോഡ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ? മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിന് കൂടുതലായിട്ട് ചോദിക്കുക. ഇൻ കേസ് അല്ലാതെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ ചാപ്റ്ററിലെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുക. നമുക്കത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതുകൂടാതെ നമ്മളെ മെഗാ മാരത്തോൺ ഈ ചാപ്റ്ററിൽ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത, ഓൾറെഡി ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്താണ്. ആ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് അന്ന് കൂടുതൽ കാര്യങ്ങൾ ബാക്കി പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളെ ലിസ്റ്റ് എടുക്കാൻ എബിഡി സാറിനെ വെൽക്കം ചെയ്യാം. ഓക്കെ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് മക്കളെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കാണുമ്പോൾ മക്കൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ദ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് അഗെയിൻ ഈ ഒരു ചാപ്റ്റർ ഞങ്ങൾക്ക് ഉണ്ടോ എന്ന സംശയങ്ങളൊക്കെ മക്കൾക്ക് വീണ്ടും വന്നേക്കാം. അപ്പോൾ ദ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് 1 മാർക്കോ 2 മാർക്കോ 3 മാർക്കോ മാക്സിമം 3 മാർക്കോ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ ആദ്യം നോക്കാം അല്ലേ? അപ്പോൾ ഹിസ്റ്ററിയുടെ നമ്മുടെ ജോഗ്രഫി കഴിഞ്ഞു. ഇനി ഹിസ്റ്ററിയുടെ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഹിസ്റ്ററി പ്ലസ് ജോഗ്രഫി കംപ്ലീറ്റ് ആവുകയാണേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു ഫയർ കൂടി തരിക നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യാം? ഒരു ഫയർ കൂടുതലാണെങ്കിൽ നമുക്കൊരു ഫയർ ഒക്കെ ഇട്ട് കമന്റ് ബോക്സ് ഒന്ന് കത്തി തന്നെ എന്ത് ചെയ്യണം? നമുക്ക് തുടങ്ങാനുണ്ട്. കൗണ്ടൊക്കെ കുറവാണ്, ബിക്കോസ് മക്കളൊക്കെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. ഉറക്കമൊക്കെ വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ മാക്സിമം എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്നുണ്ട്, വിച്ച് ഫുഡ് ട്രാവൽ വെസ്റ്റ് ഫ്രം ചൈന ടു ബി കോൾഡ് സ്പാഗറ്റി. നമുക്ക് കാണാൻ പറ്റും ന്യൂഡിൽസ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആൻസറും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കുറേ മാർക്കിന്റെ ചോദ്യം ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ ചെറിയൊരു പോർഷൻ മാത്രമേ അല്ല, പ്രീ മോഡേൺ വേൾഡിൽ തന്നെ കോൺക്വസ്റ്റ് ഡിസീസ് വരെയുള്ള ട്രേഡ് ആൻഡ് ഡിസീസ് വരെയുള്ള ഭാഗം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ? എടുക്കാനുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും അടിച്ചു പഠിക്കേണ്ട ചാപ്റ്റർ അല്ല, വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഒരു 10-15 മിനിറ്റ് മക്കൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, എൻ്റെ പേര് അബ്ദുല്ല ബക്കർ എന്നാണ്. അത് പുതിയ മക്കളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് വരുന്നത്. നെയിം ദ റൂട്ട് വിച്ച് കണക്റ്റഡ് ടുഗദർ വാസ്റ്റ് റീജിയൻസ് ഓഫ് ഏഷ്യ ആൻഡ് ലിങ്ക്ഡ് ഏഷ്യ വിത്ത് യൂറോപ്പ് ആൻഡ് നോർത്ത് ആഫ്രിക്ക. ആ ഒരു റൂട്ടിന്റെ പേരെന്ന് പറയുന്നത് സിൽക്ക് റൂട്ടാണ്. അത് ലാൻഡ് റൂട്ടുണ്ട്, സീ റൂട്ടുണ്ട്. മേജർ ഐറ്റംസ് ഒക്കെ പാസ് ചെയ്തിരുന്നത് ഈ ഒരു റൂട്ടിലൂടെയാണ്. സിൽക്ക് റൂട്ട് ത്രൂ ആണ് എന്ത് ചെയ്തിരുന്നത്? അന്ന് ഈ പറയുന്ന ഏഷ്യയും അല്ലെങ്കിൽ ഈ പറയുന്ന ഏഷ്യയും നോർത്ത് ആഫ്രിക്കയും യൂറോപ്പിനൊക്കെ കണക്ട് ചെയ്തിരുന്ന മേജർ ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് സിൽക്ക് റൂട്ടാണ്. ബോത്ത് ലാൻഡ് ആൻഡ് സീ ഉണ്ട്, കൾച്ചറൽ ഐറ്റംസും അതുപോലെ തന്നെ സിൽക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും പല ഐറ്റംസും ഒക്കെ എക്സ്പോർട്ട് ചെയ്യപ്പെട്ടതും പാസ് ചെയ്യപ്പെട്ടതൊക്കെ ഈ ഒരു റൂട്ടിലാണ്. ഇനി നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഡിസീസ് പ്രൂവ്ഡ് ഡെഡ്ലി കില്ലർ ഫോർ പീപ്പിൾ ഓഫ് അമേരിക്ക. അമേരിക്കൻ പീപ്പിൾസൊക്കെ വലിയ രീതിയിൽ കൊന്നൊടുക്കിയിരുന്ന അന്ന് നമ്മൾ ഈ പറയുന്ന വെപ്പൺസിന് പകരം യൂസ് ചെയ്തിരുന്ന അല്ലേ? പോർച്ചുഗീസ് ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ സ്പെയിൻ്റെ ഈ ഒരു എന്താ പറയുക കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വെപ്പൺസിന് പകരം യൂസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസീസ് ആയിരുന്നു എന്ത്? സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. സ്മോൾ പോക്സ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? അതെന്തുകൊണ്ടാണ് അമേരിക്കൻ പീപ്പിൾസിന് അതിനോട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്? അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ? ഓക്കെ, ദെൻ
give evidences to prove that there was a vibrant pre-modern trade and culture link between different parts of the world. Different parts of the world എന്തുണ്ടായിരുന്നു, നല്ലൊരു എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള ട്രേഡ് ലിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടും തെളിവുകളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പിൽഗ്രിംസ് ആണെങ്കിലും ട്രാവലേഴ്സ് ആണെങ്കിലും ട്രേഡേഴ്സ് ആണെങ്കിലും ട്രാവൽ ചെയ്തിരുന്നു. അവർ ക്യാരി ചെയ്തിരുന്ന ഗുഡ്സും മണിയും വാല്യൂസും സ്കിൽസും ഐഡിയാസും ഇൻവെൻഷൻസ് ഒക്കെ ആയിരുന്നു. ഈവൻ ജേംസ് ഒക്കെ ആയിരുന്നു അവർ ചെയ്തിരുന്നത്, ക്യാരി ചെയ്തിരുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ത് ചെയ്തിരുന്നു, ആ ഒരു ടൈമിൽ തന്നെ എന്തുണ്ടായിരുന്നു, നമ്മൾ ഈ പറയുന്ന കണക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റൽ കണക്ഷൻ ഉണ്ടായിരുന്നു. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, അന്ന് ഉപയോഗിച്ചിട്ടുള്ള കറൻസി പോലെയുള്ള അന്ന് ഉപയോഗിച്ചിട്ടുള്ള സീഷെൽസ് പോലെയുള്ള കറൻസീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എന്താ പറയുക, നമ്മുടെ ആൻഷ്യൻ ടൈമിൽ തന്നെ എന്ത് ചെയ്തിരുന്നു, നമ്മുടെ പുറത്തുള്ള ആളുകളുമായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രീ മോഡേൺ വേൾഡിൽ തന്നെ എന്തുണ്ടായിരുന്നു, ഡിസ്റ്റൻറ്റ് പ്ലേസസ് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ട്രാവലേഴ്സും പിൽഗ്രിംസും അതുപോലെ ട്രേഡേഴ്സും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഗ്ലോബലൈസേഷൻ വരുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടായിരുന്നു, ഗ്ലോബൽ വേൾഡ് കണക്ട് ചെയ്യപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ലാസ്റ്റ് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, Yes, last question. The most powerful weapon as of Spanish conquest of America was not the conventional military weapon at all. Explain. അമേരിക്ക നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അഡ്വാൻസ് ടൈപ്പിൽ. അപ്പോൾ അമേരിക്കയെ കോൺക്വർ ചെയ്യാൻ വേണ്ടി, അമേരിക്കയെ പിടിച്ചെടുക്കാൻ വേണ്ടി സ്പെയിൻ യൂസ് ചെയ്തിരുന്നത് അവരുടെ ഒരു കൺവെൻഷനൽ അല്ലെങ്കിൽ എന്താ പറയുക കാലകാലമായിട്ട് പിന്തുടരുന്ന മിലിറ്ററിയോ വെപ്പൺ പവറോ അല്ല യൂസ് ചെയ്തിരുന്നത്. അവരെന്താണ് യൂസ് ചെയ്തിരുന്നത്? യെസ്, അവിടെ എന്താണ്, സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടാണ് ആരെ ഇല്ലാതാക്കുന്നത്, ആരെ കോൺക്വർ ചെയ്യുന്നത്? യെസ്, അമേരിക്കൻ പീപ്പിൾസിനെ കോൺക്വർ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കൻ പീപ്പിൾസ് കുറേ കാലമായിട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കുറവായിരുന്നു, ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് അമേരിക്കൻ പീപ്പിൾസിനെ കിൽ ചെയ്യാൻ എന്തിനു പറ്റിയിട്ടുണ്ട്, ഈ പറയുന്ന സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഡിസീസ് ത്രൂ സാധിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ഇത്രയേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ, എന്താ പറയുക, ദ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് എന്നുള്ള ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഓക്കെ ആണെങ്കിൽ ഒരു ഫയർ തരാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് പ്രിന്റ് കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, 4th ചാപ്റ്റർ, ഹിസ്റ്ററിയുടെ അവസാനത്തെ ചാപ്റ്റർ ആണ്. നമ്മുടെ ഈ 2 days ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ജിയോഗ്രഫി പ്ലസ് ഹിസ്റ്ററിയുടെ ഈ ഒരു മാരത്തോൺ ഇന്ന് അവസാനിക്കാൻ പോവാണ്. നാളെ ഇക്കണോമിക്സ് ആണ്, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഫൈനൽ മെഗാ മാരത്തോൺ നമുക്ക് 6-ാം തീയതി ഉണ്ടാവുന്നതാണ്. അവിടെ നമ്മൾ കംപ്ലീറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ചാപ്റ്റേഴ്സിലും 19 ചാപ്റ്റേഴ്സിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. പ്രിന്റ് കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ്. യെസ് ഫയർ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. യെസ്, പ്രിന്റ് കൾച്ചർ ആണ്. പ്രിന്റ് കൾച്ചർ. ഓക്കെ, യെസ്. Explain the implication of print culture on the religious reforms in India during 19th century. 19th centuryയിൽ പറയുന്ന പോലെ തന്നെ പ്രിന്റ് കൾച്ചർ എങ്ങനെയൊക്കെയാണ് റിലീജിയസ് റിഫോംസ് ഇന്ത്യയിൽ നടത്തുന്നതിൽ പ്രിന്റ് കൾച്ചറിനുള്ള റോൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അല്ലേ? യെസ്, യെസ്. ഇവിടെ മക്കൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ SS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, എന്തായാലും ഞാൻ വെറുതെ തലയാട്ടിരുന്നല്ലോ കേട്ടോ. ഓക്കെ. നല്ല ഫുഡൊക്കെ അടിക്കാനുള്ള സമയത്തുണ്ടല്ലേ? ആരൊക്കെ മന്തി വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരത്തെ മിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മന്തി വേണം, എന്താ പറയാ, റെസ്റ്റ് ഒന്നും കൂടെ ഇടുമോ? അയ്യോ, എസ്റ്റിയുടെ നോട്ട് കിട്ടിയിട്ടില്ല മക്കളെ. ഗ്രൂപ്പിലുണ്ടല്ലോ, ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നോക്കട്ടെ, ഞാൻ എന്തായാലും എൻക്വയറി ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, വീണ്ടും അയക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കട്ടെ. ഓക്കെ, അപ്പം എന്തായാലും നേരത്തെ മക്കളൊക്കെ പറഞ്ഞിട്ട് മന്തി വേണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. മന്തിയൊക്കെ കിട്ടിയാൽ കൊള്ളാറുണ്ട്, നല്ല പൈപ്പൊക്കെ വന്നിട്ടുണ്ട്, നല്ല വിശപ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ചാപ്റ്റർ കൂടുതൽ എടുക്കാനുള്ളതുകൊണ്ട് മന്തി ഒന്നും ചോദിക്കുന്നില്ല സാറ്. മക്കളെല്ലാവരും പാസ്സൊക്കെ ആവട്ടെ, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ട് പേവണ്ണൊക്കെ കിട്ടിട്ട് അത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു ഞാനൊക്കെ മിസ്സിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പൈച്ച് തീരുമാനമായി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, പ്രിന്റിംഗ് ലെഡ് ടു ഇന്റൻസ് ഡിബേറ്റ് അറൌണ്ട് റിലീജിയസ് ഇഷ്യൂസ് ഓൺ ദാറ്റ് ടൈം. നമ്മൾ പറയുന്നുണ്ട് 19th centuryയിൽ പ്രിന്റഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഡിബേറ്റ്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഭയങ്കര ഡിബേറ്റ്. അത് ശരിയപ്പ, അങ്ങനെ ആക്കാൻ പാടുണ്ടപ്പ, ഇങ്ങനെ ആക്കാൻ പാടുണ്ടപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്കഷനും ഡിബേറ്റൊക്കെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? യെസ്, ഈ പ്രിന്റഡ് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് confronted the changes happening within colonial society in different ways and offered a variety of new interpretations, the beliefs of different religions. നമുക്കിവിടെ കാണാൻ പറ്റും കൊളോണിയൽ ടൈമിൽ സോഷ്യൽ എന്താ പറയുക സൊസൈറ്റിയിൽ വലിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാറിന് പൈപ്പ് വാങ്ങുമോ? അല്ല, പൈപ്പ് വാങ്ങുമോ? അതെന്താണത്? എന്താ മോൻ ഉദ്ദേശിച്ചത്? യെസ്, പൈപ്പ് മീൻസ് വിശക്കുന്നു എന്നാണ്.
എന്താണ് പറയുക, വിശക്കുമ്പോൾ നിങ്ങളല്ലാതാവും എന്ന് പറയുന്നില്ലേ. അപ്പം ഞാനല്ലാതാവും, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാനല്ലാതാവും ഉറപ്പാണെങ്കിൽ. ഞങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് വിശപ്പ്. അപ്പോൾ വിശക്കുമ്പോൾ നിങ്ങളല്ലാതാവാൻ ചോദിക്കുന്ന പോലെ ഞാനല്ലാതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥം എന്നെ കുറച്ച് സമയം മക്കൾ കണ്ടോളിട്ടാ. ഓക്കെ, ഇനി എന്നെ സൂക്ഷിച്ചൊന്ന് നോക്കി എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു എന്ന് കുറച്ച് നമുക്ക് ചോദിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഡിഫറെൻറ്റ് എന്താ പറയുക റിലീജിയസിൽപ്പെട്ട ആളുകൾ ഈ പറയുന്ന ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങൾ റിലീജിയസ് വ്യൂസിന് ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സം ക്രിട്ടിസൈസ്ഡ് എക്സിസ്റ്റിംഗ് പ്രാക്ടീസസ്. ചില ആളുകൾ എന്ത് ചെയ്തു, എക്സിസ്റ്റിംഗ് പ്രാക്ടീസസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പ്രാക്ടീസസിന് എന്ത് ചെയ്യുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, any print tracts and newspapers not only spread the new ideas but they shape the nature of the debates. നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പ്രിന്റ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ന്യൂ ഐഡിയാസ് മാത്രമല്ല സ്പ്രെഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവിടെ ഡിബേറ്റിനുള്ള ഒരു സ്പേസ് അവിടെ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ, ഇപ്പോൾ എന്താ പറയുക സോഷ്യൽ റിഫോമേഴ്സ് പ്രിന്റഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഓർത്തഡോക്സി ടീംസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ എന്താ പറയുക രാജാക്കന്മാരോ റൂളേഴ്സോ അവരിങ്ങനെ കയ്യും കെട്ടി നോക്കി അവർക്കും ഇത് യൂസ് ചെയ്യാലോ അല്ല, അവർക്ക് ഇത് എന്താ പറയുക തൊട്ടുകൂടാത്തൊന്നും അല്ലല്ലോ, അവർക്കും എന്ത് യൂസ് ചെയ്യാം, ഈ പ്രിന്റഡ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാം. അവരുടെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ അവരും എന്ത് യൂസ് ചെയ്തിരുന്നു, ഈ പ്രിന്റഡ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻസ്. ഇവിടെ നമ്മൾ ഇനി 3 പോയിന്റ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇന്ത്യൻസ് ഓവർ കൺട്രോവേഴ്സി ബിറ്റ്വീൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോമേഴ്സ് ഇൻ ഹിന്ദു ഓർത്തഡോക്സി ഓവർ മാറ്റേഴ്സ് ലൈക്ക് വിതൗട്ട് ഇമോളേഷൻ, മൊണോത്തിസം, ബ്രാഹ്മണിക്കൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഐഡോൾട്ടറി. അപ്പോൾ എന്താ പറയുക ഐഡോൾട്ടറി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വിഗ്രഹാരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര എന്തുണ്ടായിരുന്നു ഡിബേറ്റും ഒക്കെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പ്രിന്റഡ് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു 20 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഓക്കെ മക്കൾ ഇങ്ങനെ അട്ടം നോക്കിയിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നത് എപ്പോൾ എത്തും നോക്കിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ തിരിച്ചു വരാം. മൈക്ക് ഇന്നലത്തെ അത്ര ക്വാളിറ്റി ഇല്ല. എന്താ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വാളിറ്റി നഷ്ടപ്പെടുന്നത്. മൈക്ക് ഞാൻ നെഞ്ചത്ത് കുത്തി നോക്കട്ടെ, അപ്പോൾ ക്വാളിറ്റി വന്നോളൂ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതാണ് ഇൻ ബംഗാൾ ദ ഡിബേറ്റ്സ് ഡെവലപ്ഡ് ട്രാക്സ് ന്യൂസ് പേപ്പേഴ്സ് proliferated circulation of variety of arguments. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബംഗാളിലാണെങ്കിലും ഒക്കെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ എന്ത് ചെയ്തിരുന്നു, വലിയ രീതിയിലുള്ള ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നീട് നമ്മൾ എന്താ പറയുക അപ്പോൾ പ്രിന്റഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ തന്നെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ 1-2 സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഉയരം കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു, ഇവിടെ എന്താ പറയുക ചായയുടെ സ്വാദ് കൂട്ടുന്നുണ്ട്, അതൊക്കെ വേണ്ടി ഉയരം കൂട്ടാൻ വേണ്ടി ഇവിടെ സാധനം വെച്ചിരുന്നു. അപ്പോൾ ആ സാധനം എന്ത് ചെയ്യാണ്, ഒന്ന് സ്ലിപ്പായി പോയത്. അതായത് ഇപ്പോൾ ഞാൻ താഴെ ഉണ്ടാവുമായിരുന്നു, നിങ്ങൾക്ക് ഭയങ്കര കൈ ഒടിച്ച് ചിരിക്കാനുള്ള ഒരു വകുപ്പ് അവിടെ വന്നേനെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇതിലേതെങ്കിലും 3 പോയിന്റ്സ് മക്കൾ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതിലേതെങ്കിലും 3 പോയിന്റ്സ് മക്കൾ എന്ത് ചെയ്താൽ മതി, അവിടെ അപ്ലൈ ചെയ്താൽ മതി. അടുത്ത ചോദ്യം, വൈ കുഡ് നോട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ഹാൻഡ് റിട്ടൺ മാനുസ്ക്രിപ്റ്റ് സാറ്റിസ്ഫൈ ദ എവർ ഇൻക്രീസിംഗ് ഡിമാൻഡ്സ് ഓഫ് ബുക്സ്. ബുക്സിൻ്റെ ഇൻക്രീസ് ചെയ്യുന്ന ഡിമാൻഡ്സ് അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഹാൻഡ് റിട്ടൺ ഐറ്റംസിന് പറ്റിയില്ല എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമ്മുടെ പറയുന്നുണ്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ഹാൻഡ് റിട്ടൺ മാനുസ്ക്രിപ്റ്റ്സ് കുഡ് നോട്ട് സാറ്റിസ്ഫൈ ദ എവർ ഇൻക്രീസിംഗ് ഡിമാൻഡ്സ് ഫോർ ബുക്സ് ഡ്യൂ ടു ഫോളോയിങ് റീസൺസ്. എന്തൊക്കെയാണ് കാരണം നമുക്ക് നോക്കാം. ഒബ്വിയസ്ലി ഹാൻഡ് റിട്ടൺ ഈ സ്ലോ പ്രോസസ്സാണ്, കൂടാതെ എന്താണ് അതിൽ എക്സ്പെൻസീവ് ആണ്. നമുക്ക് നോക്കാം. In India, there's a rich old tradition handwritten manuscripts in different languages which were copied on palm leaves and handmade papers. These manuscripts were highly expensive and fragile. They needed careful handling. നമ്മളോട് പറയുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ആളുകളായിരുന്നു ഇത് കൂടുതലും യൂസ് ചെയ്തിരുന്ന മാനുസ്ക്രിപ്റ്റ്സ്. ബിക്കോസ് ഇത് എക്സ്പെൻസീവ് ആയിരുന്നു, അപ്പോൾ അതിന് ഫ്രാഗിൽ ആയിരുന്നു, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കൂടാതെ അത്രയും ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കൂടാതെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എന്താണ് എന്താ പറയുക ആളുകൾക്ക് അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച്, അതായത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച് മാനുസ്ക്രിപ്റ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവർക്കിത് മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. ഹാൻഡ് റിട്ടേൺ മാനുസ്ക്രിപ്റ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ആ ഒരു ഡിമാൻഡിന് എന്താണ് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിരുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആയി? ഞാൻ എടുക്കെടുക്കുക ഡിമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളി, ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് വട്ടായി എന്ന് പറയുന്നുണ്ട്.
ഇപ്പോഴാണോ? അല്ല, കുറച്ച് നേരത്തെ ഉണ്ട് തോന്നുന്നു അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിസ്ക്രൈബ് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്. എന്താണ് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് വാസ് എന്താണ് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് എന്താണെന്നും അതെപ്പോഴാണ് എവിടേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വരുന്നത്, സാർ എനിക്ക് ഈ ലൈവും രാവിലത്തെ ലൈവും പെൻഡിങ് ആണ്, തീർക്കാൻ കഴിയുമോ? ഈ ലൈവും രാവിലത്തെ ലൈവും പെൻഡിങ് ആണ് അല്ലേ? ഓക്കെ, ടാസ്ക്കാണ്. എന്നാലും മാക്സിമം എന്ത് ചെയ്യുക, ഒന്ന് 1.5 അടിച്ച് തീർത്തോളൂ കേട്ടോ. 1.5 അടിച്ചാൽ തീരും. ഓക്കെ, ചുമ മാറിയിട്ടില്ല മക്കളെ, പക്ഷെ അതിൻ്റെ ഞാനൊരു കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് കഴിച്ച് സെറ്റായിരിക്കാം. ഓക്കെ, ചുമയോ കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് കഴിക്കൂ അകറ്റു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിരിക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് വാസ് എ ടെക്നിക് ഓഫ് പ്രിൻറ്റിംഗ് ദ ബുക്സ് ബൈ റബ്ബിംഗ് ദ പേപ്പർ അഗേൻസ്റ്റ് ദ ഇങ്ക്ഡ് സർഫേസ് ഓഫ് ദ വുഡ് ബ്ലോക്ക്. എന്ത് ചെയ്യും, ഇങ്ക്ഡ് സർഫേസ് ഓഫ് ദ വുഡ് ബ്ലോക്കിലേക്ക് എന്ത് ചെയ്യാണ്, പ്രിൻറ്റ് ചെയ്യുന്ന എന്താ പറയുക ഒരു ടെക്നോളജിയാണ് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഹാൻഡ് റിട്ടൺ ടൈപ്പ് തന്നെയാണ്, ഒരു ഹാൻഡ് മെയ്ഡ് ടെക്നോളജിയാണ് അവിടെ നമുക്ക് കാണാൻ വരുന്നത്. ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ടെക്നോളജി മുമ്പോട്ട് പോകുന്നത്. ഇനി മാർക്കോപോളോയെ കുറിച്ച് മക്കൾ മറന്നിട്ടുണ്ടാവില്ല അല്ലേ? ഇറ്റാലിയൻ ട്രാവലറാണ് മാർക്കോപോളോ. മാർക്കോപോളോയാണ് ചൈനയിൽ നിന്നും എന്തെടുത്തുകൊണ്ട് പോയത്? യെസ്, ഈ ഒരു പ്രിന്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ വുഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ടെക്നോളജി എങ്ങോട്ടേക്ക് കൊണ്ടുപോയത്? യൂറോപ്പിലേക്ക് കൊണ്ടുപോയത് അല്ലേ? യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് ആറാടുന്നത്, ടെക്നോളജി ആറാടാൻ കാരണം ആരാണ്? നമ്മുടെ മാർക്കോപോളോ ആണ്. അപ്പോൾ എന്താ പറയുക 1295 1295 മാർക്കോപോളോ എന്ത് ചെയ്യുന്നത്? ഈ വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന യൂറോപ്പിൽ വുഡ് ബ്ലോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ടു മീറ്റ് ദ എക്സ്പാൻഡഡ് ഡിമാൻഡ് ഫോർ ബുക്സ് ദ എക്സ്പോർട്സ് ഓഫ് ബുക്സ് ഇൻക്രീസ്ഡ്. ബുക്ക് ഫെയർ ഹെൽഡ് ഓർഗനൈസ്ഡ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് റിട്ടൺ മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ബിക്കെയിം മോർ പോപ്പുലർ. അപ്പം നമ്മളിവിടെ പറയുന്നുണ്ട് ബുക്സ് ഒക്കെ കുറച്ചും കൂടി പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി, കുറച്ച് ആളുകളിലേക്ക്, കുറച്ച് റീഡേഴ്സിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി കൂടുതൽ എന്ത് ചെയ്യുന്നു, ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അങ്ങനെ ബുക്സ് പബ്ലിഷ് ചെയ്യുന്നു, ബുക്സ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നു. അതിലൂടെയൊക്കെയാണ് എന്ത് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്? ഈ പറയുന്ന വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ മാനുസ്ക്രിപ്റ്റ്സും വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങും കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള നമുക്ക് കാണാൻ വരും. ഇപ്പോൾ വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ചൈനയിൽ നിന്നുമാണ് ആര് കൊണ്ടുവന്നത്? നമ്മുടെ മാർക്കോപോളോ കൊണ്ടുവന്നത്. എവിടെ കൊണ്ടുവന്നത്? യൂറോപ്പിലേക്ക് കൊണ്ടുവന്നത്, ഇറ്റലിയിലേക്കാണ് കൊണ്ടുവന്നത്. പിന്നീട് ഇറ്റലിയിൽ നിന്നും യൂറോപ്പിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. 1295 1295 മാർക്കോപോളോ ഈ പറയുന്ന ടെക്നോളജി യൂറോപ്പിൽ സ്പ്രെഡ് ചെയ്യുന്നത്. ദെൻ യൂറോപ്പിൽ ഇത് സ്പ്രെഡ് ചെയ്തതോടുകൂടി നമ്മൾ ഈ പറയുന്ന റീഡേഴ്സ് കുറച്ചും കൂടി പബ്ലിക് റീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ബുക്ക് ഫെയർസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി കുറച്ചും കൂടി പോപ്പുലറൈസ് ചെയ്യുന്നു. അത്രയും പോയിന്റ്സ് ആണ് അവിടെ പറഞ്ഞത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെറ്റ് ആണ്? ഓക്കെ ആണെങ്കിൽ മക്കളൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. ഓക്കെ, യെസ്, bring back to it. yes. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? യെസ്, സൺ ഖോഗു എല്ലാവരും പറയുന്നു സാറിൻ്റെ മുടി ഭയങ്കര സംഭവമാണെന്ന്. അങ്ങനെയാണോ? ഓക്കെ, അതങ്ങനെ ആവട്ടെ. എന്തായാലും ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോലെ സെറ്റാണെന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. ദ പ്രിന്റ് റവല്യൂഷൻ ഹാഡ് ട്രാൻസ്ഫോംഡ് ദ ലിവ്സ് ഓഫ് പീപ്പിൾ, ചേഞ്ചിങ് ദർ റിലേഷൻഷിപ്പ് ടു ഇൻഫോർമേഷൻ ആൻഡ് നോളജ് ആൻഡ് ലൈസ് ദ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ഇന്നലെ ഒരു മക്കൾ കമൻറ്റ് ഇട്ടതായി സാർ കണ്ടിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഫുഡ് എത്തിയിട്ടില്ല മക്കളെ, ഞാൻ വെറുതെ തള്ളിയതാണ്. ഫുഡൊന്നും എത്തില്ല, ഞാൻ പേരെ പോയിട്ടാണ് എന്തെങ്കിലും തിന്നാൻ കേട്ടോ. ഓക്കെ, ഞാൻ വണ്ടി എത്തിയോന്ന് ചോദിച്ചാണ്, ഫുഡ് എത്തിയോന്നല്ല ചോദിച്ചേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിന്റ് റവല്യൂഷൻ വാസ് എ ഡെവലപ്മെന്റ് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ബുക്സ് ഇൻ എ നെവർ ആൻഡ് ഫാസ്റ്റർ വേ വിച്ച് ട്രാൻസ്ഫോംഡ് ദ ലിവ്സ് ഓഫ് ദ പീപ്പിൾ, ദർ റിലേഷൻഷിപ്പ് വിത്ത് ഇൻഫോർമേഷൻ ഓഫ് ആൻഡ് നോളജ് ആൻഡ് ഓപ്പൺഡ് വേസ് ദ newer perception in the world. The introduction of printing brought to the following changes. New culture reading emerged. Cost of the books came down. Reduced the time and labor engaged in publishing. Produced multiple copies and the market got flooded with books. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ പറയുന്ന പ്രിന്റഡ് ടെക്നോളജി ആളുകളുടെ എന്താ പറയുക ഈ പറഞ്ഞ റിലേഷനിലും ഇൻഫോർമേഷൻ ആൻഡ് നോളജ് അക്വയർ ചെയ്യുന്ന രീതിയിലും എന്ത് വരുത്തിയിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ? ഈ ചാപ്റ്റർ ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നുമല്ല മക്കളെ. ഈ ചാപ്റ്റർ കമ്പാരേറ്റീവ്ലി ഈസിയാണ്.
ഈ ചാപ്റ്റർ ഈസിയാണ്. ഈ ചാപ്റ്റർ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയേക്കാം. ബട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ഈസി തന്നെയാണ്. പക്ഷെ ആ ടോട്ടൽ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എന്തിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ തോന്നാം, ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ തോന്നാം. ഓക്കെ, ബാക്കി ഈസി ഈസി ഈസി. Okay, yes. The print culture helped the circulation of ideas, debates and discussion. It was used the rebellion led to the people know the truth and take actions against the established authorities. In the 17th and 18th centuries, number of schools were opened, churches and spread literacy, villages and peasants artisans, which caused the visual reading mania. During this period, literacy increased, which rose the number of readers among the children, women and workers. നമ്മൾ പറയുന്നത് യെസ് എങ്ങനെയാണ് ഈ റിലേഷനിൽ ചേഞ്ച് വന്നു വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പറയാനുള്ളത് യെസ് എന്താണ് റീഡേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്താ പറയുക ആളുകൾ കേട്ടറിഞ്ഞെടുത്തുനിന്നും എങ്ങോട്ടേക്ക് വരുന്നുണ്ട്, റീഡേഴ്സ് ആയിട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാ ആളുകൾക്കും അത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ ആളുകൾക്കിടയിലും ഒരു ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ഈ പറയുന്ന അതോറിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ട്രഡീഷണലായിട്ട് കൺവെൻഷനലായിട്ട് ഫോളോ ചെയ്തിരുന്ന അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്ക് വോയിസ് കിട്ടുന്നുണ്ട്, കോമൺ പീപ്പിൾസിന് വോയിസ് കിട്ടുന്നുണ്ട്. അങ്ങനെ പ്രിന്റഡ് ടെക്നോളജി ടോട്ടലി എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളുടെ ലൈഫിൽ തന്നെ വലിയൊരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും വലിയ ഒരു ചേഞ്ചസ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ പ്രിന്റ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് ഓഫ് ദ റോൾ ഓഫ് പ്രിന്റ് കൾച്ചർ ഇൻ ദ ബ്രിങ്ങിങ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം റിയലൈസ് ചെയ്യേണ്ടത്, പ്രിന്റഡ് മെറ്റീരിയൽസ് മാത്രം അല്ലെങ്കിൽ പ്രിന്റഡ് കൾച്ചർ മാത്രമല്ല ഫ്രഞ്ച് റവല്യൂഷനുള്ള കാരണം എന്ന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, തിരിച്ചറിയണം. കാരണം പ്രിന്റഡ് അതിനൊരു കാരണമായിട്ടുണ്ട്, പ്രിന്റഡ് മെറ്റീരിയൽസിൽ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. ബിക്കോസ് തിങ്കേഴ്സിൻ്റെ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് 3 different arguments were put forward connection with the print culture and French Revolution. The print culture spread the ideas of the great thinkers like Voltaire, Rousseau. They criticized traditional customs, superstitions, despotism and authority of church. അപ്പോൾ ഈ പറയുന്ന വോൾട്ടയർ, റൂസ്കോ പോലെയുള്ള തിങ്കേഴ്സിൻ്റെ ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു വെപ്പണായിട്ടുണ്ട് ഈ പറയുന്ന പ്രിന്റ് എന്ന് പറയുന്നത്. അതിലൊരു മാറ്റവുമില്ല, അതിലൊരു ചേഞ്ചുമില്ല. അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ദേ വാണ്ടഡ് ടു റൂൾ റീസൺ, ക്വസ്റ്റ്യനിങ് ആൻഡ് റാഷണാലിറ്റി. അവർക്ക് വേണ്ടതാണ് റീസണും അതുപോലെ തന്നെ ക്വസ്റ്റ്യനിങ്ങും റാഷണാലിറ്റിയുമാണ്. ഡിബേറ്റ് ആൻഡ് ഡയലോഗ്സ് സ്റ്റാർട്ടഡ് ദ കമ്മിങ് ഓഫ് ദ പ്രിന്റ് കൾച്ചർ വിച്ച് റിസൾട്ടഡ് ദ റീഇവാലുവേഷൻ ഓഫ് ദ വാല്യൂസ്, നോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ പ്രിന്റഡിലൂടെ കുറേ ഡിസ്കഷനും ഡിബേറ്റ്സ് ഉണ്ടാകുന്നു. അത് ഈ പറഞ്ഞ നോംസും അതുപോലെ തന്നെ വാല്യൂസിനെ കുറിച്ചുള്ള റീഇവാലുവേഷൻസ്, ഈ റൂളേഴ്സ് ഇവർ ഗവേൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ, ഇവർക്ക് എന്താ പറയുക കിങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണോ, ഇങ്ങനെയുള്ള ഡിബേറ്റ്സും ഡിസ്കഷനും ഒക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഈ പ്രിന്റഡ് മെറ്റീരിയൽസ് കാരണമാകുന്നു. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ ഈ പറയുന്ന പ്രിന്റഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, യെസ് ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. അല്ലെങ്കിൽ ഐഡിയാസ് ഓഫ് തിങ്കേഴ്സിൻ്റെ ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കാരിക്കേച്ചേഴ്സിലൂടെയും കാർട്ടൂൺസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സോഷ്യൽ ഓർഡേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഇസ് നോട്ട് ട്രൂ സേ ദാറ്റ് ദ പ്രിന്റ് കൾച്ചർ വാസ് ഡയറക്റ്റ് കോസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, പ്രിന്റ് കൾച്ചർ ഡയറക്റ്റ് ആയിട്ടും ഫ്രഞ്ച് റവല്യൂഷന് പ്രിന്റ് കൾച്ചറാണ് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അല്ലേ, ലെജൻഡ് ഗെയിമിംഗ്, ലെജൻഡ് എന്നൊക്കെ പേരെടുത്ത് ഉറക്കം വരുന്നുണ്ടോ, ഉറക്കം തൂങ്ങുന്ന ലെജൻഡ്. അപ്പോൾ എന്താ പറയുക, ലെജൻഡ് ഗെയിമിംഗ് മാറ്റിയിട്ട് ഉറക്കം തൂങ്ങി ഗെയിമിംഗ് നമുക്ക് പേരിട്ട് കൊടുക്കാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ലെജൻഡ് ഗെയിമിംഗ് ആയിരിക്കരുത്, ഉറക്കം തൂങ്ങി ഗെയിമിംഗ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഫ്രഞ്ച് റവല്യൂഷനുള്ള കാരണം ഈ പറയുന്ന പ്രിന്റഡ് മെറ്റീരിയൽസ് മാത്രമൊന്നുമല്ല, അവിടുത്തെ ആൾക്കാർ സഫർ ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ബട്ട് ദ പ്രിന്റ് കൾച്ചർ സ്പ്രെഡ് ദ ഐഡിയാസ്, ബട്ട് പീപ്പിൾ വെർ റീഡിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലിറ്ററേച്ചർ ഇൻ വിച്ച് പീപ്പിൾ ലൈക്ക് വോൾട്ടയർ ആൻഡ് റൂസോ വെർ ഓൾസോ എക്സ്പോസ്ഡ്. ദ പീപ്പിൾ ഇന്റർപ്രിറ്റഡ് ദ തിങ്സ് ഇൻ ദെയർ ഓൺ വേസ് ആൻഡ് ദ അക്സെപ്റ്റഡ് സം ഐഡിയാസ് ആൻഡ് റിജക്റ്റഡ് അതേഴ്സ്. അപ്പോൾ പറയുന്നത് പ്രിന്റ് മെറ്റീരിയൽസ് മാത്രമല്ല, അല്ലെങ്കിൽ പ്രിന്റ് എന്താ പറയുക റവല്യൂഷൻ മാത്രമല്ല ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും. എന്താ പറയുക, അതിന് മുമ്പുള്ള കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പോരാത്തതിന് ഈ പറയുന്ന റൂസോയുടെയും വോൾട്ടയറുടെയും മാത്രം വർക്ക്സോ അല്ലെങ്കിൽ ഐഡിയാസോ മാത്രമല്ല ആളുകളിലേക്ക് കിട്ടുന്നത്. ആളുകളിലേക്ക് ഈ പറയുന്ന മൊണാക്സിൻ്റെയും റൂളേഴ്സിൻ്റെയും ഒക്കെ എന്ത് കിട്ടുന്നുണ്ട്, എന്താ പറയുക പ്രിന്റഡ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. അവരുടെ ഐഡിയാസും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി അതൊക്കെ എങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ആളുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള റീഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കുന്നു. ഏത് ഐഡിയാസാണ് ബെറ്റർ അതിന് കൂടെ ആളുകൾ നിൽക്കുന്നു. ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ
തോന്നുന്ന ഐഡിയാസിൻ്റെ കൂടെ നിൽക്കുന്നു, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന് എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രിന്റ് കൾച്ചർ ഫ്രഞ്ച് റവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രഞ്ച് റവല്യൂഷനുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള കാരണം പ്രിന്റ് കൾച്ചർ അല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രിന്റ് കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് റവല്യൂഷനെ കുറച്ചും കൂടി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ആർ ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പ്രിന്റിംഗ് പ്രസ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് ദ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ദ 19th century. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് നോക്കാം പ്രിന്റിംഗ് കൾച്ചർ എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ 19th centuryയിൽ എന്ത് ചെയ്തിരുന്നത്. യെസ്, എന്താ പറയുക, ഒരു ഇന്ത്യൻ സൊസൈറ്റി ഷേപ്പ് അതിൽ വലിയ റോൾ തന്നെ പ്രിന്റിംഗ് മെറ്റീരിയൽസ് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, യെസ്, ഇറ്റ് ഇസ് ട്രൂ. ദ പ്രിന്റ് പ്രസ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് ദ ഇന്ത്യൻ സൊസൈറ്റി ഇൻ 19th century. Portuguese missionaries firstly brought the printing press in Goa and the mid-16th century പോർച്ചുഗീസ് പ്രീസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പ്രിന്റഡ് ഐഡിയോളജി എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഗോവയിൽ കൊണ്ടുവരുന്നത്. ദെൻ ഡ്യൂറിംഗ് ദ 19th century പീപ്പിൾ ഡിബേറ്റഡ്, ഇന്റർപ്രറ്റ് ആൻഡ് ക്രിറ്റിസൈസ്ഡ് ഡിഫറെന്റ് റിലീജിയസ് ബിലീഫ്സ് ലൈക്ക് വിതോ ഇമോളേഷൻ, മോണോത്തിസം, ബ്രാഹ്മണിക്കൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഐഡോൾട്രി. അപ്പോൾ ഐഡോൾട്രിയും അതുപോലെ ബ്രാഹ്മണിക്കൽ പ്രീസ്റ്റ്ഹുഡിനൊക്കെ ആര് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്, അന്നത്തെ പീപ്പിൾസ് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് തന്നെയായിരുന്നു ഈ പറഞ്ഞ പ്രിന്റഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഐഡിയാസ് ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ പ്രിന്റഡ് മെറ്റീരിയൽസിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വിമൻസ് റീഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തായിട്ട് കാണാൻ പറ്റും. അതിന് നമ്മൾ 1-2 എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ. യെസ്, അമർജുബാൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ മക്കൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെടുത്തോണ്ട്. അമർജുബാൻ ആരുടെതാണ്, അമർജുബാൻ ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് മക്കളെ. യെസ്, ജസ്റ്റ് ഒന്ന് മക്കളെ കമന്റ് ചെയ്തേ. യെസ്, അമർജുബാൻ ആരുടേതാണ്. പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ മക്കളെ. അമർജുബാൻ. യെസ്, രാജസുന്ദരി ദേവിയുടേതാണ്. എന്താണ്, യെസ്, ഫസ്റ്റ് ബംഗാളി ഓട്ടോബയോഗ്രഫി അല്ലെ, കംപ്ലീറ്റ് ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ മക്കൾ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വിമൻസിന്റെ ഭാഗത്തു നിന്ന് റീഡേഴ്സ് മാത്രമല്ല റൈറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, എമേർജ് ചെയ്യുന്നു. ഇതിനൊക്കെ കാരണമായത് ആര് തന്നെയാണ്, ഈ പ്രിന്റഡ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നതിന് എന്തിന് വലിയ റോൾ ഉണ്ടായിട്ടുണ്ട്, പ്രിന്റഡ് ഐറ്റംസിന് വലിയ റോൾ ഉണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സാർ എന്താ വണ്ടി ഓടിക്കാത്ത, എനിക്കറിയാത്തതുകൊണ്ടാണ് മക്കളെ, പഠിച്ചിട്ടില്ല അതുകൊണ്ട് കേട്ടാ. നിങ്ങളിപ്പോൾ ഇന്ന് പഠിക്കാതെ നാളെ എക്സാം എഴുതാൻ പറ്റുമോ, അതുപോലെ തന്നെ ഞാൻ പഠിക്കാത്തതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. യെസ്, ഓക്കെ, അടുത്ത ചോദ്യം. പ്രിന്റ് പോപ്പുലറൈസ്ഡ് ഐഡിയാസ് ഓഫ് ദ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ്, എക്സ്പ്ലെയിൻ. എങ്ങനെയാണ് പ്രിന്റ് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിൻ്റെ ഐഡിയാസ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. റൂസോ, വോൾട്ടയർ പോലുള്ള തിങ്കേഴ്സിനൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കളക്റ്റീവ്ലി റൈറ്റിംഗ് ദ തിങ്കേഴ്സ് പ്രൊവൈഡ് എ ക്രിട്ടിക്കൽ കമൻട്രി ഓൺ ട്രഡീഷൻ, സൂപ്പർസിഷൻ ആൻഡ് ഡിപ്പോട്ട്സിയത്തെയും സൂപ്പർസിഷനെയും അതുപോലെ തന്നെ ട്രഡീഷനൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാൻ എന്ത് ചെയ്തിരുന്നു, ഈ പറഞ്ഞ തിങ്കേഴ്സ് ഈ പറഞ്ഞ പ്രിന്റഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സ്കോളേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ആർഗ്യൂഡ് ഫോർ ദ റൂൾ for reason rather than customs and demanded that everything to be judged through the application of reason and rationality. എന്താ പറയുക, എല്ലാം കാര്യകാരണങ്ങൾ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റീസണിങ് ആൻഡ് എന്താ പറയുക കൃത്യമായിട്ട് വസ്തുതയുടെ ഒബ്ജക്റ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ തിങ്കേഴ്സ് എന്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ നോക്കി കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിരുന്നു, റൂളേഴ്സിൻ്റെ അവരുടെ പവറിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ സാക്രഡ് അതോറിറ്റിയും ചർച്ചിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാനും ഈ പറയുന്ന എൻലൈറ്റൻഡ് തിങ്കേഴ്സ് എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പ്രിന്റഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഐഡിയോളജീസും ഫിലോസഫേഴ്സിൻ്റെയും സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനും എന്ത് കാരണമായിട്ടുണ്ട്, പ്രിന്റഡ് മെറ്റീരിയൽസ് കാരണമായിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞ ടൈപ്പ് ഓഫ് പോയിന്റ് തന്നെയാണ് അവിടെ വരുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. ഫ്രഞ്ച് റവല്യൂഷനിലും തിങ്കേഴ്സ് തന്നെയായിരുന്നു, ഇവിടെയും തിങ്കേഴ്സിൻ്റെ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള മെത്തേഡായിട്ട് എന്ത് യൂസ് ചെയ്തിരുന്നു, വെപ്പണായിട്ട് എന്ത് യൂസ് ചെയ്തിരുന്നു, പ്രിന്റ് യൂസ് ചെയ്തിരുന്നു. ദെൻ ഹൗ വാസ് പ്രിന്റ് കം ടു യൂറോപ്പ്, യൂറോപ്പിലേക്ക് പ്രിന്റ് എങ്ങനെയാണ് എത്തിയത്, ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. യെസ്, മാർക്കോപോളോയാണ് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, യൂറോപ്പിലേക്ക് കൊണ്ടുവന്നത്. ഇത് മറ്റൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഓക്കെ ആണോ മക്കളെ. ഇനി നമ്മൾ ചോദിക്കുന്നത് വാട്ട് വേർ ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഏർലിയസ്റ്റ് പ്രിന്റ് കൾച്ചർ ഇൻ ജപ്പാൻ. ജപ്പാനിലെ ഏർലിയസ്റ്റ് പ്രിന്റ് കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സാർ എന്താ ഡ്രൈവിംഗ് പഠിക്കുക, സാർ അത് ഭാഷയില്ലേ, സാറൊക്കെ അല്ലേ പഠിക്കേണ്ടത്, സാറൊക്കെ തന്നെയാണ് പഠിക്കേണ്ടത്, പക്ഷേ സാറിന് പഠിക്കാൻ അറിയാത്തതുകൊണ്ട് സാർ പഠിക്കാത്ത കേട്ടോ. അപ്പോൾ സാറേ എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെയാണ് പഠിക്കേണ്ടത്. യെസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. യെസ്,
അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. സങ്കടപ്പെടുന്നില്ല. പിന്നെ ഡ്രൈവിംഗ് പഠിക്കാത്ത പറയാൻ നിങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളും കൂടി പറഞ്ഞു ആയിക്കോട്ടെ, ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. നമ്മൾ നാളെയും കാണണ്ട അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്നത് ജപ്പാനിൽ എങ്ങനെയായിരുന്നു ഈ ഒരു പ്രിന്റ് ടെക്നോളജി ഉണ്ടായിരുന്നത്, അവിടെ എങ്ങനെയൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ബുദ്ധിസ്റ്റ് മൊണസ്ട്രീസ് ഫ്രം ചൈന, അതും ചൈനയിൽ തന്നെയാണ് ബുദ്ധിസ്റ്റ് മൊണസ്ട്രീസ് എന്ത് ചെയ്യുന്നത്, ജപ്പാനിലേക്ക് പറഞ്ഞ ഹാൻഡ് പ്രിന്റിംഗ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്ക് പ്രിന്റഡ് ഇൻ 1868 ഡയമണ്ട് സൂത്ര. ബുദ്ധിസ്റ്റ് ഡയമണ്ട് സൂത്രയാണ് ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? യെസ്. അതുപോലെ തന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്താണ് മക്കളെ, 1-2 വീട് അതിൻ്റെ ശേഷം നിർത്തിയാട്ടാ. യെസ്. ഇനി അടുത്ത ട്രയലിൽ ചിലപ്പോൾ തീരുമാനമാവും. പിന്നെ മൂക്കിൽ പഞ്ഞൊക്കെ വെച്ചിട്ട് നിങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിച്ച് സാറിനൊക്കെ പറയേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ നിർത്തിയാട്ടാ. ഓക്കെ. യെസ്. പിന്നീട് പറയുന്നത് in medieval Japan, poets and prose writers were regularly published and books were cheap and abundant. cheap പ്രൈസിന് എന്ത് ചെയ്തിരുന്നു, റൈറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, റൈറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, പോയറ്റ്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിന്റ് ബൈ വിഷ്വൽ മെറ്റീരിയൽസും എന്ത് ചെയ്തിരുന്നു അവിടെ പബ്ലിഷ് ചെയ്യുന്നതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് 18th century ആയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ in the 18th century flourishing urban circles city illustrate collections of printing depicted urban culture involving artisans, courtesans and house of gathering. നമ്മളിവിടെ പറയുന്നത് സിറ്റിയിലും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറഞ്ഞ പ്രിന്റഡ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അറബിക്കിൻ്റെ മക്കളെ യൂട്യൂബ് ത്രൂ തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ എന്തായാലും. ഓക്കെ. അറബിക്കിൻ്റെ എന്തായാലും ഇൻഫോം ചെയ്തിട്ടുണ്ടാവുമല്ലോ നിങ്ങളില്ലേ? സോൺ ഗോഗു എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് പോളോ വന്നിട്ട് സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ മക്കളെ. എന്തായാലും നമ്മുടെ സോൺ ഗോഗു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ട്രൈ ചെയ്തില്ലെങ്കിൽ സോണിന് ആകെ ബേജറാവും അല്ലേ? സോൺ തന്നെ വിളിക്കേണ്ട, സണ്ണ് വിളിക്കണോ? യെസ്. എന്തായാലും ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാൻ തയ്യാറാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ബുക്സ് ഫോർ വിമൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ടീ സെറമണി, ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ്, പ്രോപ്പർ എറ്റിക്വേറ്റ്സ് വെയർ പബ്ലിഷ്ഡ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ജപ്പാനിൽ എത്തിയിരുന്നത് ഏർലി ടൈമിൽ. ബുക്സ് ഫോർ വിമൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചുള്ള ബുക്സ് ഒക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, പബ്ലിഷ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇനി ചൈനയിൽ എങ്ങനെയായിരുന്നു കൂടി ഞാൻ ചോദ്യം. ഓക്കെ. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രിന്റിംഗ് ടെക്നോളജി ഇൻ ചൈന. ചൈനയിൽ എങ്ങനെയാണ് ഈ പറയുന്ന പ്രിന്റിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. ഫാൽക്കൺ റൈഡർ ഞാൻ നോക്കും മക്കളെ, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് യെസ് അടുത്ത റൈഡർ കണ്ണാപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്യും, ഒരു എന്താ പറയുക റൈഡറായിട്ട് വരാം കേട്ടോ. യെസ്. സെറ്റാക്കാം. യെസ്. നമുക്കൊരു ടിക്ടോക്ക് ഒക്കെ ചെയ്യണം. ടിക്ടോക്ക് ഇല്ലല്ലോ ഇപ്പോൾ, റീൽസ് ഒക്കെ ചെയ്യാം. സെറ്റാക്കാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ. ഫ്രം 1594 AD ദ ബുക്സ് വെയർ പ്രിന്റഡ് ബൈ റബ്ബിംഗ് പേപ്പർ അഗെയിൻസ്റ്റ് ദ ലിങ്ക്ഡ് സർഫേസ് ഓഫ് വുഡ് ബ്ലോക്സ് ഇൻ ചൈന. ചൈനയിൽ ഇത് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രിന്റിംഗ് ടെക്നോളജി ചൈനയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഏത് വർഷമാണ് എന്നൊക്കെ നമ്മൾ പല റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് അല്ലേ? യെസ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കൊരു 6 വരെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല മക്കളെ. ഓക്കെ. 3 to 4 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് 6 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നോക്കാം. The imperial court also got many textbook printed for civil services examination. Then by the 17th century, urban culture developed in China. Merchants used to print. അപ്പോൾ നിങ്ങൾക്കറിയാം ചൈനയിൽ ആദ്യം ഇമ്പീരിയൽസ് എന്താ പറയുക, ഇമ്പീരിയൽ സ്റ്റേറ്റിൽ കൂടുതൽ എന്ത് യൂസ് ചെയ്തിരുന്നു, അവിടെ എക്സാമിനേഷനൊക്കെ ഇത്തരത്തിലുള്ള പ്രിന്റഡ് ഐറ്റംസ് യൂസ് ചെയ്തിരുന്നു. പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ മെർച്ചൻസും എല്ലാം എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി, പ്രിന്റഡ് ഐറ്റംസ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ലൈറ്റ് 19th century ഒക്കെ ആയപ്പോൾ മെക്കാനിക്കൽ പ്രിന്റിംഗ് പ്രസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഷാങ്ഹായ് ബിക്കേം ദ ഹബ് ഓഫ് ദ ന്യൂ പ്രിന്റ് കൾച്ചർ ഹബായിട്ട് ഷാങ്ഹായ് വന്നു. അപ്പോൾ അവിടെ ഒരു 1 word ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇനി ജോൺ ഗുട്ടൻബർഗിൻ്റെ എന്താ പറയുക, ഡിസ്ക്രൈബ് ദ ഡെവലപ്മെന്റ് ഓഫ് ഗുട്ടൻബർഗ്സ് പ്രിന്റിംഗ് പ്രസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ. നമ്മളെ ഹിസ്റ്ററിയുടെയും ജിയോഗ്രഫിയുടെയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. നമ്മുടെ ഈ ഒരു മാരത്തോണിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ ജോൺ ഗുട്ടൻബർഗിൻ്റെ പ്രസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്താ പറയുക, ഡിസ്ക്രൈബാണ് നമ്മൾ പറയുക, എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെയ്യുന്നത് കേട്ടോ. Okay, drawing the knowledge from wine and olive presses, Gutenberg developed the model of printing press, and molds were used to casting metals types for the letter for the alphabet. metals കൊണ്ടായിരുന്നു ഈ alphabetic letters ഒക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ ഗുട്ടൻബർഗ് ഉണ്ടാക്കിയിരുന്നത്. By the 1448 Gutenberg perfected a system of printing press. The first book of printed by Bible ആണ് ഫസ്റ്റ് ബുക്ക് ആയിട്ട് വരുന്നത്. 180 copies ആണ് ഇതിലുള്ളത്, പ്രിന്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് 3 years ആയിട്ട് അതിലെടുത്തിരുന്നത്. In the hundreds of years between 1559
പ്രിന്റിംഗ് പ്രസ്സസ് വെർ സെറ്റപ്പ് ഇൻ ദ മോസ്റ്റ് ഓഫ് കൺട്രി ഓഫ് യൂറോപ്പ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും 1450 മുതൽ 559 വരെയുള്ള ഈ ഒരു ടൈമിൽ തന്നെ വലിയ കുറേ അധികം എന്ത് ചെയ്തിട്ടുണ്ട് പ്രിന്റഡ് പ്രസ്സസ് ഒക്കെ എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, യൂറോപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Then printers from Germany traveled to other countries seeking work and helping to start new printing presses. പുതിയ പ്രിന്റിംഗ് പ്രസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂറോപ്പിൽ നിന്നും എന്ത് ചെയ്തു, ജർമ്മനിയിൽ നിന്നൊക്കെ എന്ത് ചെയ്തു, പ്രിന്റേഴ്സൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദിസ് ഷിഫ്റ്റ് ഫ്രം ഹാൻഡ് പ്രിന്റിംഗ് ടു മെക്കാനിക്കൽ പ്രിന്റിംഗ്. ഇത് എന്തിലെത്തിച്ചു, ഹാൻഡ് പ്രിന്റിംഗിൽ നിന്നും മെക്കാനിക്കൽ പ്രിന്റിങ്ങിലേക്കുള്ള ഒരു ചേഞ്ചസിലേക്ക് എന്ത് ചെയ്തു, ഇത് കാര്യങ്ങളെ എത്തിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എടുക്കാനുള്ളത്. ദാറ്റ് മീൻസ് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും ഹിസ്റ്ററിയുടെയും ജിയോഗ്രഫിയുടെയും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കൾക്ക് എത്രത്തോളം സെറ്റ് ആയിട്ടുണ്ട്, എത്രത്തോളം ഉറക്കം തൂങ്ങി ഇളക്കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഉറക്കം തൂങ്ങിയൊക്കെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഉറക്കം തൂങ്ങി തന്നെ ആക്കിക്കോട്ടെ പേര്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാം, ഓക്കെ 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 ഓക്കെ. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഓക്കെ ആണ് വിചാരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? നമ്മുടെ ജിയോഗ്രഫിയുടെയും ഹിസ്റ്ററിയുടെയും ഇന്നത്തെ മൊത്തം ക്ലാസ്സും കണ്ടു. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? അത് ജസ്റ്റ് ഒന്ന് കിളിപോയ അവസ്ഥ ഒന്ന് കമൻറ്റ് ചെയ്തേക്കരുത്. എന്താണോ ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ 2 ക്ലാസ്സും കണ്ടു അല്ലേ? എന്താണോ അവസ്ഥ, എന്ത് ചെയ്യാത്ത എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ്.